ഉറപ്പായിട്ടും ഈ തമ്മിലിൽ കണ്ടതുപോലെ ഞാൻ പഠിക്കാനുള്ള കുറച്ച് കുറുക്ക് വഴികൾ, ഈ ഓവർസിയർ ആവാനുള്ള കുറച്ച് കുറുക്ക് വഴികൾ എൻ്റെ കയ്യിലുണ്ട് മക്കളെ. നമ്മളൊരു എക്സാമിനെ മുൻകൂട്ടി കാണുമ്പോൾ അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ എക്സാമുകളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. എക്സ്ക്ലൂസീവ് കുറുക്ക് വഴി കേട്ടോ, ഇടുക്കാച്ചി സാധനമാണ് ഞാൻ പറയാൻ വന്നത്, ശ്രദ്ധിച്ചിരുന്നുള്ളൂ. കുറച്ച് പേരൊക്കെ ചിരിക്കുന്ന ഈ സാറിന് എന്നാണ്, നിങ്ങൾ കുറേ പേര് എൻ്റെ കുട്ടികളൊക്കെ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, കാരണം എത്ര വേക്കൻസി വരും, അല്ലെങ്കിൽ ഒരു പരീക്ഷ കഴിഞ്ഞ ഉടനെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കട്ട് ഓഫ് വരുന്നത്, ഓവർസിയർ ആവാൻ എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് പഠിക്കുന്നത്, എന്തൊക്കെ പഠിക്കണമെന്നല്ല എങ്ങനെ പഠിക്കണം. പ്രശ്നങ്ങളൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൊല്യൂഷൻസ് വേണം. ഈ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കുറച്ച് ഐഡിയാസ് ഞാൻ നിങ്ങൾക്ക് തരും. ടോട്ടൽ വേക്കൻസി 171 വേക്കൻസിയാണുള്ളത്. ടോട്ടൽ എത്ര വേക്കൻസി ഉള്ളത്? 171 വേക്കൻസിയാണുള്ളത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹായ് പിള്ളേരെ, എൻ്റെ പേര് ജിസിൻ എന്നാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഓവർസിയർ ആവാനുള്ള കുറുക്ക് വഴികൾ എന്ന ടോപ്പിക്ക്. ഓണം ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ എക്സാംസ് വന്നിട്ടുണ്ട് അല്ലേ. ജൂൺ 30 എക്സാം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ജൂൺ 30 എക്സാമിന് എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, എന്തൊക്കെയാണ് നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ടത്, അപ്പം ഞാൻ പഠിച്ചതും ഞാൻ ചെയ്തതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ടെക്നിക്സ്, എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ ഞാൻ ഈ വെബിനാറിന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ തുടങ്ങാവിടെ പിള്ളേരെ, നമുക്ക് റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇപ്പോൾ പ്രധാനമായിട്ടും കുറച്ച് എക്സാംസ് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ വെബിനാറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഒന്ന് ബ്രീഫ് ചെയ്യുകയാണ്. എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറയണം കേട്ടോ. ഏതൊക്കെ എക്സാംസ് ആണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്, ഏതൊക്കെ എക്സാംസ് ആണെന്ന് നിങ്ങൾ അറിയണം. നമ്മളൊരു എക്സാമിനെ മുൻകൂട്ടി കാണുമ്പോൾ അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ എക്സാമുകളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഈ വർഷത്തെ കലണ്ടർ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ കലണ്ടറിൽ കുറേയധികം എക്സാംസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം ഓവർസിയർമാരുടെ അല്ലെങ്കിൽ ഓവർസിയർമാർ ഒരുപാട് പേര് ജോയിൻ ആവുന്ന വർഷവുമാണ്. അതുപോലെ തന്നെ ഓവർസിയർമാർക്കുള്ള ഒരു നല്ലൊരു അവസരം നമുക്ക് വരുന്ന ഒരു കലണ്ടർ ആയിരുന്നു ഈ ജനുവരിയിൽ വന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുറേയധികം എക്സാംസ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10ഓളം എക്സാംസ് ആണ് ജനറൽ കാറ്റഗറിക്കുള്ളത്, ഇൻക്ലൂഡിങ് നമ്മുടെ കാറ്റഗറി എക്സാമും കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 14ഓളം എക്സാമും കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊക്കെ അപ്ലൈ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാ പരീക്ഷ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതൊക്കെ എക്സാം ഉണ്ടെന്ന് നോക്കണം. എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ചുമ്മാ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുമോ, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത് എന്ന് നമ്മൾ അറിയണം. ഒരു എക്സാമിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇപ്പം ഒരുപാട് വാസ്റ്റായിട്ട് നമുക്ക് പഠിക്കാം, അല്ലെങ്കിൽ ചവറുപോലെ കുറേ സബ്ജക്റ്റ് പഠിക്കാം, അങ്ങനെയല്ലല്ലോ വേണ്ടത്. എന്തൊക്കെ പഠിക്കണം, എവിടെ നിന്നാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് ബ്രീഫ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആളായിരിക്കും, ഞാൻ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, തമാശയോടുകൂടി പറയാറുണ്ട്, നിമിയാണ് ഇപ്പോഴത്തെ വലിയൊരു ചർച്ചാ വിഷയമാണ്. ആരാണ് നിമി, എന്താണ് നിമിയെ പറ്റിയിട്ട് നമുക്ക് അറിയേണ്ടത്, എങ്ങനെയാണ് ഒരു ഓവർസീസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിമി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതിനു മുമ്പേ ആരാണവൾ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ആരാണെന്നൊക്കെ നമുക്ക് വഴി തന്നെ മനസ്സിലാവും. ഇനി എങ്ങനെയാണ് കട്ട് ഓഫും വേക്കൻസിയും, നിങ്ങൾ കുറേ പേര് എൻ്റെ കുട്ടികളൊക്കെ ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, സാറേ എത്ര വേക്കൻസി വരും, അല്ലെങ്കിൽ ഒരു പരീക്ഷ കഴിഞ്ഞ ഉടനെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കട്ട് ഓഫ് വരുന്നത്, അതിനെപ്പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യണം. പിന്നെ ഓവർസിയർ ആവാൻ എങ്ങനെ പഠിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ പഠിക്കണമെന്നല്ല എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ മീറ്റിങ്ങിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പം ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഇരിക്കുന്ന അഞ്ജുവും, ഞാൻ അഞ്ജുവിനെ അബ്രീദിനെ വിളിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്ന പേരുകൾ അവരൊക്കെയാണ്, ശില്പ, ജിനു. അപ്പോൾ എനിക്ക് എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതായത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് അഡ്രസ്സ് ചെയ്യണം. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് യൂഷ്വലി ഉണ്ടാകുന്നത്, എവിടെയാണ് നമ്മൾ ഡ്രോപ്പ് ആയി പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പിന്നീട് ഞാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഈ പ്രശ്നങ്ങൾ ഒന്ന് ഒഴിവാക്കണമല്ലോ. ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. പ്രശ്നങ്ങളൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സൊല്യൂഷൻസ് വേണം. അപ്പോൾ ഈ സൊല്യൂഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് കുറച്ച് ഐഡിയാസ് ഞാൻ നിങ്ങൾക്ക് തരും. അത് നമുക്ക് ജീവിതത്തിൽ എടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ജേർണിയിൽ എടുക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ടും അത് അഡോപ്റ്റ് ചെയ്യുക, നിങ്ങൾക്കത് നല്ലതായിട്ട് വരുള്ളൂ. പിന്നീടുള്ളത് ഉറപ്പായിട്ടും ഈ തമ്മിലിൽ കണ്ടതുപോലെ ഞാൻ പഠിക്കാനുള്ള കുറച്ച് കുറുക്ക് വഴികൾ, ഈ ഓവർസിയർ ആവാനുള്ള കുറച്ച് കുറുക്ക് വഴികൾ എൻ്റെ കയ്യിലുണ്ട് മക്കളെ. ഞാനത് നിങ്ങൾക്ക് തരാം. അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പാണ്, 100% ഉറപ്പാണ്, ഈ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എക്സാമിന് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഒരുപാട് കുറുക്ക് വഴികൾ പറയും. ആ കുറുക്ക് വഴിയിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ നിങ്ങൾക്ക് ക്ലിക്കാവും, എനിക്കത് ഉറപ്പാണ്. ഇനി ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങളോടൊപ്പം ഉള്ളത് എന്നുള്ളത് പറയും. സിവിലിയൻസിൻ്റെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ എന്തൊക്കെയാണ് കാത്തു വെച്ചിരിക്കുന്നത്,
ഇത് ഞാൻ നിങ്ങളോട് സംസാരിക്കും. ഏറ്റവും അവസാനം നിങ്ങൾക്ക് എന്നോട് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ കേട്ടിട്ട് പോകുള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ശരി, എനിവേ ഞാൻ നേരെ നമ്മളുടെ എക്സാമിലേക്ക് പോവാണ്. ഏതൊക്കെ എക്സാംസ് ആണ് നമുക്കുള്ളത് എന്നുള്ളത് നമുക്ക് അറിയണം. ഏതൊക്കെ എക്സാംസ് ആണ്, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെ എക്സാംസ് ആണ് നമുക്കുള്ളത് എന്ന് നോക്കിയേക്കാം. ഏതൊക്കെ എക്സാംസ് ആണ് നമുക്കുള്ളത്? നിങ്ങൾ ജൂൺ 30 നമുക്ക് പരീക്ഷ വരുന്ന എക്സാമുകളുടെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ഇപ്പം നിങ്ങളുടെ PSC പ്രൊഫൈലിൽ വന്നിട്ടുണ്ടാവും. ഇത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, നിങ്ങൾ കൊടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യണം? കൺഫർമേഷൻ കൊടുക്കണം. അത് ഏതൊക്കെ പരീക്ഷകളാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇത് നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാമല്ലോ അല്ലേ? എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിൽ ആണ് ഞാനിത് റെഡിയാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമെന്ന് തോന്നുന്നു. ഇപ്പം എക്സാം അപ്ലൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് അവരോട് പ്രത്യേകിച്ച് എനിക്കൊന്നും തന്നെ പറയാനില്ല. അവർ ഫ്രഷ് ആയിട്ട് കേൾക്കുമായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് പ്രൊഫൈലിൽ ഓൾറെഡി നിങ്ങളുടെ കൺഫർമേഷന് വേണ്ടിയിട്ട് പ്രൊഫൈലിൽ വന്നിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും അത് കയറി കാണണം, അല്ലെങ്കിൽ അത് നോക്കിയിട്ട് കൺഫർമേഷൻ കൊടുക്കണം. കൺഫർമേഷൻ കൊടുക്കുമ്പോഴാണ് ഞാൻ ജൂൺ 30 എന്ന് പറയുന്ന ഡേറ്റ് പറഞ്ഞത്. കൺഫർമേഷൻ കൊടുക്കുമ്പോൾ അറിയാൻ പറ്റും എന്നാണ് നിങ്ങളുടെ എക്സാം എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ എക്സാം ഏതാണ്? ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിലാണ് എക്സാം വരുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൺഫർമേഷൻ കൊടുക്കണം. രണ്ടാമത്തത് ഓവർസിയർ ഗ്രേഡ് 1 കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലുള്ള ഓവർസിയർ ഗ്രേഡ് 1ന്റെ പരീക്ഷയുണ്ട്. പിന്നീട് ഏതാണ്? ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 ഓവർസിയർ ഗ്രേഡ് 1 ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ പരീക്ഷയാണ്. നിങ്ങൾ അതും അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ഒന്നൊരു പരീക്ഷയാണ് ഡ്രാഫ്റ്റ്സ്മാൻ ഡയറക്ട് റിക്രൂട്ട്മെന്റ് എന്തോ മുഹമ്മദ് ആഷിഖ് ആണെന്നുണ്ടെങ്കിൽ മുഹമ്മദെ, എനിക്ക് കേൾക്കാം. വാട്സപ്പിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് എന്തോ ആണ് പറഞ്ഞത്. എനിവേ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ട് ചെയ്തു. എല്ലാവരെയും മ്യൂട്ട് ആക്കാമോ? എല്ലാവരെയും മ്യൂട്ട് ആക്കാം. മ്യൂട്ട് ഓൾ കൊടുത്തോളൂ. ഞാൻ തൽക്കാലം അങ്ങനെ ചെയ്യാണ്, കാരണം ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ. മുഹമ്മദ് പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിൽ ചോദിക്കണം കേട്ടോ. ശരി, ഇനി പരീക്ഷ വരുന്നത് നമ്മളുടെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് വേണമായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എക്സ്പീരിയൻസ്, 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമായിരുന്നു. നിങ്ങൾ കുറച്ച് പേരെങ്കിലും അത് കൊടുത്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ പരീക്ഷയുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രധാനമായിട്ടും നമുക്ക് കേരളത്തിൽ 2 തരത്തിലുള്ള IT-കളാണുള്ളത്. ഒന്ന് നമ്മുടെ ജനറൽ IT-കളുണ്ട്, 2 ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലുള്ള IT-കളാണുള്ളത്. അപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലുള്ള IT-കളുടെ IT ഇൻസ്ട്രക്ടർമാരാണ് ട്രെയിനിങ് ഇൻസ്ട്രക്ടർമാർ. അതായത് നമ്മൾ IT-യിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ജോലിയാണ് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. നല്ല ജോബാണ്. കഴിഞ്ഞ തവണത്തെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റിന്റെ പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയത് സിവിലിയൻസിലെ ഒരു അധ്യാപകനായിരുന്നു. പേര് നിതിൻ എന്നായിരുന്നു. അപ്പോൾ ആ സാർ ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുകയാണ്. അന്ന് ഫസ്റ്റ് റാങ്ക് കിട്ടിയാണ്. ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ പറയുകയൊക്കെ ചെയ്തു. ശരി, അത് കഴിഞ്ഞിട്ട് NCA, അതായത് ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ട്, അത് കാറ്റഗറി എക്സാം ആണ്. അതിനും എന്ത് വന്നിട്ടുണ്ട്? നമ്മളുടെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണോടാ? അത് കൺഫർമേഷൻ കൊടുക്കണം. ഉള്ളവരെല്ലാവരും കൺഫർമേഷൻ കൊടുക്കണം. അതുപോലെ തന്നെ ബൈ ട്രാൻസ്ഫർ എക്സാം വന്നിട്ടുണ്ട്. ട്രെയിനിങ് ഇൻസ്ട്രക്ടറിന്റെ ബൈ ട്രാൻസ്ഫർ എക്സാം. എന്നെ കാണുന്ന ആരെങ്കിലും എന്താ പറയുന്നത്, തൊട്ട് താഴത്തെ ഇതിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ബൈ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എക്സാം ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. ഇപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റുന്ന എക്സാം ആണിത്. ഇനി പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ നമ്മളുടെ കാറ്റഗറി എക്സാം വീണ്ടും ഓവർസിയർ ഗ്രേഡ് 1ന്റെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതും നിങ്ങൾ കൊടുത്തു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ കൺഫർമേഷൻ പരിപാടികൾ. കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടുള്ളത്. പരീക്ഷയുടെ ഡേറ്റ് മറന്നുപോകരുത്, ജൂൺ 30 ആണ്. അപ്പൊ ജൂൺ 30 പരീക്ഷയുള്ളത്. എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം? നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. നിങ്ങളിപ്പോൾ അപ്ഡേറ്റഡ് ആണെന്ന് ഞാൻ കരുതുകയാണ്. എന്താണെന്നറിയാമോ? ഇന്നലെ ഇതിന്റെ സിലബസ് വന്നായിരുന്നു. കണ്ടായിരുന്നോ? ഇന്നലെ ഇതിന്റെ സിലബസ് വന്നായിരുന്നു. ഈ പരീക്ഷകളൊക്കെ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ സിലബസ് വരുന്നതിന് മുന്നേ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ലാസ്റ്റ് കൺഫർമേഷൻ ഡേറ്റ് എന്നാ 11/4/2026 ആണ്. ഏത് മാസമാണ്ടാ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലാണ്. ഏപ്രിൽ 11 ആണ് കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. മറന്നു പോകരുത്. നിങ്ങൾ ഇന്ന് തന്നെ എന്നെ കാണുന്ന ഇപ്പൊ 101 പേര് എന്നെ കാണുന്നുണ്ട്. ഈ 101 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോയിട്ട് അങ്ങ് കൺഫർമേഷൻ കൊടുത്തേക്കണം. ഒരു പരീക്ഷ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് എഴുതാതിരിക്കുന്നതല്ല നല്ലത്. നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതണോടാ, നമ്മൾ എഴുതണം.
നമ്മൾ പേടിച്ച് പിന്മാറാനോ അല്ലെങ്കിൽ പഠിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോയിരിക്കരുത്. എന്ത് ചെയ്യണം? പഠിക്കണം. പഠിച്ചിട്ട് നമ്മൾ എക്സാം എഴുതണം, അപ്രോച്ച് ചെയ്യണം. നമ്മുടെ അവസരം കൊണ്ടുവന്ന് കളയരുത്. ഈ ഒരു എക്സാം ഇനി വരിക ശരിക്കും പറഞ്ഞ ഒരു 2 വർഷം അല്ലെങ്കിൽ 1.5-2 വർഷം കഴിഞ്ഞിട്ടാണ് ശരിക്കും അടുത്ത നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഒരു കാരണവശാലും പരീക്ഷ എഴുതാതിരിക്കരുത്. ഇനി എക്സാം ഡേറ്റ് ഞാൻ പറഞ്ഞു, ജൂൺ 30-നാണ്, 30/6/2026 എക്സാം വരിക. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതല്ലാണ്ട് വേറെ ഏതൊക്കെ എക്സാം ആണ് ഉള്ളത് എന്നൊന്ന് നോക്കിയാലോ. നിങ്ങൾ ഓൾറെഡി ഈ കലണ്ടർ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഒരിക്കൽ കൂടി പറയുക, ITA കഴിഞ്ഞവർക്കല്ലായിരുന്നു ഈ പരീക്ഷകൾ ഉണ്ടായിരുന്നത്. ഈ പരീക്ഷ ഉണ്ടായിരുന്നത് ഡിപ്ലോമ. ഞാൻ അതുകൊണ്ടാണ് ഇത് കാണിച്ചത്. ITA കഴിഞ്ഞവരിലേക്ക് വരാമേ. ബിടെക് ഡിപ്ലോമ ആയിരുന്നു ക്വാളിഫിക്കേഷൻ. ഓവർസിയർ ഗ്രേഡ് 1 പരീക്ഷയായിരുന്നടാ കേട്ടോ. ഓവർസിയർ അഞ്ജന KP കേട്ടോ, അഞ്ജനയോടാണ് പറയുന്നത്. ഓവർസിയർ ഗ്രേഡ് 1 പരീക്ഷയാണ്. അത് ITA കുട്ടികൾക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പം ഡിപ്ലോമയും ബിടെക്കാർക്കും എന്ത് എഴുതാം? ഓവർസിയർ ഗ്രേഡ് 1 പരീക്ഷ എഴുതാം. ഓവർസിയർ ഗ്രേഡ് 1 പരീക്ഷകളാണ് ഈ സ്ലോട്ടിൽ വന്നിരിക്കുന്നത് കേട്ടോ. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷകൾ ഏതൊക്കെയായിരുന്നു? ബിടെക് കഴിഞ്ഞവർക്ക് ഓവർസിയർ ഗ്രേഡ് 3 എക്സാം എഴുതാൻ പറ്റുമോ? എഴുതാമല്ലോ, എന്താ പ്രശ്നം? നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രശ്നം തന്നെ ഇല്ല. ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓവർസിയർ ഗ്രേഡ് 3, ഗ്രേഡ് 2, ഗ്രേഡ് 1 ഒക്കെ എഴുതാം. നിലവിലെ സാഹചര്യത്തിൽ ഒരു പ്രശ്നം തന്നെ ഇല്ല. ഓക്കെ, ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിൽ നമുക്ക് PSC കലണ്ടർ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ജൂലൈ സെപ്റ്റംബർ സ്ലോട്ടിൽ ഏതാ പരീക്ഷ വരാനുള്ള? ഇപ്പം ST ഇതും കാറ്റഗറിയാണ്. പബ്ലിക് സെക്ടർ ഡിപ്പാർട്ട്മെന്റിലെ ഗ്രേഡ് 3 എക്സാം വരുന്നുണ്ട്. PWD ഗ്രേഡ് 3 എക്സാം, അതും ST കാറ്റഗറിയിലുള്ളവർക്കാണ്. അപ്പം നിങ്ങൾ അത് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിരുന്നോളൂ. ഈ പരീക്ഷ വരാൻ പോകുന്നത് ജൂലൈ സെപ്റ്റംബറിലാണ്, മറന്നു പോകരുത്. ശരി, ഞാൻ ഇത് പെട്ടെന്ന് ഓടിച്ചു പോകണേ. നിങ്ങൾ ഓൾറെഡി ഇതിനെ പറ്റിയിട്ട് അവെയർ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എക്സാം, എനിക്കറിയാം നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പരീക്ഷയാണ്. ഏതാ? ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എക്സാം. ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റി. എന്തുകൊണ്ട് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ പറയാം. അതിലേക്ക് നമുക്ക് വരാം. അതിനെ പറ്റിയിട്ട് സെപ്പറേറ്റ് ഒരു ഡിസ്കഷൻ നമുക്ക് നടത്തേണ്ടതുണ്ട്. അത് അഞ്ജന കേട്ടോളൂ കേട്ടോ. അത് തേർഡ് ഗ്രേഡ് ITA-കാർക്കും ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ് ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റിയിലെ എക്സാം. ഇനി അടുത്തത് തേർഡ് ഗ്രേഡ് ഓവർസിയർ LSTD. നിങ്ങൾ കാത്തിരിക്കുന്ന 2 പരീക്ഷകളാണ്. എനിക്കറിയാവുന്ന നിങ്ങളെല്ലാവരും ഓവർസിയർ എക്സാമിന് ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കാനും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ 2 പരീക്ഷകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും. അപ്പം ഇത് കേൾക്കാനാണ് നിങ്ങൾ എല്ലാവരും വന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം. ഇതിൽ ഞാൻ എക്സ്ക്ലൂസീവായിട്ട് നിങ്ങളോട് മാത്രം പങ്കുവയ്ക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. അപ്പം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ LSTDയിൽ നിങ്ങൾ ഓരോ ഡിസ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ മീറ്റിങ്ങിൽ നിങ്ങളോട് പറയും ഏതൊക്കെ ഡിസ്ട്രിക്റ്റിൽ എത്രയൊക്കെ വേക്കൻസിയാണ് കറൻ്റ്ലി ഉള്ളത്, അത് എവിടെ നിന്നാണെന്നുള്ളതും ഞാൻ പറയും. ഓക്കെ ആണല്ലോ? അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോണം. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ജില്ലയിൽ എത്ര വേക്കൻസിയാണ് വരിക എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഓക്കെ, എനിവേ മേ ബി നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഓൾറെഡി നമ്മൾ സിവിലിയൻസിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ പബ്ലിഷ് ചെയ്തതാണ് ഇത്. ഞാൻ ഈ പറയാൻ പോകുന്ന ഡേറ്റ. LSTD ഗ്രേഡ് 2 LSTD അല്ല, വാട്ടർ അതോറിറ്റി ഗ്രേഡ് 2, LSTD ഗ്രേഡ് 3. ഇത് രണ്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഒരു ഓവർസീർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷകളാണ്. അങ്ങനെ പറയാനുള്ള കാര്യം തന്നെ ദേ ഇവിടെ കിടപ്പുണ്ടോ, ഇവിടെ ഉണ്ട്. അതിന് പറയാനുള്ള കാര്യം എന്താണെന്നറിയാമോ? പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പറയാനുള്ള കാര്യം. കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 2 ലാസ്റ്റ് അഡ്വൈസ് പോയത് 503 അഡ്വൈസ് ആണ് പോയത്. അതേപോലെ തന്നെ ഇങ്ങോട്ട് നോക്കിക്കേ, LSTD ഗ്രേഡ് 3 എത്ര അഡ്വൈസാണ് പോയത്? 716 അഡ്വൈസ് ആണ് പോയത്. 716 അഡ്വൈസ് ആണ് പോയത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു പഠിക്കുന്ന ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ നമ്മളിപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് അങ്ങോട്ട് ബൂസ്റ്റ് ചെയ്യും അല്ലേടാ. എന്തായാലും നമുക്കൊരു ചാൻസ് ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് അവിടെ കിട്ടും. ആ പ്രതീക്ഷയിൽ തന്നെയാണ് നിങ്ങൾ പഠിക്കേണ്ടതും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എവിടെയാണ് നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് LSTD ഗ്രേഡ് 3 എക്സാമിന് കറൻ്റ്ലി എത്ര വേക്കൻസി ആണ് ഉള്ളത്. ജില്ലാ വൈസാണ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസാണ് ഇത്തവണ പരീക്ഷ വിളിച്ചത്. ഡിസ്ട്രിക്ട് വൈസ് പരീക്ഷ വിളിച്ചത് കൊണ്ട് തന്നെ അന്ന് കുറേ ആളുകൾ എന്ത് ചെയ്തു, അന്ന് വേക്കൻസി എത്രയാണെന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിവിലിയൻസ് ഒരു RTA സമർപ്പിച്ചിരുന്നു. RTA സമർപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് LSTD ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ വേക്കൻസീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്.
ടോട്ടൽ വേക്കൻസീസ് കറൻ്റ്ലി ഉള്ളത് 171 വേക്കൻസീസ് ആണുള്ളത്. ടോട്ടൽ വേക്കൻസീസ് 171 വേക്കൻസീസ് ആണുള്ളത്. ഇനി ഓരോ ജില്ലയിലുള്ള വേക്കൻസികൾ നിങ്ങൾക്ക് കാണണോ? നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. കാണണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം. അത് കാണിച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ, എല്ലാവർക്കും കാണണം. യെസ് സാർ, കാണണം. ഓക്കെ, ശരി. എനിവേ ഞാനത് പറയാം. എത്രയാണ് നിങ്ങൾ ഓരോ ജില്ലയിലുള്ള വേക്കൻസീസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോളൂ. നിങ്ങളുടെ ജില്ലകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ജില്ലകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഒരു കാര്യം ഞാൻ അതിന് മുന്നേ പറഞ്ഞോട്ടെ, എല്ലാവരും ഇത് കാണുന്നതിന്റെ തിരക്കിലായിരിക്കും. എന്നിരുന്നാലും ഞാൻ പറയുക, ഈ വേക്കൻസിയിൽ ചേഞ്ചസ് വരാം. കുറയത്തില്ലടാ, കൂടത്തേ ഉള്ളൂ. എങ്ങനെയാ കൂടുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ശരി, ഇവിടെ നോക്കിയേ. പത്തനംതിട്ടയാണെന്നുണ്ടെങ്കിൽ 3 വേക്കൻസിയാണ് നിലവിലുള്ളത്. നിലവില് പത്തനംതിട്ടയിൽ 3 വേക്കൻസിയാണുള്ളത്. കോട്ടയത്ത് 21 വേക്കൻസിയാണുള്ളത്. കോട്ടയത്ത് 21 വേക്കൻസി. ഇനി കണ്ണൂർ 7 വേക്കൻസി, തൃശ്ശൂർ 24 വേക്കൻസി, ആലപ്പുഴയിൽ 7 വേക്കൻസി, കാസർഗോഡ് 13 വേക്കൻസി, കോഴിക്കോട് 4 വേക്കൻസി, ഇടുക്കിയിൽ 20 വേക്കൻസി, കൊല്ലത്ത് 1 വേക്കൻസി ഉള്ളൂ, കുഴപ്പമില്ല, അതിലേക്ക് വരാം. പാലക്കാട് 14 വേക്കൻസി. ഇനി തിരുവനന്തപുരത്ത് 1 വേക്കൻസി, മലപ്പുറത്ത് 27 വേക്കൻസി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എറണാകുളത്ത് എത്ര വേക്കൻസി ഉണ്ടോ? 29 വേക്കൻസിയാണുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ പോവാ? എങ്ങനെയായിരിക്കും ഇവിടെ കാര്യങ്ങൾ പോവാ? ടോട്ടൽ വേക്കൻസി ഉള്ളത് എത്രയാണെന്ന് നിങ്ങൾ നോക്കിക്കോ. ടോട്ടൽ വേക്കൻസി 171 വേക്കൻസിയാണുള്ളത്. ടോട്ടൽ എത്ര വേക്കൻസി ഉള്ളത്? 171 വേക്കൻസിയാണുള്ളത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ലാസ്റ്റ് അഡ്വൈസ് പോയത് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. ലാസ്റ്റ് അഡ്വൈസ് എത്രണ്ണാ പോയെ? 716 അഡ്വൈസ് ആണ് മൊത്തം കേരളത്തിൽ പോയത്. 716 അഡ്വൈസ് ആണ് മൊത്തം കേരളത്തിൽ പോയത്. അപ്പം 716 അഡ്വൈസ് എന്ന് പറയുന്നത് പല പല ജില്ലകളിലായിട്ടാണ് 716 അഡ്വൈസസ് പോയത് അന്ന്. പക്ഷെ അന്ന് സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് തന്നെ പല പല ജില്ല എന്ന് പറയുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരത്തുള്ള ആൾക്ക് എവിടെയാണ് കിട്ടുന്ന ജോലി? ചിലപ്പം കാസർഗോഡായിരിക്കും, ചിലപ്പോൾ എറണാകുളത്തായിരിക്കും. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് LSTD ഒരു നല്ല തീരുമാനം എടുത്തു എന്നുള്ളതാണ്. നാട്ടിലുള്ളവർക്ക് നാട്ടിൽ തന്നെ ജോലി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നാട്ടിലുള്ളവർക്ക് നാട്ടിൽ തന്നെ ജോലി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ അവിടെ തന്നെ നിൽക്കും എന്നുള്ള സാധ്യത കൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു കാര്യം ചെയ്യണം. ഇപ്പൊ ഒരാൾ ചോദിക്കും, കഴിഞ്ഞ തവണത്തെ അത്രയും വരുമോ KEEക്കൊക്കെ? എങ്ങനെയാ വരുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ അഡ്വൈസസ് ഇത്രയും പോകുന്നത്? ശരിക്കും LSTDയിൽ അഡ്വൈസ് പോയപ്പം ആരും പ്രതീക്ഷ കാണത്തില്ല ഇത്രയും അഡ്വൈസസ് അന്ന് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എപ്പോഴും അഡ്വൈസസിന്റെ എണ്ണം ഇത്രയും വേക്കൻസീസ് അവിടെ ഉണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും വേക്കൻസി 716 പേരെ പുതിയതായിട്ട് അവിടെ എടുത്തോ? അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അതായത് ഒരു ലിസ്റ്റ് വരുമ്പോൾ പാരലി കുറേ ലിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ലിസ്റ്റ് വരുമ്പോൾ പാരലി കുറെ അധികം ലിസ്റ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, എക്സാമിന്റെ ലിസ്റ്റ് ഉണ്ട്, ഓവർസിയർ എക്സാമിന്റെ ലിസ്റ്റ് ഉണ്ട്, ഇതിനകത്ത് എല്ലാം കോമൺ ആൾക്കാരായിരിക്കും വരുന്നത്. അപ്പൊ ഇവരെല്ലാം എന്ത് ചെയ്യും? എവിടെയാണോ അവർക്ക് ഹയർ ഗ്രേഡ് അല്ലെങ്കിൽ ഹയർ സാലറി കിട്ടുന്നത് അവിടേക്കായിരിക്കും അവർ ജോയിൻ ചെയ്യുക. അങ്ങനെയല്ലേ ചെയ്യുന്നേ? അതുകൊണ്ടാണ് ഈ വേക്കൻസീസ് ഒക്കെ അങ്ങോരെ വേക്കൻസീസ് അല്ല, അഡ്വൈസസ് അങ്ങോരെ പോകുന്നത്. വേക്കൻസീസ് ഭയങ്കര കുറവായിരിക്കും. ചിലപ്പോൾ വേക്കൻസീസ് കുറവാണെന്നുണ്ടെങ്കിൽ അഡ്വൈസ് അവിടെ വരെ പോവാം. അതായത് 716 പേരെ കേരള PSC പറഞ്ഞു, എടാ നിനക്ക് ഇവിടെ ജോലിയുണ്ട്, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞതാണ്. ഒരാൾ ചോദിച്ചിട്ടുണ്ട് അഡ്വൈസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നദുവ എന്നാണ് പേരെന്ന് എനിക്ക് തോന്നുന്നു. അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ PSCയുടെ റാങ്ക് ലിസ്റ്റിലൊക്കെ വന്നിട്ട് PSCയുടെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വേക്കൻസിക്ക് അനുസരിച്ചിട്ട് നമ്മൾ PSC പറയാണ്, ഓക്കെ നദുവ നല്ല പേര്, അപ്പൊ നദുവേനെ ഇന്നടുത്തേക്ക് പോസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ഇന്നടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് പറയുന്നില്ല, LSTD ഡിപ്പാർട്ട്മെന്റിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ്, റെഡി ആയിട്ടിരുന്നോളൂ. വേറെ എവിടെയെങ്കിലുമൊക്കെ ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് റെഡി ആയിരുന്നോളൂ, അടുത്ത ഉടനെ തന്നെ അപ്പോയിന്റ്മെന്റ് വരുമെന്ന് PSCയിൽ നിന്ന് നദുവയ്ക്ക് തരുന്ന ഇന്റിമേഷന്റെ പേരാണ് ശരിക്കും അഡ്വൈസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ അവസാനം അതിന് റിപ്ലൈ തരാം. അടുത്തേക്ക് പോവാണേ. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, ഇതാണ് നമ്മുടെ LSTD ഗ്രേഡ് 3യുടെ അഡ്വൈസ് എന്ന് പറയുന്നത്. LSTD ഗ്രേഡ് 3യുടെ അഡ്വൈസ് അല്ല, കറന്റ്ലി ഉള്ള വേക്കൻസീസ് എന്ന് പറയുന്നത് 171 വേക്കൻസീസ് ആണ് കറന്റ്ലി ഉള്ളത്. ഉറപ്പായിട്ടും ഇതിനെക്കാട്ടിലും കൂടുതലാവും ഇനി വേക്കൻസീസ് ഉണ്ടാവുക. ലിസ്റ്റ് ഏകദേശം നല്ല ലിസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി വരുന്ന വേക്കൻസീസ് എല്ലാം തന്നെ ഇതിനകത്ത് ആഡ് ആവും. അപ്പൊ നിങ്ങൾ ഉറപ്പായിട്ടും എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തോളൂ. ഇതിനകത്ത് എനിക്കറിയാം, ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരാൾക്ക് 1 വേക്കൻസി അല്ലേ ഉള്ളൂ,
അല്ലെങ്കിൽ കൊല്ലത്ത് നിന്ന് അപ്ലൈ ചെയ്ത് ഞാൻ എന്തിനു ഇനി പഠിക്കണം, ഒരു വേക്കൻസി അല്ലേ ഉള്ളൂ. വേക്കൻസിയുടെ കാര്യത്തിലേക്ക് വരാം. എങ്ങനെയാണ് ഈ വേക്കൻസി കട്ട് ഓഫും കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അതിന് മുന്നേ ഇനി ബാക്കി ഏതൊക്കെ എക്സാമുകളാണ് ഉള്ളത് എന്നുള്ളതും കൂടെ പറഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് അതിലേക്ക് പോവാം. യൂണിവേഴ്സിറ്റീസിൽ കഴിഞ്ഞ തവണ 213 അഡ്വൈസ് പോയ ആളാണ്. കഴിഞ്ഞ തവണ യൂണിവേഴ്സിറ്റിയിൽ 213 അഡ്വൈസസ് ആണ് ഓവർസിയറിൽ പോയത്. അത് എന്തുകൊണ്ടാണ്? യൂണിവേഴ്സിറ്റിയിൽ അത്രയും വേക്കൻസി ഉണ്ടായിട്ടാണോ? അല്ല, പാരലി കുറെ അധികം ലിസ്റ്റ് വരും. അപ്പൊ അവിടെ നമുക്ക് പോസിബിലിറ്റീസ് കൂടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. വേക്കൻസി എന്ന് പറയുന്നത് നോക്കി നമുക്ക് അങ്ങനെ ഒരുപാട് വേക്കൻസി വരില്ലേ, ഒരുപാട് വേക്കൻസി വന്നാലേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയാലേ പറ്റുള്ളൂ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വൺ ഡേ നിങ്ങൾക്ക് ആ അഡ്വൈസ് നിങ്ങളുടെ PSC പ്രൊഫൈലിലേക്ക് എത്തും. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തത് LSTDയിൽ തന്നെ ട്രേസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കുണ്ട്. ആർക്കിടെക്ചറൽ വിങ് ആണെന്ന് തോന്നുന്നു. അവിടെ ട്രേസർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. വീണ്ടും സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷനിലുണ്ട് ട്രേസർ. സാധാരണഗതിയിൽ സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷനിലും ട്രേസറിന് വിളിക്കാറുണ്ട്. ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരു പ്രയോറിറ്റി സെറ്റ്, ഇതിനകത്ത് ഒരു പ്രയോറിറ്റി സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ KEE ഗ്രേഡ് 2 കിട്ടുന്നവരെല്ലാം എന്തോ ആയിരിക്കും, അതിലേക്കല്ലേ പോവുള്ളൂ. LSTD ഗ്രേഡ് 3 കിട്ടുന്നവരെല്ലാം എന്ത് ചെയ്യും? ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യുന്ന LSTD ആയിരിക്കാം. കാരണം അത് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. LSTDയിൽ ജോലിഭാരമുണ്ട്. ജോലിഭാരം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് ഫാക്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം. അപ്പോൾ ജോലിഭാരമൊക്കെ ഉണ്ട്, എന്നിരുന്നാലും കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്യാം. ട്രേസറിന്റെ ജോബ് പ്രൊഫൈൽ എന്താണോ ഓവർസിയറിന്റെ ജോബ് പ്രൊഫൈൽ അത് തന്നെയാണ് ട്രേസറിന്റെ ജോബ് പ്രൊഫൈല്. ഓരോ ഡിപ്പാർട്ട്മെന്റ് അനുസരിച്ച് ചേഞ്ച് വരും. ട്രേസർ മേ ബി ഡ്രോസ്മാനെ പോലെ വരയ്ക്കുന്ന ആളാവാം. അപ്പം അത് 3rd ഗ്രേഡ് ഓവർസിയറിന്റെ ലെവലിലുള്ള ഒരു പരീക്ഷയാണ്. അപ്പം ഗ്രേഡ് 3 ലെവലിലുള്ള പരീക്ഷകളാണ് അതെല്ലാം. അപ്പൊ അതിലേക്ക് വരാം. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന്റെ പാറ്റേണിലേക്ക് ഒന്ന് പോയാലോ. എക്സാമിന്റെ പാറ്റേൺ നിങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ട് കാണുന്ന, ആദ്യമായിട്ട് എക്സാം ഒക്കെ എഴുതുന്നവരെ എന്നെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. സാധാരണഗതിയിൽ 100 മാർക്കിനാണ് എക്സാം ഉണ്ടാവുക. 1.5 മണിക്കൂറാണ് പരീക്ഷ ഉണ്ടാവുക. ഈ 1.5 മണിക്കൂർ പരീക്ഷയിൽ ഓരോ ചോദ്യത്തിന് 1 മാർക്കാണുള്ളത്. ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഒരു ചോദ്യത്തിന് 1 മാർക്കാണുള്ളത്. ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഒരു ചോദ്യത്തിന് 1 മാർക്കാണ് ഉള്ളതെന്നും ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് പോകും എന്നുള്ളതും പെട്ടെന്നൊന്ന് കമന്റ് ചെയ്തേ. ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര മാർക്ക് നമുക്ക് പോകും? ആൻസേഴ്സ് വരുന്നുണ്ട്. പോന്നോട്ടെ. 0.33 പറയുന്നുണ്ട്. കുറെ പേര് 0.33 പറയുന്നുണ്ട്. ശരിയായിട്ടുള്ള ഉത്തരം കുറേ പേര് ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് പ്രശ്നം. എന്താണ് നമ്മൾ എഴുതാൻ പോകുന്ന എക്സാം എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണം. നമുക്കൊരു പരീക്ഷയിൽ എത്ര മാർക്ക് നമുക്ക് നഷ്ടപ്പെടും എന്നുള്ളത് നമ്മൾ അറിയണം. എങ്ങനെയാണ് ഇത് അറിയുന്നത്? നിങ്ങൾ കൃത്യമായിട്ട് ഇത് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം, പരീക്ഷകൾ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് അത് ചെയ്യണ്ടേ. ഇതിനകത്ത് കുറേ പേര് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. 0.33 ആണ്ട നെഗറ്റീവ് മാർക്കാണ്. നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് ആ ചോദ്യം തെറ്റുമ്പോൾ നമുക്ക് 0.33 ആണ് ആ ചോദ്യത്തിൽ നിന്ന് നഷ്ടപ്പെടുക. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എത്ര മാർക്കാണ് നഷ്ടപ്പെടുന്നത്? 1.33 ആണ്. ആ ചോദ്യം തെറ്റിയതിന്റെ മാർഗം 0.33 ശരിയായിട്ടുള്ളതിനും കൂടെ നഷ്ടപ്പെടുത്തില്ലേ? 1.33 അല്ലേ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അതായത് നമ്മൾ ഒരെണ്ണം ശരിയാക്കി ഒരെണ്ണം തെറ്റിച്ചു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര മാർക്കാണ് നമുക്ക് പോകുന്നേ? പാടായിരിക്കും. ശരി, നിങ്ങളൊന്ന് ആലോചിക്കൂ, എത്ര മാർക്കാണ് പോകുന്നതെന്ന് നിങ്ങളൊന്ന് ആലോചിക്കൂ. വീണ്ടും ഇപ്പൊ പുതുതായിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തേ. ശരി, അടുത്തിലേക്ക് പോവാം. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു സിലബസ് ഓവർവ്യൂ എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി നിങ്ങൾ സിലബസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഈ സിലബസിൽ എങ്ങനെയാണ് നിങ്ങളിപ്പോൾ ഇന്നലെ വന്ന ഫസ്റ്റ് ഗ്രേഡിന്റെ സിലബസിൽ ശരിക്കും കുറച്ച് പേരൊക്കെ ഞെട്ടി ചോദിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? സാറേ ഇത് തന്നെയാണോ സിലബസ്? ഇത് തന്നെയാണോ? ഇനി എങ്ങാനും മാറുമോ? എന്തുവാ പ്രശ്നം? ഗായത്രി ചോദിച്ചു, സാറേ സിലബസ് ചേഞ്ച് ആയിട്ടില്ലേ? ചേഞ്ച് ആയിട്ടുണ്ടല്ലോ, അതിലേക്കാണ് വരുന്നത്. ഇനി എങ്ങാനും മാറുമോ? ഇത് കുറച്ച് പേര് അങ്ങനെ ഒരു ആദ്യമുണ്ട്, മാറുമോ? എനിക്ക് അറിയാൻ മേല, ശരിക്കും പറഞ്ഞാൽ അറിയാൻ മേല. PSCക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ മേ ബി പറ്റാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും സിലബസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അത് കാറ്റഗറി വെച്ചിട്ട് ഇട്ടതാണ്. ഇപ്പം നിലവിൽ മാറിയിട്ടില്ല. മീൻസ് ഫസ്റ്റ് ഗ്രേഡിന്റെ സിലബസ് അല്ല വന്നിരിക്കുന്നത്, ഒരു സെക്കൻഡ് ഗ്രേഡ് ലെവലിലുള്ള സിലബസ് ആണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ എല്ലാവരും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്, സാറേ GT ഒന്നും ഇല്ല എന്ന് പറയും. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഫസ്റ്റ് ഗ്രേഡിന്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് അറിയാവുന്നത്. PWD ഗ്രേഡ് 1 ഉള്ളത് കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. പക്ഷെ ഇത് കുറച്ചും കൂടെ സെക്കൻഡ് ഗ്രേഡ് 3rd ഗ്രേഡ് ലെവലിലുള്ള പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് ഉള്ള സിലബസിനെ പോലെയാണ് കൊടുത്തേക്കുന്നത്. GT ഇല്ല, FM ഇല്ല, അതാണ് പറയുന്നത്. GT ഇല്ല, FM ഇല്ല,
എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഇല്ല. എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഇല്ലേ, സാനിറ്ററി എഞ്ചിനീയറിംഗ് ഇല്ലേ സിലബസിൽ? ഓക്കെ. എനിവേ നമുക്ക് ഞാൻ ജനറൽ ആയിട്ടുള്ളതും പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ വന്ന സിലബസിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെയിറ്റേജ് എന്ന് കൊടുത്തിരിക്കുന്ന ഇന്നലെ വന്നിരിക്കുന്ന സിലബസിനെ ബേസ് ചെയ്ത് കേട്ടോ. ഉറങ്ങുന്നവരെല്ലാം ഒന്ന് കേൾക്കണേ. ഇന്നലെ വന്ന സിലബസിനെ ബേസ് ചെയ്തിട്ടാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസിന് 15 മാർക്ക്. ജനറലി നമുക്ക് എങ്ങനെ പറയാം, ഒരു ഓവർസീർ എക്സാമിന് ജനറലി എത്ര മാർക്കിന് ചോദിക്കാം? 10 തൊട്ട് 15 മാർക്കിനൊക്കെ വരെ ചോദിക്കും. ഇതൊക്കെ ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്, സിലബസിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഇനി കൺസ്ട്രക്ഷൻ ടെക്നോളജി BC ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്, അത് എത്രയാണ്? 15 മാർക്കിനാണ് ഇന്നലെ വന്ന സിലബസിലുള്ളത്. അതും ഈ 10 തൊട്ട് 15 വരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കൊണ്ട് ചിലപ്പോൾ 20 വരെ പോയേക്കാം കേട്ടോ. ഇനി ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് അല്ലെ, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് നല്ല സബ്ജക്റ്റ് ആണ്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങും ഇത്തവണ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടായിരുന്നു? ബിൽഡിംഗ് ബൈലോസും കൂടെ അതിനകത്ത് ചേർത്തിട്ടാണ് ചോദിക്കുന്നത്. ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കാറുണ്ട്, ബിൽഡിംഗ് ബൈലോസ്. അപ്പം ആ ബിൽഡിംഗ് ബൈലോസും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ് എന്നാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ശരി, അതിനും 8 തൊട്ട് 12 മാർക്ക് വരെയൊക്കെയാണ് യൂഷ്വലി ചോദിക്കുന്നത്. ഇന്നലെ 10 മാർക്കിനാണ് സിലബസിലുള്ളത്. ഇനി RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചർ. RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചറിന് ജനറലി എത്രയാ? 8 തൊട്ട് 12 മാർക്കിന്. ഇതിൽ എത്ര ഉണ്ട്? 10 മാർക്കിനാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഈ RCC. RCC നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് ഈ RCC. നമ്മുടെ അതുപോലെ BC കൺസ്ട്രക്ഷൻ BC BM ഇതെല്ലാം എല്ലാ പരീക്ഷയ്ക്കും പഠിക്കാന്നേ, എല്ലാ പരീക്ഷയ്ക്കും വേണ്ടതെന്നേ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് അതൊക്കെ പഠിച്ചേക്കണം. ശരി, അതിലേക്ക് വരാം. ഇനി പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ്, നേരത്തെ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് എന്തുവാടാ? എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗിന്റെ ഒരു പാർട്ടാണ്. ഇന്നത്തെ വന്ന സിലബസിൽ 5 മാർക്കിനാണോ ഉള്ളത്? സാധാരണ 5 തൊട്ട് 10 മാർക്കിനൊക്കെ ചോദിക്കുള്ളൂ. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പം നിങ്ങളത് സിലബസ് നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം. നിലവിൽ ഫസ്റ്റ് ഗ്രേഡിന്റെ സിലബസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രേഡിന്റെ സിലബസ് വന്നിരിക്കുന്നത് ആ ലെവലിലുള്ള സിലബസ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് ലെവലിൽ കുറച്ചും കൂടെ എന്താ പറയുന്നത്, ഈസി ആയിട്ടുള്ള ഒരു സിലബസ് ആണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, ഇനി ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലേക്ക് വരുവാണെങ്കിൽ ജനറൽ ആയിട്ട് കൊടുത്തിട്ടുള്ള റോഡ്സ് ഉണ്ട്, റെയിൽവേസ് ഉണ്ട്, ബ്രിഡ്ജസ് ഉണ്ട്, ടണൽസ് ഉണ്ട്. 10 മാർക്കിനാണ് ഇന്നലെ വന്ന സിലബസിലുള്ളത്. 10 തൊട്ട് 15 സ്ഥിരമായിട്ട് ചോദിക്കുക. ഇനി ഇറിഗേഷൻ എഞ്ചിനീയറിംഗിലേക്ക് വരുന്നു. ഉറപ്പായിട്ടും ഒരു ഓവർസിയർ എക്സാമിന് പഠിക്കേണ്ടുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. കാരണം എല്ലാ പരീക്ഷയ്ക്കും പഠിക്കുന്ന ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ നോക്കിയാലും നിങ്ങൾ പഠിക്കണം ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് 8 തൊട്ട് 10 മാർക്കിനാണ് ചോദിക്കുക. ഓക്കെ ആണോ? ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ്റ്റിമേഷൻ ഇതേ കാര്യമാണല്ലോ. എസ്റ്റിമേഷൻ ബാക്കിയുള്ള സബ്ജക്ട് പരീക്ഷയ്ക്ക് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പഠിക്കാനുണ്ടോ അതെല്ലാം പോയി പഠിക്കേണ്ടതാണ്. ഏതിന്? ഓവർസിയർ എക്സാമിന്. ഈച്ച് ആൻഡ് എവറി പോയിന്റ് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ കാര്യങ്ങൾ കുറച്ച് നമ്മൾ കണക്കും പ്രോബ്ലം ഒക്കെ ചെയ്യും. രണ്ടാമത്തെ ആണെങ്കിൽ കുറേ ടെക്നിക്കൽ ടേംസ് പഠിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു സബ്ജക്റ്റ് ആണ് എസ്റ്റിമേഷൻ. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആണ്. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ എക്സാമുകളൊക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇതിനകത്ത് ഇരിക്കുന്നത്. ഇവിടെ പഠിക്കുന്ന ആൾക്കാരുണ്ടാവാം. സിവിലിയൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. നിങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ളത് എസ്റ്റിമേഷൻ, BM, BC, RCC, അതുപോലെ തന്നെ നമ്മളുടെ ഗ്രാഫിക്സ് ഓവർസിയർ എക്സാമിനേ ഉള്ളൂ. ഗ്രേഡ് 1 ലെവലിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആ ലെവലിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൂട്ടുക. ശരി, സർവേയിങ് ഇതേ സെയിം കാര്യം. സർവേയിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സർവേയിങ്ങിന് നോക്കി 10 തൊട്ട് 15 മാർക്ക് വരെയാണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് 10 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് കുറച്ച് പേർക്കൊക്കെ എനിക്ക് സ്ഥിരമായിട്ട് എന്നോട് ഒരാൾ പറയുന്ന ഒരു കാര്യമാണ്, ഒരു കൺസേൺ. എനിക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് അങ്ങോട്ട് ശരിയാവണില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുക, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ഇതൊന്ന് സെറ്റ് ആവുക. എപ്പോഴും ആ സബ്ജക്റ്റ് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനൊരു ബേസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ബേസ് ആവശ്യമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുമ്പോഴുമാണ് നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഒന്ന് കൈപ്പിടിയിലാക്കാൻ പറ്റുന്നത്. അത് നിങ്ങളൊന്ന് നോക്കിക്കോണം ഞാൻ ഈ പറഞ്ഞ കാര്യം. ശരി, എഞ്ചിനീയറിംഗ് മെക്കാനിക്സിന് 8 തൊട്ട് 12 മാർക്കിനാണ്. മെക്കാനിക്സിന്റെ സിലബസിൽ മോസ് കൂടെ ഇല്ലേ? വരാം. മോസ് എന്ന് പറയുന്നത് ഒരുപാട് മോസ് വരത്തില്ല. സ്ട്രെസ് എന്താണ്, സ്ട്രെയിൻ എന്താണ്, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും വരിക. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യാം, അത് എളുപ്പത്തിൽ നമുക്ക് മെക്കാനിക്സ് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സിമ്പിളായിട്ട് ചെറിയ പോർഷനേ ഉള്ളൂ. അപ്പം അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ വേണ്ടി പറ്റും. സ്ട്രെസ്സും സ്ട്രെയിനും ചെറിയ ചെറിയ ടേംസ് ആണ് ഇതൊക്കെ. ഓക്കെ, ശരി, ഇതാണ് നമ്മുടെ സിലബസിന്റെ ഒരു ഓവർവ്യൂ ആണ് ഞാൻ പറഞ്ഞ കേട്ടോ. ഡീറ്റെയിൽഡ് സിലബസിന്റെ ഒക്കെ വീഡിയോ ഇന്നലെ ഞാൻ കണ്ടു. ഇന്നലെ ബിജിൻ സാറ് ഇന്നലെ യൂട്യൂബിൽ കൊടുത്തേക്കുന്ന കണ്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഡീറ്റെയിൽഡ് സിലബസിന്റെ ഒക്കെ വീഡിയോ അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കണ്ടേക്കണം കേട്ടോ. കുറേ പേര്
നിങ്ങൾ കണ്ടിട്ടുണ്ട് ആ വീഡിയോ. അപ്പോൾ നിങ്ങൾക്കൊന്ന് പോയി നോക്കണം എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നുള്ളത് നമ്മൾ അറിയണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് അത് ഉപകരിക്കപ്പെടും. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത്. ആരാണ് ഇവൾ? പറയാം, നിങ്ങൾക്ക് അറിയാവുന്ന ആളായിരിക്കും. അപ്പോൾ ഒത്തിരി പേരുടെ ഡൗട്ടാണ്. ഇന്നലെ എക്സാമിൻ്റെ സിലബസ് വന്നപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു, ഇത് എന്താണിത്, ആരാണ് നിമി? നിമിയെ പറ്റി അറിയാമോ? ഓ, നിങ്ങൾ കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കുവാണോ? ഇല്ല, കമൻറ്റ് ചെയ്തേ. നിങ്ങൾക്ക് എന്താ നിമിയെ പറ്റി അറിയാവുന്നേ? ഞാൻ ഇനി പുതിയതായിട്ട് കൊണ്ടുവന്ന ആളൊന്നും അല്ലേ നിമി. ഇല്ല, ആരും മിണ്ടുന്നില്ല. IT, ഓക്കെ കുറേ പേര് IT എന്നൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നാളെ എക്സാം ചെയ്യുന്ന ആപ്പോ? ഒയ്യോ, എക്സാം ചെയ്യുന്ന ആപ്പാണോ നിമി? അങ്ങനെ ആപ്പുണ്ട്? എനിക്കറിയത്തില്ല കേട്ടോ, നിങ്ങൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരുന്നുള്ളൂ, അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഓക്കെ, IT ലെവൽ ടെക്സ്റ്റാണ് രേഷ്മ ഗിരീഷ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞതാണ്. നിങ്ങൾ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കാണ്, ഒക്കെ ശരിയാണ്. നിമി നമ്മൾ ക്ലാസ്സിലൊക്കെ പറയുകയാണ്, ആരാണ് അവൾ എന്നൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ കുട്ടികളോട് പറയാറുണ്ട്. എന്താ, നിമിയാണ് ശരിക്കും വളരെ വളരെ ഒരു കീ ഫാക്ടറായി മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു 2nd ഗ്രേഡ് 3rd ഗ്രേഡ് ലെവൽ എക്സാമിന് ഒരു കീ ഫാക്ടർ നിമി ടെക്സ്റ്റ് ബുക്കായി മാറിക്കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 2nd ഗ്രേഡ് 3rd ഗ്രേഡ് ലെവലിലുള്ള പരീക്ഷകളുടെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ITA ആണ്, ITA സിവിൽ എന്നുള്ളതാണ്. ഇനി ഇന്നലെ വന്ന കുറേ പേർക്ക് വന്ന ഒരു ഡൗട്ടാണ്. ഇന്നലെ ഒരു സിലബസ് വന്നു. അപ്പോൾ ഇനി നിമി പഠിക്കണം, നിമി ബേസ് ചെയ്തിട്ടാണോ ഇനി ക്വസ്റ്റ്യൻ വരിക? എങ്ങനെയാണത്? ഞാൻ പറഞ്ഞു, ഏതാണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ? പിള്ളേരെ ശ്രദ്ധിച്ച് കേട്ടോണം. ഏതാണ് നമ്മുടെ ബേസിക് ക്വാളിഫിക്കേഷൻ? പരീക്ഷ അപ്ലൈ ചെയ്യുന്ന പരീക്ഷയുടെ ബേസിക് ക്വാളിഫിക്കേഷൻ ഏതാണ് കൊടുത്തിട്ടുള്ളത്? ആ ബേസിക് ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരിക. അതങ്ങനെയല്ലേ വരുള്ളൂ. ഇനി ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ എന്ത് ലെവലിലുള്ള പരീക്ഷയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. എന്തുവാ? ഡിപ്ലോമയും ബിടെക്കാർക്കാണ് ഉണ്ടാവുക. അപ്പം ഡിപ്ലോമ ലെവലിലാണ് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് വരിക, 100% ഉറപ്പാണ്. അതിനകത്ത് നിമിയെ ഇട്ട് കൂട്ടിക്കുഴച്ച് നിങ്ങൾ കുളമാക്കരുത്. പക്ഷെ നിമി പഠിക്കണം. നിമി ഏതിന് പഠിക്കണം? നിങ്ങളുടെ 3rd ഗ്രേഡ് എക്സാമിനും അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 2നും അതുപോലെ തന്നെ LSTD ഗ്രേഡ് 3 എക്സാമിനും നിങ്ങൾ പഠിക്കണം. നിമി പഠിക്കണം. നിമി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിമി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയണം. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണെന്നറിയാം, നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, നിമിയിലുള്ളതും അറിയണം, സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ എന്നാണെന്നും അറിയണം. പണ്ടൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും ഒരെണ്ണം അങ്ങ് പഠിച്ചാൽ മതി. പക്ഷെ നമുക്ക് മടിയാണല്ലോ. നമുക്ക് ഇന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറ് ക്ലാസ്സിൽ പറയും നിമിയിൽ പറഞ്ഞിട്ടുണ്ട്, അവൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അത് പഠിച്ചു വെക്കണമെന്നൊക്കെ സാറ് പറയും. പക്ഷെ എന്നാ പ്രശ്നം എന്നറിയാമോ? എന്താ, ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് ഇനി അതും പഠിക്കണം ഇതും പഠിക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ഒരെണ്ണം ഒന്ന് സ്കിപ്പ് ചെയ്യും. സൂക്ഷ്യം പോലെ അതായിരിക്കും പരീക്ഷയ്ക്ക് വരിക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം നിമി ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. ഭയങ്കര വിരസതയാണ് നിമി വായിക്കുക എന്ന് പറഞ്ഞാൽ. അത്ര എനിക്ക് മനസ്സിലാവും, ഞാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിമി വായിക്കുന്നതാണ്. അപ്പം നിമിയിൽ തെറ്റുകളുണ്ട് കേട്ടോ, നിമിയിൽ തെറ്റുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയണം. തെറ്റുകളുണ്ട്, അതെന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു IS കോഡ് നിമിയിൽ കൊടുത്തിരിക്കുകയാണ്, നിമിയിൽ കൊടുത്തിട്ടുണ്ട്, അത് തന്നെ ഉത്തരമായി വരണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റുമോ? IS കോഡ് എന്ന് പറയുന്ന ഒരു ഫാക്ച്വൽ ഉത്തരവാണുണ്ടോ? അത് IS കോഡ് അങ്ങനെയാണ്. IS കോഡിന്റെ നെയിം അതാണ്. നിമിയിൽ കൊടുത്തിരിക്കുന്ന തെറ്റാണ്. അപ്പോൾ നമ്മൾ പരീക്ഷയിലൊക്കെ പോയിട്ടൊന്ന് ചലഞ്ച് ചെയ്യും ചില കുട്ടികൾ, അത് നിമിയിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ആണല്ലോ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെ ചലഞ്ച് ചെയ്യാൻ പാടില്ല. ഇത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഒരു സ്വാർത്ഥത ഉണരും എപ്പോഴും. അത് ഞാൻ ഇങ്ങനൊരു വേദിയിൽ പറയാം, എപ്പോഴും നമുക്ക് പരീക്ഷ കഴിയുമ്പോഴത്തേനും ഒരു സ്വാർത്ഥത ഉണരും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എഴുതിയത് മാത്രം ശരിയാവണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറയും. ഒരാൾ ചോദിച്ചു, കറക്റ്റ് ചോദ്യമാണ്, എവിടെയാണ് നിമി ബുക്ക് കിട്ടുന്നത്? അവിടെ ഞാൻ പറഞ്ഞുതരാടാ, നിങ്ങൾ അത് പറഞ്ഞു തരാനാണ് ഞാൻ വന്നേക്കുന്നത്. നിമി ബുക്ക് കിട്ടുന്നത് എല്ലാവരും നോക്കി വെച്ചോണം, അറിയാത്തവരെല്ലാം നോക്കിക്കോ. കുറച്ച് പേർക്കൊരു ധാരണയുണ്ട് കേട്ടോ, എന്താണെന്നറിയാമോ, സിവിലിയൻസിൽ ഈ ബുക്ക് കിട്ടും എന്ന്. സിവിലിയൻസിൽ ഈ ബുക്ക് കിട്ടില്ലടാ. നിമി ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ bharatskills.com നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. bharatskills.com എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങൾ അവിടെ കുറേ സാധനങ്ങൾ കാണാം. അതായത് ITയിലുള്ള കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടത്തില്ല, നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ വെക്കാം. ഇനി ഒരാൾ ചോദിക്കുന്നത് KWAക്ക് മെക്ക് നിമി ബുക്ക് ഉണ്ടോ? സിവിൽ ആപ്പിൽ ഇല്ലടാ. ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഭാരത് സ്കിൽസ് എന്ന് പറയുന്നത് നമ്മളുടെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ എന്തോ സാർ, ഇപ്പോൾ നിമി ആൻഡ് കോഡ് ഓപ്ഷൻ ഉണ്ടെങ്കിൽ കോഡല്ലേ എടുക്കാവൂ? ഉറപ്പായിട്ടും കോഡ് എടുക്കാവൂ. നമ്മൾ എങ്ങനെയാണ് നിമിയിലോ ഇത് നിമിയിൽ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാൻ പറ്റുമോ?
ഇല്ല, കോഡിന്റെ പേര് കോഡ് തന്നെയാ. കോഡിന്റെ പേര് എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം 10711 ഏതിന്റെ കോഡാ? പെട്ടെന്ന് പറയും. 10711 ഏതിന്റെ കോഡാ? അറിയാവുന്നവരൊക്കെ പറഞ്ഞു. പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സനൂപ് നീ സൂപ്പറാണ് മോനെ, നീ പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞില്ലേ. സനൂപ് പറഞ്ഞു, ഗായത്രി പറഞ്ഞു, ഓക്കെ ജിനു പറഞ്ഞു. ഓക്കെ, ഡ്രോയിങ് ഷീറ്റിന്റെ കോഡാ. അടിപൊളിയാണ്, നിങ്ങൾ സൂപ്പർ പിള്ളേർ കേട്ടോ. നിങ്ങൾ പഠിക്കുന്നുണ്ട്, വളരെ നല്ല. 10711 എന്ന് പറയുന്നത് നമ്മുടെ ഡ്രോയിങ് ഷീറ്റിന്റെ കോഡാണ്. ഇത് നിമിയിൽ കൊടുത്തിരിക്കുന്ന വേറെ ആണെന്ന് കരുതി അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഇത് സ്റ്റാൻഡേർഡ് കോഡാണ്. നമ്മളിത് ഹാർബർ സെക്കൻഡ് ഗ്രേഡ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ഇത് ഏതാണ് ഡ്രോയിങ് ഷീറ്റിന്റെ കോഡ് എന്നുള്ളതാണ് ചോദിച്ച ചോദ്യം. അപ്പൊ ഇത് നിങ്ങൾ മറന്നു പോരുത്. അപ്പൊ നിമിയിലുള്ളതെന്ന് നിമിയിൽ അങ്ങനെ കോഡ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ശരിയാവണമെന്നില്ല. കോഡിന്റെ പേരൊക്കെ കൃത്യമായിട്ട് അത് തന്നെയായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഭാരത്സ്കിൽസ്.com പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണണം, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ട്രേഡിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. സിവില്, മെക്കാനിക്കല്, ഇനി വേറെ ഏതെങ്കിലും ആണെങ്കിൽ സിവിലിന്റെ തിയറി ബുക്ക് ഉണ്ട്. സെമസ്റ്റർ 1, സെമസ്റ്റർ 2 എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെച്ചോ. ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? വായിക്കുക. ഒന്ന് പ്രിന്റ് എടുത്ത് സ്പൈറലൊക്കെ ആക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ക്ലാസ് എവിടെന്നെങ്കിലും, ഇപ്പോൾ ഇവിടെ സിവിൽ സയൻസിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ, ഇനി പുറത്ത് വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവരും എന്ത് ചെയ്യണം? പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു കഴിഞ്ഞിട്ട് നിമി ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കണം. നിമി ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നത് നല്ലതാണ്, നമുക്ക് തന്നെ അത് ഗുണമാണ്. നിമി ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ എന്തുവാണെന്ന് അറിയാം. എക്സാമിന് സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് ലെവലുള്ള എക്സാം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പറയാം. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഏതാണ്? ഓരോ ടെക്സ്റ്റ് ബുക്ക് പോയി വായിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന നോട്ട്സ് തന്നെ മതിയാവും. സിവിൽ സയൻസ് പഠിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന നോട്ട്സ് നിങ്ങൾ നോക്കിയാൽ മതിയാവും. ഇനി അല്ല, നിങ്ങൾ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് ഓരോന്നും പോയി നോക്കി പഠിക്കുക എന്ന് പറയുന്നത് അത്രയും ഭയങ്കര പാടുള്ള ടാസ്ക്കാണ്. ഞാൻ നിമി ടെക്സ്റ്റ് ബുക്ക് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ അതുപോലെ അങ്ങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ക്ലാസ്സിലെ നോട്ട്സ് തന്നെ മതിയാവും. അതിലേക്ക് ഞാൻ വരാം കേട്ടോ, അതിലേക്ക് വരാം. എങ്ങനെയാണ് നോട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. ശരി, അങ്ങനെയാണെങ്കിൽ നിമിയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി. എവിടുന്നാണ് ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത കാര്യത്തിലേക്ക് പോവാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ആൾക്കാരിലേക്ക് പോവാണ്. കുറച്ച് ആൾക്കാർക്ക് ഒരു ധാരണയുണ്ട്. എന്നാണെന്നറിയാമോ? എന്താണ് ധാരണ? ഇപ്പൊ ചില ആളുകൾ എന്നെ എപ്പോഴും പരീക്ഷ കഴിഞ്ഞിട്ടൊക്കെ ചോദിക്കുന്നതാണെന്ന്. എന്താണെന്നറിയാമോ? സാറേ, പരീക്ഷ ഇന്ന് കഴിഞ്ഞു, എത്ര വരും കട്ട് ഓഫ്? ഏട്ടാ എനിക്ക് ദൈവം അത്രയ്ക്ക് കഴിവ് തന്നിട്ടില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല അതെങ്ങനെയാ ചോദിക്കുന്നതാണ്. എന്നോടുള്ള പ്രതീക്ഷ കൊണ്ടും സാർ എന്തെങ്കിലും പറയുമല്ലോ എന്നുള്ള പ്രതീക്ഷ കൊണ്ട് കുട്ടികൾ ചോദിക്കുന്നതാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് എത്രയാണ് കട്ട് ഓഫ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണ് ഇത് അനലൈസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പം ഞങ്ങളെ പോലുള്ള അധ്യാപകർ എങ്ങനെയാണ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യും? മാർക്ക് റേഞ്ച് പറയും. നിങ്ങൾ കാണാറില്ലേ, സിവിലിയൻസിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ പറയാറുണ്ട് ഈ റേഞ്ചിലുള്ള എത്ര പേരുണ്ട്. അപ്പോൾ പോൾ ഇടുമ്പോൾ ഒരുപാട് പേര് അവരുടെ റേഞ്ച് ഓഫ് മാർക്ക് പറയാറുണ്ട്. അപ്പം ഈ ഏജിനെ പറ്റി പറയാം കേട്ടോ, മാറിപ്പോയതാണ്. അപ്പം ഈ റേഞ്ച് ഓഫ് മാർക്ക് പറയുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് അറിയാൻ പറ്റും, എടാ ഇത്രയൊക്കെയാണ്. ഇനി അത് മാത്രമാണോ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ? കുട്ടികൾ എഴുതുന്ന അവരുടെ ടഫ്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണോ അതിന്റെ ഫാക്ടർ? അല്ല. എത്ര വേക്കൻസി ഉണ്ട്? ഒരു വേക്കൻസി ഉള്ളൂ, അല്ലെങ്കിൽ 2 വേക്കൻസി ഉള്ളൂ. ഞാൻ പറയാണ്, ഓക്കെ, ഒരു 50 മാർക്ക് ആയിരിക്കും കട്ട് ഓഫ്. സാധാരണ ഇതിൽ ഒരു ഓവർസിയർ എക്സാമിന് 70+ ഒക്കെയാണ് കട്ട് ഓഫ് വരിക എപ്പോഴും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? അതൊന്ന് ഐഡിയ വേണം നമുക്ക്, എന്തൊക്കെയാണ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളൊരു ഐഡിയ വേണം. അപ്പോൾ എത്ര വേക്കൻസിയാണ്, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്, ലാസ്റ്റ് എത്ര അഡ്വൈസസ് ഒക്കെ പോയി എന്നുള്ളൊരു ഐഡിയ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു സാധനം വേക്കൻസി ഡിപ്പെൻഡ് ചെയ്യൂടാ, വേക്കൻസിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മറന്നു പോകരുത്. അപ്പോൾ കട്ട് ഓഫ് എന്ന് പറയുന്നത് വേക്കൻസി ഉറപ്പായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും കട്ട് ഓഫ് പ്രവചിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു അധ്യാപനം പറ്റില്ല കേട്ടോ. അപ്പം തന്നെ ഒരു പരീക്ഷ കഴിഞ്ഞ് അതിൻ്റെ കട്ട് ഓഫ് പറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ അത്രയ്ക്ക് അധികായരായിട്ടുള്ള ആൾക്കാരായിരിക്കണം. എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. എനിവേ, അപ്പോൾ ഇതാണ് കേസ്. അപ്പം ഞാനേ ഒരാളെ പറ്റി പറയാം. നിങ്ങൾ സിവിലിയൻസിൻ്റെ എല്ലാ ആഡിലും ഒക്കെ കാണുന്ന ഒരാളാണ് കേട്ടോ. ഒരു ഫാക്റ്റായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു യാഥാർത്ഥ്യം സംഭവിച്ച ഒരാളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് PSCയുടെ ചരിത്രത്തിൽ ആദ്യമായി എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ടെക്നിക്കൽ PSCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാൾക്ക് 100-ൽ 100 മാർക്ക് കിട്ടിയതാണ്. 100-ൽ 100 മാർക്ക് കിട്ടി, ഫുൾ മാർക്ക്. ശില്പ പറഞ്ഞു ഫുൾ മാർക്ക് കിട്ടി. നിങ്ങൾ കണ്ടായിരുന്നോ? പയ്യൻ്റെ പേര് അദ്വൈത് വിലാസ് എന്നാണ്. ഇപ്പോൾ ആള് PWD AE ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. എനിവേ, അപ്പം അദ്വൈത് വിലാസിന് വർക്ക് സൂപ്രണ്ടിന്റെ പരീക്ഷയ്ക്ക്, അദ്വൈത് വിലാസ് നടന്ന സംഭവമാണ് കേട്ടോ. അദ്വൈത് വിലാസ് എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് 100 മാർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എടാ പോടാ, 100 മാർക്ക്
സിവിലിയൻ PSC തന്നെ ഒരു 5 മാർക്ക് ക്യാൻസൽ ചെയ്യും. അപ്പം നമ്മൾ ഒരിക്കലും അവനോട് ഞാനിങ്ങനെ പറയാണ്, കാഷ്വലായിട്ട് പറയാണ്. അവൻ പറഞ്ഞു, അല്ല സാർ ഞാൻ ഫൈനൽ ആൻസർക്ക് നോക്കി 100 മാർക്ക് കിട്ടി. ഓക്കെ, എനിവേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ, റാങ്ക് ലിസ്റ്റ് വന്നു. ഒരു മാസം കഴിഞ്ഞു, റാങ്ക് ലിസ്റ്റ് വന്നു. അപ്പം ഞാനിവിടെ ഉണ്ട്, സിവിലിയൻസ് നിൽക്കുകയാണ്, ഇവിടെ തിരുവനന്തപുരത്ത് നിൽക്കുകയാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് ഒന്ന് നോക്കി, നോക്കിയപ്പോൾ എന്താ, ചെക്കന് നമുക്ക് 100 മാർക്കും ഫസ്റ്റ് റാങ്കും ഒക്കെ അവനെ തന്നെയാണ്. ഞാൻ അവനെ വിളിച്ചു. അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു, എടാ മോനെ നീ എങ്ങനെയാണ് ഈ 100 മാർക്ക് കഴിച്ചത്? നമുക്കൊരു അതിശയമല്ലേടാ, ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻറ്റിന് 100 മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ലല്ലോ. ഞാനാണെന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷം, എനിക്ക് ഭയങ്കര ഹാപ്പി. അപ്പം ഞാൻ ചോദിച്ചാടാ നീ എങ്ങനെയാണ് ഈ 100 മാർക്ക് വാങ്ങിച്ചത്? അവൻ പറഞ്ഞു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സാറേ എനിക്ക് 96 എണ്ണേ അറിയത്തുള്ളായിരുന്നു. അവൻ വന്നു ഇവിടെ ഞങ്ങളെയൊക്കെ കാണാൻ വേണ്ടി വന്നു. ഞങ്ങൾ സിവിലിയൻസ് കുറച്ച് പേര് അങ്ങോട്ട് അവരുടെ വീട്ടിലും ചെന്ന്. അപ്പോൾ കണ്ണൂരിൽ നിന്നൊക്കെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണൂരുകാരനാണ് കേട്ടോ, അദ്വൈത് വിലാസ്. അപ്പോൾ അവിടെ നിന്ന് ചെന്ന് ഞങ്ങൾ ഇവിടെ വന്നു ഞങ്ങളെ കാണാൻ വേണ്ടി. വന്നപ്പോൾ ഞങ്ങൾ ഈ സംസാരിച്ചപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, എനിക്ക് സാറേ 96 എണ്ണേ അറിയത്തുള്ളായിരുന്നു, ബാക്കി 4 എണ്ണം 96 എണ്ണം അവന് 100 മാർക്കും അതായത് 100% അറിയാം എന്നാണ് അതിൻ്റെ അർത്ഥം. ബാക്കി 4 എണ്ണം എനിക്കൊരു 80% അറിയത്തുള്ളായിരുന്നു. പക്ഷെ ഞാനത് കറക്കി കുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനങ്ങ് കുത്തി. എനിക്കറിയാം എന്നെ ഈ കാണുന്ന 132 പേരും ഞാൻ ഈ അവസാനം പറഞ്ഞായിരിക്കും കേട്ടേക്കുന്നത്. എന്നാ കറക്കി കുത്തി, അവൻ കുത്തിയിട്ടുണ്ട്. അതുപോലെ അത് 100 മാർക്ക് മേടിച്ച ആള് കറക്കി കുത്തി എന്ന് വിചാരിച്ച് നാളത്തെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോൾ അത് ഇതിഹാസം 100 കുത്തിയല്ലോ, അവൻ കറക്കി കുത്തിയല്ല, അപ്പൊ എനിക്കും കുത്താന്ന് പറഞ്ഞ് പോയിരിക്കരുത്. നമ്മുടെ അവസ്ഥ എന്താ, നമുക്ക് 50% അറിയത്തുള്ളടാ. നമുക്ക് 50% അറിഞ്ഞാലും നമ്മൾ പോയി ഫുള്ള് കുത്തും. അങ്ങനെയാണോ വേണ്ടേ? കറക്കി കുത്തരുത്. ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുന്നത് ലൈഫ് വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പം ഒരു കാരണവശാലും കറക്കി കുത്തരുത്. ഞാൻ ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ളതാണ്, ഞാൻ ഒരുപാട് പോഡ്കാസ്റ്റിലൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ്. നമ്മൾ അവസാനത്തെ 1 മണിക്കൂറിൽ ആണ് ഈ പ്രക്രിയ ചെയ്യുന്നത്. അവസാനത്തെ 1 മണിക്കൂറല്ല, ഒരു അരമണിക്കൂർ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ അവസാനത്തെ അരമണിക്കൂർ നമ്മൾ എന്നാ ഇവിടെ നമ്മുടെ ആത്മാവിനോട് ചോദിച്ചിട്ട് ഒരു കുത്തലങ്ങ് കുത്തും അല്ലേ? അങ്ങനെയല്ലടാ ചെയ്യുന്നേ, നമ്മൾ ആറഞ്ഞങ്ങ് കുത്തുകയാണ്. അപ്പോൾ 1ാമത്തെ ചോദ്യം വായിക്കുന്നു, 4 ഓപ്ഷൻ വായിക്കുന്നു, എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് കുത്തി. ഇത് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും ഞാൻ ഈ കാണുന്ന, എന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾ വേറെ ഡിസൈൻ വരച്ചേക്കുന്നു. അപ്പൊ നമ്മുടെ സൈക്കോളജി എന്നാന്ന് വെച്ച് കഴിഞ്ഞാല്, അയ്യോ അവൻ അത്രയും ചെയ്താ അന്നേ പിന്നെ കട്ട് ഓഫ് കൂടും, എന്താ അപ്പൊ നമ്മൾ കുത്തും. അങ്ങനെയല്ല, ഈ കട്ട് ഓഫ് എന്ന് പറയുന്ന സാധനം നമുക്ക് അപ്പോ നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടുന്ന ഒരു സംഗതി അല്ല. എക്സാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, എടാ നിങ്ങൾക്ക് പാടാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും പാടായിരിക്കും, 100% ഉറപ്പാണ്. നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എക്സാം നിങ്ങൾക്ക് പാടാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലുള്ള എല്ലാ കുട്ടികൾക്കും പാടായിരിക്കും. നിങ്ങൾ അങ്ങനെ വേണം അതിനെ അപ്രോച്ച് ചെയ്യാൻ. ഒരു കാരണവശാലും പോയി പരീക്ഷയ്ക്ക് കറക്കി കുത്തിയേക്കരുത്. നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഒരു വഞ്ചനയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അതൊരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ല, കേട്ടോ. അപ്പം ഇത് സിവിലിയൻസിലെ ജിസിൻ സാറ് പറയുന്ന ഒരു കുറുക്ക് വഴിയൊന്നുമല്ല, എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ കണ്ട പാഠങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. ഇത് കുറുക്ക് വഴിയൊന്നുമല്ല, ഡയറക്റ്റ് ചെയ്യേണ്ടുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങളിത് ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മറന്നു പോരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഓവർസിയർ ആവാൻ എങ്ങനെ പഠിക്കണം? ഓവർസിയർ ആവാൻ എങ്ങനെയൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് സന്തോഷം എന്താ തോന്നിയെന്ന് വെച്ചാൽ, കുറച്ച് നേരം കേട്ടോ ഒരാൾ മാത്രം വീഡിയോ ഓണാക്കി വെച്ചേക്കുന്നു. സന്തോഷം കേട്ടോ. ശില്പ GS, താങ്ക് യു. ഇത്രയും നേരം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് ഒരാളാണല്ലോ വീഡിയോ ഓണാക്കിയത്. എനിക്ക് അയാളുടെ മുഖത്ത് അയാളുടെ ചിരി കാണുമ്പോഴെങ്കിലും എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടെങ്കിലും ഈ സംസാരിക്കാമല്ലോ. എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാം ഓരോ കറുത്ത കണ്ണങ്ങളാണ്. ഈ കറുത്ത കണ്ണങ്ങളിലേക്ക് പേര് എഴുതി വെച്ചേക്കാണ്, അഞ്ജു, വിനയ. അപ്പോൾ ഞാൻ നേരെ ക്യാമറ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ടെന്നുള്ള വിശ്വാസം. എനിവേ താങ്ക് യു ശില്പ കേട്ടോ. ഓക്കെ, എങ്ങനെ ഓവർസിയർ ആവാം, അല്ലെങ്കിൽ ഓവർസിയർ ആവാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കണം. ഓവർസിയർ ആവാൻ എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് പറയുന്നത് നമ്മളുടെ പ്രശ്നങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളിത് പഠിക്കേണ്ടത്, എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. സന്തോഷം. പ്രജിത്ത് ഇവിടെ പഠിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു. OVR എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പ്രജിത്തെ സന്തോഷമാണ്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് പഠിക്കേണ്ടത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺസെപ്റ്റ് വേണം, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിരിക്കണം. എന്തിന് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആവണം? ഇപ്പം ഒരു പരീക്ഷ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഫ് ചെയ്ത് പഠിക്കണം. ബ്ലഫ് ചെയ്ത് എങ്ങനെ പഠിക്കുന്നത്? ചുമ്മാ ഇങ്ങനെ പഠിക്കുന്നു, കുറേ ക്വസ്റ്റ്യൻ കിട്ടുന്നു. ചില ആളുകളുണ്ട് PYQ വാങ്ങിച്ചിട്ട് അങ്ങ് പഠിത്തമാണ്, അങ്ങ് കുത്തിയിരുന്നങ്ങ് പഠിത്തമാണ്. അങ്ങനെയല്ല വേണ്ടത്, അത് ബ്ലഫിങ്ങാണ്. അത് ചുമ്മാ നമ്മളൊരു PYQ വാങ്ങിച്ചിട്ട് ചുമ്മാ വായിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണോ വേണ്ടത്? അല്ല.
ഒരു ടോപ്പിക്ക് നിങ്ങൾ എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് പറയുന്നത് എനിക്കത് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്, ഞാൻ വീണ്ടും വീണ്ടും പറയാം. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഒരു പെൻസിൽ എടുക്കുകയാണ്. ഈ പെൻസിലിനെ പറ്റിയിട്ട് ഒരു ചോദ്യം ചോദിച്ചു, ഏത് പെൻസിലാണ് എഞ്ചിനീയറിംഗ് പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ആ ചോദ്യം കണ്ടു, ഓക്കെ, ഉത്തരം കണ്ടു, H&2H. അത് നമ്മൾ പഠിച്ചു, H&2H, H&2H ഇങ്ങനെ പഠിച്ചു പോകും. എന്നാൽ പെൻസിലിൽ നിന്ന് വേറൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ തീരും. വീണ്ടും ആ ചോദ്യം തന്നെ പഠിക്കുന്നു. എന്താണ് കോൺസെപ്റ്റ്, അല്ലെങ്കിൽ എന്താണ് അതിനകത്ത് കാര്യം എന്താണെന്ന് മനസ്സിലാക്കി ഓരോ ടോപ്പിക്കും നമുക്ക് കവർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ആ ചോദ്യത്തിനെ അപ്രോച്ച് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്. മെക്കാനിക്സ് പഠിക്കണം, നേരത്തെ ഞാൻ പറഞ്ഞു, മെക്കാനിക്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കണം, അല്ലെങ്കിൽ നോട്ട് വായിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഓഫ് ചോദ്യമാണ് വരുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. അങ്ങനെയും പഠിക്കാം. ഈ രണ്ട് രീതിയും പഠിക്കാം. ഇവിടുത്തെ പോയിന്റ് ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ ക്ലിയർ ചെയ്യണം. ഒരു കോൺസെപ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയോ, നിങ്ങൾക്ക് 100% ഉറപ്പാണ് നിങ്ങൾക്ക് എക്സാമിന് അത് യൂസ്ഫുൾ ആവും. ഓക്കെ ആണോ? ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ആളെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. സുബിനെ ഞാൻ എവിടെയോ കണ്ടല്ലോ, കോഴിക്കോട് കണ്ടല്ലേ? ഓക്കെ. രണ്ടാമത്തെ ആളെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണം. എവിടെയാ? റിവിഷനും പ്രാക്ടീസും വേണം. എങ്ങനെയാ റിവിഷനും പ്രാക്ടീസും നമുക്ക് ചെയ്യാം? റിവിഷനും പ്രാക്ടീസും ചെയ്യാനുള്ള കുറച്ച് കുറുക്ക് വഴികൾ, അതാണ് ജിസിൻ സാറിൻ്റെ കുറുക്ക് വഴികൾ. നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം. അത് നിങ്ങളത് ചെയ്യണം, നിങ്ങളതൊന്ന് ചെയ്ത് നോക്കണം. ഞാനത് അവസാനത്തേക്ക് കൊണ്ടുവരാം. പക്ഷേ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞു, എന്തിനാണ് റിവിഷൻ ചെയ്യുന്നത്? എന്തിനാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞാട്ടെ, എന്തിനാണ് നമ്മൾ റിവിഷൻ ചെയ്യുന്നത്? ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും സമയം എടുക്കും. അതുകൊണ്ട് ഞാനൊക്കെ പറയാണ്, റിവിഷൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വല്ലാത്തൊരു ശക്തിയുണ്ട്. എന്നാന്നറിയാമോടാ? എന്നാ ശക്തി അത്? ദൈവം നമുക്ക് തന്നിരിക്കുന്ന, സനൂപ് പറഞ്ഞിട്ടുണ്ട്, ഏത് ശക്തിയാണെന്നറിയാമോ? മറവി ശക്തി. ദൈവം നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ തന്നിരിക്കുന്നതാണ് മറവി ശക്തിയാണ്. ഈ മറവി ശക്തി ഒന്ന് മാറ്റി ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞിന് തൊട്ട് സന്തോഷ് ബ്രഹ്മിയൊക്കെ കഴിക്കായിരുന്നു. കുറച്ച് നേരം എൻ്റെ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്, സന്തോഷ് ബ്രഹ്മി കഴിക്കട ജിസിനെ, നിനക്ക് എന്ത് ചെയ്യും, മറവി ശക്തി മാറിയിട്ട് ഓർമ്മശക്തി കൂടും. ശരിക്കും ഞാൻ അതൊക്കെ പണ്ട് വിശ്വസിച്ചിരുന്നു. മേ ബി അത് ഉണ്ടാവോ, എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് മറവി ശക്തിയാണ് ദൈവം കൂടുതൽ തന്നേക്കുന്നത്. ഈ മറവി ശക്തി ഒന്ന് മാറ്റണം. ഈ മറവി ശക്തി മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടേ? എന്ത് ചെയ്യണോടാ? നമ്മുടെ ബ്രെയിൻ ഒരു പാവം ബ്രെയിനാണ്. നമ്മുടെ ബ്രെയിനെ പറ്റി നമുക്ക് നല്ല ഐഡിയ ഉണ്ടാവണം അല്ലേ? നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഓർത്ത് വെക്കണം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഒരു ദിവസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ വ്യത്യാസമാണ്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാനുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടേ? പഠിക്കണം. പഠിച്ച സബ്ജക്റ്റ് ഒരു സബ്ജക്റ്റാണോ 10-20 സബ്ജക്റ്റ് കിടക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. കൃത്യമായിട്ട് നമ്മൾ റിവൈസ് ചെയ്ത് വീണ്ടും ഓർമ്മിപ്പിക്കണം. ഇന്നയാളെ ഞാൻ പഠിച്ചിട്ടുണ്ട്, ഇന്നയാളാണ്, വീണ്ടും നമ്മൾ റിവൈസ് ചെയ്യണം. ഇനി പ്രാക്ടീസ് ചെയ്യണം. എന്ത് പ്രാക്ടീസ് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന ആളാണ് ദേ ഇവിടെ ഇരിക്കുന്നത്. എന്തുവാ? PYQ. ഞാൻ ക്ലാസ്സുകളിലെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എടുത്ത് നോക്കിയോ പിള്ളേരെ, കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയോ. 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട്, എന്തുവാ 80% ചോദ്യം എന്തുവാ? പ്രീവിയസ് ഇയർ ചോദ്യമാണ്. പ്രത്യേകിച്ച് ഓവർസിയർ എക്സാമിന് 80% ചോദ്യം പ്രീവിയസ് ഇയർ ചോദ്യമാണ്. അത് പ്രത്യേകിച്ച് ഒരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. അത് പല രീതിയിൽ അങ്ങോട്ട് ചോദിക്കുന്നു, ഇങ്ങോട്ട് ചോദിക്കുന്നു, ഇതെല്ലാം മാറി ചോദിക്കുന്ന സാധനങ്ങളാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ബുക്കിന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ ആ കണക്കൊക്കെ അവിടെ ക്ലാസ്സുകളിൽ പറയാറുണ്ട്. അപ്പൊ അത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടുകയാണ്, നമ്മുടെ കയ്യിലുണ്ട്. ഇത്രയും എനിക്ക് തോന്നുന്നു ഇപ്പൊ 197 പരീക്ഷകളും, അതിനകത്ത് ഒരു 100-150 ക്വസ്റ്റ്യനോളം, 100-ന് മേളിൽ ക്വസ്റ്റ്യൻസ് എന്തായാലും ഓവർസിയർ എക്സാമിന്റെ ആണ്. പോട്ടെ, 100 ക്വസ്റ്റ്യൻ എടുത്താൽ മതി. 100 ടഫാണെങ്കിൽ പറയണ്ടടാ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്ലാസ്സിലൊക്കെ പറയാം. 100 എത്രയാണ്? 10,000 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? 10,000 ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുക. അതിന്റെ 100 ചോദ്യമായിരിക്കും വരുന്നത്. ഞാൻ പറഞ്ഞു 100 ചോദ്യത്തിൽ 80 ഉറപ്പാണ്. കട്ട് ഓഫ് എത്ര വരുള്ളൂ? 70-ന് മുകളിലോ 70-ന് 80-നൊക്കെ ഇടയിൽ നിൽക്കുള്ളൂ. അവിടെ നമ്മൾ കൃത്യമായിട്ട് ഡെലിവറി ചെയ്യുന്ന പോലെ ഇരിക്കും അല്ലേ? നമ്മൾ കൃത്യമായിട്ട് ആ പറയുന്ന സബ്ജക്റ്റ് കൃത്യമായിട്ട് പഠിച്ച് എക്സാം എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നു അത്രത്തോളം നന്നായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി, എക്സാം മീൻസ് PYQ എത്രത്തോളം നന്നായിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആണ്. ഒന്ന്, ഞാൻ ഈ പറയാൻ വന്ന പോയിന്റ് ഇത്രേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ സബ്ജക്റ്റിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കണം. 2, നമ്മൾ ചെയ്യേണ്ടത് റിവിഷൻ നടത്തണം. ഏത് സബ്ജക്റ്റ് ആണോ ആ സബ്ജക്റ്റിന്റെ റിവിഷൻ നടത്തണം. 3, നമ്മൾ ചെയ്യേണ്ടത്, എപ്പോഴും നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്, ഏത് ടോപ്പിക്കാണോ ആ ടോപ്പിക്കിനെ പറ്റി നമ്മൾ അറിയണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ടോപ്പിക്കാണോ ആ ടോപ്പിക്കിനെ പറ്റി നമ്മൾ അറിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്?
ഈ PYQ ചെയ്യേണ്ടത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഫുൾ സബ്ജക്റ്റ് പഠിച്ച ശേഷമാണോ PYQ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഞാൻ ഇതിലേക്കൊക്കെ വരാം കേട്ടോ. എങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ പിള്ളേർക്കൊക്കെ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ബുക്കൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ ബുക്കിൻ്റെ പേരൊക്കെ കേട്ടാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ. ആ ബുക്കൊക്കെ ഞങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ പറയാം, നിങ്ങളിലേക്കും പറയാം. ഏറ്റവും അവസാനം ഞാൻ അതിലേക്ക് വരാം കേട്ടോ. എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്? ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് ഓവർസിയർ ആവാൻ വേണ്ടി എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, ഇനി എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് സാറിന് എങ്ങനെ അറിയാം എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ മനഃശാസ്ത്രം ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിക്കോളൂ നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, ഞാനിപ്പോൾ ആദ്യം പറഞ്ഞില്ലയോ PYQ ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ അതിന് അതിൻ്റെ മുന്നിൽ കണ്ണടച്ചല്ലേ? നിങ്ങൾ മറ്റേ സിനിമയിലെ ഡയലോഗ് പറയുന്ന പോലെ അതിന് മുന്നിൽ ഞാൻ കഥ കടച്ചു. PYQ എനിക്ക് താല്പര്യമില്ല, ഞാൻ അതിനോട് അത്ര എനിക്ക് താല്പര്യമില്ല, ഫുൾ കോൺഫിഡൻസ് ആണ് എനിക്ക് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. ഇനി മെക്കാനിക്സ് പോലുള്ള സബ്ജക്റ്റുകൾ, ഇപ്പോൾ പ്രോബ്ലം ഉള്ള സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്ന എസ്റ്റിമേഷൻ പോലുള്ള സബ്ജക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നാണെന്നറിയാമോ, ഒരു വായന അങ്ങ് വായിക്കും നമ്മൾ. ഒരു ചോദ്യമൊക്കെ, ഓക്കെ സിമെന്റിന് എത്ര ക്വാണ്ടിറ്റി വേണം, 1:3:6 ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കുക. നമ്മൾ ഈ ബുക്ക് എടുത്തിട്ട് ഓക്കെ 1:3:6, ഓക്കെ അത് അടുത്ത സെന്റൻസ് നോക്കുന്നു, ഓക്കെ ഇങ്ങനെ എഴുതുന്നു, അങ്ങനെ എഴുതുന്നു, കഴിഞ്ഞു. എന്ത് ചെയ്യണം, നമ്മൾ പ്രോബ്ലം ഉൾപ്പെടെ തിയറി പഠിക്കുന്ന പോലെയാണ് പഠിക്കുന്നത്. തിയറി മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. കുറച്ച് ആൾക്കാർ തിയറിയാണ് എക്സാം എന്നാണ് കരുതിയിരിക്കുന്നത്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂടാ. എക്സാമിന് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? തിയറി മാത്രമേ വരുള്ളൂ. പിള്ളേരെ, നിങ്ങൾക്ക് തിയറി മാത്രമേ വരുള്ളൂ. ഞങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യും, പ്രോബ്ലം വരാം. തിയറി മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു രീതി നല്ലതല്ല. നമുക്ക് പ്രോബ്ലം ഫോക്കസ് ചെയ്യണം. എങ്ങനെ ഫോക്കസ് ചെയ്യണം? അതിനുള്ള നിങ്ങളുടെ വീക്ക് പോയിന്റ് എനിക്കറിയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇതിനകത്ത് 2-3 പേര് വിളിക്കുകയാണ്. ഇപ്പോൾ സുബിനെ ആണെങ്കിലും ശില്പയുടെ ആണെന്നുണ്ടെങ്കിൽ ശില്പയ്ക്ക് ചിലപ്പോൾ നല്ലതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ അത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സബ്ജക്റ്റുകളായിരിക്കും അറിയാവുന്നത്. അപ്പം അതേസമയം നമ്മുടെ പ്രജിത്തിന് അറിയാവുന്നത് തിയറി സബ്ജക്റ്റ് ആയിരിക്കും. അത് നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആ വീക്ക് പോയിന്റിൽ നിങ്ങൾ വർക്ക് ചെയ്യണം. ഇപ്പം ഇവിടെ ചില ആൾക്കാർ ഇതിനകത്ത് എനിക്ക് തോന്നിയില്ല ആരും പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്നു. തിയറി സബ്ജക്റ്റ് ആയിരിക്കും കൂടുതൽ ആൾക്കാരും, ഒരു 85% ആൾക്കാരും ഫോക്കസ് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് അങ്ങ് പഠിച്ചാൽ മതിയല്ലോ, നിങ്ങൾ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. മറ്റേ നമുക്ക് എന്തൊക്കെ പഠിക്കണം, കോൺസെപ്റ്റ് പഠിക്കണം, ചെയ്ത് നോക്കണം. എന്തോ തലവേദനയാണ് അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മനഃപൂർവ്വമായിട്ട് നമ്മൾ അല്ലേ അത് പോട്ടെ, അങ്ങനെ പോട്ടെ. മെക്കാനിക്സ്, ഞാൻ ഇന്നലെ മെക്കാനിക്സ് പഠിക്കാൻ എനിക്ക് പാടാണ് സാറേ എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോഴേ എനിക്ക് തോന്നി, മെക്കാനിക്സ് കുറച്ച് പാടാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മെക്കാനിക്സ് അത്ര പാടൊന്നുമില്ലടാ. എന്തുവാണ് കോൺസെപ്റ്റ്, എന്തുവാണെന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. നമ്മൾ എപ്പോഴാണ് ഒരു കാര്യം നമ്മൾ എക്സ്പേർട്ട് ആവുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ കേട്ടില്ലേ, പ്രോയാണ് ജിസിൻ സാർ, അതിൽ പ്രോയാണ്, ആളൊരു കില്ലാടിയാണ് എന്ന് പറയാൻ എന്താടാ കാര്യം? നമ്മൾ ഒരുപാട് തവണ അതിൽ എന്ത് ചെയ്തു, നമ്മൾ എക്സ്പെർട്ടൈസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളത് ചെയ്ത് നമ്മൾ അതിനകത്തൊരു മെയിനായി മാറി അല്ലേ? അങ്ങനല്ലേ പറയാ. അതുകൊണ്ടാണല്ലോ ഒരാളെ പ്രോ എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ പ്രോ ആവണം. നിങ്ങൾ ഓരോ സബ്ജക്റ്റിന്റെ പ്രോ ആവണം. എക്സാമിന് മുന്നേ നിങ്ങൾ അതിന്റെ പ്രോ ആവണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞ സുബിന് എന്ത് ചെയ്യണം, ഇപ്പം BMന്റെ ഒരു പ്രോ ആണ്. ക്ലാസ്സിൽ നാളെ പറയാണ് സുബിൻ BMന്റെ അവൻ പ്രോ ആയിട്ടോ, അവനൊരു മെയിൻ ആളാണ്. ഇപ്പം നമുക്കതൊരു കോൺഫിഡൻസ് ആണ്, നമുക്കത് അറിയാം. സബ്ജക്റ്റ് ഓവർ കോൺഫിഡൻ്റ് ആവരുത്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്ത് ചെയ്യണം, നമ്മളൊരു കോൺഫിഡൻ്റ് ആണ്, കാരണം നമ്മൾ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ ടോപ്പിക്ക് നമുക്കെന്തോ അത് വേണ്ട, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. കുറച്ച് പേര് നമ്മുടെ കൂട്ടത്തിൽ കാണും, എടാ അത് പഠിക്കേണ്ടടാ, അത് ഇത്ര പരീക്ഷിക്കൊന്നും ചോദിക്കത്തില്ലടാ എന്ന് പറയുന്ന ഒരു 10 പേര് നമ്മുടെ കൂടെ ഉണ്ടാവും. ഈ 10 പേര് പറയുമ്പോഴത്തേന് നമ്മൾ വിചാരിക്കും അത് വേണ്ട കേട്ടോ. അത് മാത്രമല്ല, നമുക്കൊരു പേടി ഉണ്ടാവും. അത് പഠിക്കണം, അയ്യോ അത് ഇനി എങ്ങനെ അത് പഠിക്കണ്ടേ എന്നുള്ള രീതിയിൽ അന്നേ പിന്നെ ആ പേജ് നമ്മൾ മനഃപൂർവ്വമായിട്ടങ്ങ് മാറ്റി, ഓക്കെ അടുത്ത പേജിലേക്ക് പോകും എന്ന് പറയുന്നവരുണ്ട്. എടാ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ചിലപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രമായിട്ട് എല്ലാ ചോദ്യങ്ങളും ചോദിച്ചാൽ 100 ചോദ്യം ചോദിക്കത്തില്ലെങ്കിലും ആ സബ്ജക്റ്റിൽ നിന്നുള്ള ചോദ്യം മൊത്തം അതിനകത്ത് നിന്നാണ് ചോദിച്ചത്, ആ ടോപ്പിക്കിൽ നിന്ന്. എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാനില്ല. നമ്മൾ അവിടെ ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിക്കാന്നല്ലാണ്ട്, ദൈവമേ ഈ ചോദ്യമൊക്കെ ക്യാൻസൽ ചെയ്യണേന്ന് പ്രാർത്ഥിക്കാന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മുടെ അത് നമുക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന്, നമുക്ക് പഠിച്ച ഒരു ടോപ്പിക്കിൽ നിന്നാണ് ചോദ്യം വരുന്നതെങ്കിൽ നമ്മളത് എഴുതാൻ പറ്റണം, നന്നായിട്ട് എഴുതാൻ പറ്റണം. പഠിക്കാതെ പോകുന്നത് നമ്മുടെ കയ്യിൽ പ്രശ്നം. നമ്മുടെ കയ്യിൽ നോട്ടുണ്ട്, അത് നമ്മൾ പഠിച്ചില്ല, പക്ഷെ സിലബസിൽ അതുണ്ട്, എന്നിട്ട് നമ്മൾ പഠിക്കാതെ പോകുന്നത് അത് ശരിയല്ല.
അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഏറ്റവും അവസാനത്തെ കാര്യം, നേരത്തെ ആദ്യം പറഞ്ഞ അതേ കാര്യമാണ് ഏറ്റവും അവസാനം എഴുതിയിരിക്കുന്നത്. എന്തുവാണെന്നറിയാമോ? നമ്മൾ റിവിഷൻ ചെയ്യാൻ നമുക്കൊരു താല്പര്യമില്ലായ്മ. എല്ലാത്തിനും മനുഷ്യന് അത്ര താല്പര്യമില്ല. അതുപോലെയാണ് കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാം, ചില ആൾക്കാരുണ്ട് എന്താണെന്നറിയാമോ, ഞാൻ എല്ലാം പഠിച്ച് കഴിഞ്ഞ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഒന്ന് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ 100% നിങ്ങൾക്ക് എഴുതി തരാം. നിങ്ങൾ ഈ ഒരു ബുക്ക് ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന, ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആദ്യത്തെ ദിവസമാണ് പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് ഇങ്ങനെ വായിക്കാണ്ട് വെച്ച് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറേ സമയം കിട്ടും, അപ്പോഴേ ഞാൻ പഠിക്കത്തുള്ളൂ. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഫ്രഷ് ആയിട്ട് തോന്നും. ഇതെന്തുവായിരുന്നു പറഞ്ഞത്, ഈ ഗോകുൽ സാർ എന്നായിരുന്നു പറഞ്ഞേ, പുള്ളി വിളിക്കണോ എന്ന് തോന്നും. മനസ്സിലായോ? അപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള റിവിഷൻ സ്ട്രാറ്റജി വേണം. ഇപ്പോൾ കുറേ പേര് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. കുറേ പേര് പറയും, സാറേ ഞാൻ എൻ്റെ എന്തോ ഒരു ഹാർഡ് വർക്ക് ചെയ്താണ് പഠിക്കുന്നതെന്ന് അറിയാമോ സാറിന്? എന്തോ ഒരു ഹാർഡ് വർക്ക് ചെയ്ത്, ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അറ്റ് പീക്കാണ്, ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രശ്നം എവിടെയാണ്? ഹാർഡ് വർക്ക് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. ഹാർഡ് വർക്ക് ചെയ്യുന്നതിലല്ല കാര്യം, കൃത്യമായിട്ട് സ്ട്രാറ്റജിയോടുകൂടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ വർഷങ്ങളായിട്ട് GT പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. GTയുടെ ഫുൾ സിലബസ് ഞാൻ കവർ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഓവർസിയർ എക്സാമിന് വേണ്ടിയിട്ട്. ആവശ്യമുണ്ടോ? ഡിസേർവ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. ഒരു സബ്ജക്റ്റിന് ഡിസേർവ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ് കൊടുത്താൽ. നിങ്ങൾ ഓവർസിയർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ GT എത്ര കാണുന്നത് പഠിക്കണ്ട. പിന്നെ ക്ലാസ് റൂമിൽ ഇപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, സുബിൻ പറഞ്ഞതല്ല, ക്ലാസ്സിൽ നിന്ന് തന്നെ 90% സാധനം പഠിച്ചിട്ട് പോകണം. വളരെ നല്ല കാര്യമല്ലടാ. ക്ലാസ്സിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഗുണം എന്താ? വീട്ടിൽ പോയിട്ട് നമുക്ക് വേറെ സബ്ജക്റ്റുകളൊക്കെ പഠിക്കാം, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം, ജസ്റ്റ് വായിച്ചാൽ മാത്രം മതി. ഇതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ പ്ലാനിങ്, നമ്മുടെ പ്രയോറിറ്റി ഒക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കാം, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അറിയണം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കിയാലോ? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നിങ്ങൾക്ക് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചേക്കുന്നത്. കുഴപ്പമുണ്ടോ? നിങ്ങൾക്ക് ഇല്ലാത്തതെന്ന് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമത് കൺസിസ്റ്റൻസികളാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന വാക്കിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആരാന്നറിയാമോ? വിരാട് കോഹ്ലിയെയും റൊണാൾഡോയെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്നാണെന്നറിയാമോ? കാരണം ഇവര് നമ്മളൊക്കെ ഭൂമിയിൽ ജീവിച്ചു. പണ്ട് ജിസിൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അപ്പനും ഒക്കെ അറിയായിരിക്കും. ഇന്നല്ല നാളെ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ എന്നോട് അത്ര സ്നേഹമുള്ള ആൾക്കാർ, കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങളും പറയായിരിക്കും, മറ്റേ പുള്ളി എന്ന് പറയായിരിക്കുമല്ലോ. പക്ഷേ ഇവരൊക്കെ ബാക്കിയുള്ളവർ നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വിരാട് കോഹ്ലിയൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ ലൈഫിനെ കാണുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നവരാണ്. ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ഫീൽഡിൽ നമുക്ക് ആവശ്യമായിട്ട് വേണ്ട സംഗതി അത് തന്നെയാണ്, സ്ഥിരത. എന്തിലുള്ള സ്ഥിരത? നമ്മളോടുള്ള പാഷനിലുള്ള അല്ലെങ്കിൽ നമ്മളോടുള്ള സ്നേഹം കൃത്യമായിട്ട് വേണം. അതോടൊപ്പം ഒരു കൺസിസ്റ്റൻസി നമ്മൾ കീപ്പ് ചെയ്യണം. കൃത്യമായിട്ട് പഠിക്കണം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, റിവിഷൻ ചെയ്യണം, കൃത്യമായിട്ട് PYQ ചെയ്യണം. ഇപ്പോൾ ചില ആളുകളുണ്ട് ഈ കൺസിസ്റ്റൻസിയുടെ ഭാഗമായിട്ടുള്ള ഞാൻ പറയുകയാണെ, എന്താ പറയുക, രാവിലെ എണ്ണിക്കണം. ഞാൻ 5 മണിക്ക് എണ്ണിക്കാന്ന് പറയും. 5 മണിക്ക് എണ്ണിക്കാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്ന് നോക്കുക, അലാറം അടിച്ചോ, ഓക്കെ, അലാറം വീണ്ടും ഓഫ് ചെയ്യും. എന്നാൽ പിന്നെ 6 മണിക്കാവാം. 6 മണിക്കായും 6 മണിയാകുമ്പോഴത്തേന് വീണ്ടും 6 മണിയായോ ഇന്നൊന്നും പഠിച്ചില്ല എന്ന് പറഞ്ഞ് ചാടി എണ്ണിക്കും. എന്നിട്ട് 6:30 വരെ പഠിക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ പരിപാടിക്ക് പോകും. വീണ്ടും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വീണ്ടും വരും, നമ്മൾ ഇന്നൊന്നും പഠിച്ചില്ല. പിന്നെ ടെൻഷനാ, ഒന്നും പഠിച്ചില്ലല്ലോ. അത് വൈകിട്ട് വരെ പോകാൻ ടെൻഷൻ. വൈകുന്നേരം ആകുമ്പോൾ വിചാരിക്കും ഇന്ന് ഞാൻ വൈകിട്ട് പഠിക്കാം. അപ്പോഴായിരിക്കും വീട്ടിൽ ആരെങ്കിലും ഒക്കെ വന്ന് കൂട്ടുകാരൻ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, അങ്ങനെ ആ ദിവസം നമ്മൾ പോകും. ഇത് ഡെയിലി നടക്കുകയാണ്. പക്ഷെ എക്സാം അടുത്ത് തന്നെ ഇരിക്കുകയാണോ? ഇതൊരു കാര്യം മാത്രമാണ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഫോൺ. എല്ലാ മനുഷ്യന്മാരും ഇപ്പോൾ ആദ്യമേ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ആദ്യമേ എടുക്കുന്ന ഒരു സാധനം ഫോണാണ്. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഈ ക്ലാസ് ഇരിക്കുന്ന അല്ലെങ്കിൽ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഒരു 95% ആൾക്കാർ ആദ്യമേ എടുക്കുന്ന സാധനം ഫോണാണ്. തലയണ പോലും അല്ല. തലയണ എവിടെയാണെന്ന് കണ്ടില്ലല്ലോ എന്ന് ഒരിക്കലും നമ്മൾ പറയത്തില്ല. നമ്മൾ എപ്പോഴും ഫോണാണ് തപ്പുന്നത്. ഫോൺ നോക്കിയിട്ട് ഫോൺ നോക്കാം. അപ്പോൾ ഫോണിൽ നമ്മൾ നോക്കുമ്പം ഷോർട്സ് വന്നു, സഞ്ജു വി സാംസൺ CSKയിൽ നിന്ന് മാറിയോ? ടെൻഷനായി. എനിക്കിപ്പോൾ അതൊക്കെയാണ് ടെൻഷനായി. സഞ്ജു വി സാംസണെ പറ്റിയിട്ടൊക്കെ ടെൻഷനാവും. അപ്പം പെട്ടെന്ന് നോക്കുന്നു, ഓക്കെ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു റീല് കാണും. അത് ഇങ്ങനെ പോകും, സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. എവിടെയാണ് നമ്മുടെ പ്രശ്നം? നിങ്ങളത് മനസ്സിലാക്കണം.
കൃത്യമായിട്ട് നമുക്കൊരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ കൃത്യമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ചേർത്ത് പറയാം, ഷെഡ്യൂൾ വേണം. കൃത്യമായിട്ട് നമുക്കൊരു ഷെഡ്യൂൾ വേണം. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയണം. കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ വേണം. കൃത്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ, കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂട്ടി വായിക്കാൻ പറ്റുന്നതാണ്. കൺസിസ്റ്റൻസി, ടൈം മാനേജ്മെന്റ്, ഷെഡ്യൂള്, ഇതെല്ലാം ഒരുമിച്ച് വേണം. ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു ഷെഡ്യൂൾ വേണോടാ. ഒരു ദിവസം നമ്മൾ എന്തൊക്കെ പഠിക്കും? ഞാൻ ഈ ക്ലാസ്സുകളിലൊക്കെ പറയാറുണ്ട്, നമ്മളൊന്ന് ഡോക്യുമെന്റ് ചെയ്ത് നോക്കണം. നമ്മൾ കൃത്യമായിട്ടൊന്ന് ഡോക്യുമെന്റ് ചെയ്യണം. ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യും. രാവിലെ നിങ്ങൾ ഇതൊന്ന് ട്രിക്ക് ഇന്ന് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, എല്ലാ ദിവസവും രാവിലെ ഞാൻ ചെയ്യാറുണ്ട്. നിങ്ങൾ ഡെയിലി രാവിലെ എണീച്ചിട്ട് ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഒരു ഷെഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, ഇന്ന് ഞാൻ ഏതൊക്കെ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യും. എടാ, പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന കാര്യം എഴുതി വെച്ചാൽ മതി. കുറച്ച് ആൾക്കാരുണ്ട്, ഞാൻ ഇന്ന് BM തീർക്കും. എടാ, BM ഒക്കെ ഒരുപാടുണ്ടെന്ന്. നിങ്ങൾക്ക് എത്രത്തോളം നോളജ് ഉണ്ട് അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും അല്ലേ. നിങ്ങൾക്ക് പറ്റുവാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടിമ്പർ ഞാനെന്ന് തീർക്കും, അത് ഫെയർ ആണ്, അത് ഓക്കെ. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, അവിടെ ഒന്നും പഠിക്കാത്തതിനെക്കാട്ടി നല്ലതാണ് എന്തെങ്കിലും നമ്മളൊന്ന് പഠിക്കുന്നത്. പണ്ട് ജസിൻ രാജൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ജസിൻ രാജൻ എന്ന് പറയുന്ന സ്റ്റുഡന്റ് എന്ന് പറയുന്നത് 8 PSC എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടി. 8 PSC എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടി. ഈ 8 PSC എക്സാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ എന്നോട് പറഞ്ഞാണ്, ജിസിനെ ഒറ്റ കാര്യം എനിക്ക് കുട്ടികളോട് പറയാനുള്ളൂ. എന്താണെന്നറിയാമോ? എപ്പോഴും പഠിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? എന്നും പഠിക്കണം. എപ്പോഴും പഠിക്കണ്ട, നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ കിടന്ന് പഠിക്കണ്ട. പക്ഷെ എന്ത് ചെയ്യണം അവിടെ? എന്നും പഠിക്കണം. അതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ആ കൺസിസ്റ്റൻസി കൃത്യമായിട്ട് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൺസിസ്റ്റൻസി നമുക്ക് കറക്റ്റ് ആവും, ടൈം മാനേജ്മെന്റ് കറക്റ്റ് ആവും, ഷെഡ്യൂൾ നമുക്ക് കറക്റ്റ് ആവും. കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കും. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ജൂൺ 30 എക്സാം ഉണ്ട്. എത്ര ദിവസം ഉണ്ടോ നമ്മുടെ മുന്നിൽ? ജൂൺ 30 എക്സാമിന് എങ്ങനെയാണ് നമുക്ക് പഠിക്കാം എന്നുള്ള ആസ് എ ബിഗിനർ എല്ലാവർക്കും ഞാൻ പറയാം, ഇനി എത്ര ദിവസമുണ്ട് നമുക്ക് ഒന്നാലേക്ക്. സനു പറഞ്ഞിട്ടുണ്ട് 95 ദിവസം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജൂൺ 30 എത്താൻ 95 ദിവസമാണുള്ളത്. ഓക്കെ, ഈ 95 ദിവസം ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ നിങ്ങൾ നോക്കിയിരിക്കരുത്. എത്ര ദിവസമേ ഉള്ളൂ നിങ്ങൾക്ക് ചുരുക്കി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 70 ദിവസം തരും. നിങ്ങൾക്ക് 70 ദിവസമേ ഉള്ളൂ, 70 ഡേയ്സ്. നിങ്ങൾ ഈ 70 ഡേയ്സ് വെച്ചിട്ട് നമ്മൾ ഒരു പ്ലാൻ റെഡിയാക്കണമല്ല. എങ്ങനെ പ്ലാൻ റെഡിയാക്കണം? നമ്മുടെ കയ്യിലുള്ള സിലബസിനെ ബേസ് ചെയ്തിട്ട് പ്ലാൻ റെഡിയാക്കണം. ഇപ്പൊ ആസ് എ ബിഗിനർ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ആരാണ്? വിദ്യ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. ഇപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറ്റും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വീഡിയോ കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ, വീഡിയോ ലെക്ചേഴ്സ് ആണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ ലെക്ചേഴ്സ് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, ഒരു ദിവസം നമുക്ക് എത്ര വീഡിയോ കാണാൻ പറ്റും? ഒരു റെക്കോർഡർ ക്ലാസ് കാണുന്നവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്. എത്ര സബ്ജക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, എത്ര വീഡിയോ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഷെഡ്യൂൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇപ്പൊ ഞാൻ ഒരു ഷെഡ്യൂൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും സ്റ്റിക്ക് ഓൺ ചെയ്യണോ പറ്റണമെന്നില്ല. നമ്മുടെ വീക്ക് പോയിന്റ്, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ വീക്ക് പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ വർക്ക് ചെയ്യണം. അതിൽ വർക്ക് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ. ഒരു ഒരു സ്റ്റഡി പ്ലാൻ വെച്ച് ചില ആളുകൾക്ക് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ ഒക്കെ ഫോളോ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. ആ സ്റ്റഡി പ്ലാൻ വെച്ച് ഫോളോ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇനിയല്ല, ഞാൻ പറയുന്നത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. കാരണം നമുക്കിപ്പോൾ വേറൊരാൾക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ വീക്ക് പോയിന്റ് ഏതാണെന്നുള്ളത്. എനിക്ക് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് നന്നായിട്ട് അറിയാം. അറിയാന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് കുറച്ച് സമയം കൊടുത്താൽ മതി. എനിക്ക് ഒട്ടും അറിയാത്ത സബ്ജക്റ്റാണ് മെക്കാനിക്സ്. എനിക്ക് 10 ദിവസം വേണം. മറ്റേത് പഠിക്കാൻ എനിക്ക് 2 ദിവസം മതി. മനസ്സിലായോടാ? അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു 60 ദിവസത്തെ പ്ലാൻ റെഡിയാക്കുക. 60 അല്ല 70 ദിവസത്തെ പ്ലാൻ റെഡിയാക്കുക. 7 ദിവസത്തിനകത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. ആ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം എന്ന് പറയുന്നത് നിങ്ങൾ അതിന് ശ്രമിക്കണം. അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ വരും. കൺസിസ്റ്റൻസി വരും, ടൈം മാനേജ്മെന്റ് വരും, റിസോഴ്സസ്. എന്തൊക്കെ റിസോഴ്സസ് ആണ് നമുക്ക് വേണ്ടത്? അതിലേക്ക് വരാം. എന്തൊക്കെ റിസോഴ്സസ് ആണ് നമുക്ക് വേണ്ടത്? നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നോട്ട്സ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ റിസോഴ്സസ്. നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത് ആ ക്ലാസ്സിലെ നോട്ട്സ് ആണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. നിങ്ങൾ റെക്കോർഡർ ക്ലാസ് ആണോ കാണുന്നത്, വജ്രയാണോ കാണുന്നത്, ഈ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന നോട്ട്സ് ആണ് നിങ്ങളുടെ ഏറ്റവും വർത്തായിട്ടുള്ള സംഗതി. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ കുട്ടികളോട് പറയാറുണ്ട്, സിവിലിയൻസി വന്ന് ഫീസൊക്കെ കൊടുത്ത് പഠിച്ചിട്ട് പോവാണ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ഇത് ക്ലാസ്സിൽ വരുന്നില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ വർത്തായിട്ടുള്ള സംഗതികളുടെ മൂല്യം കുറഞ്ഞു വരുമോ? നമ്മൾ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ നോട്ട് വരിക, കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലാവുക. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെല്ലുന്നോണ്ടായിരിക്കാം. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ സാധനം ഉണ്ടാവും. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതിനകത്ത് എന്ത് ചെയ്യുക? അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുക. ഇപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴോ MCQ ബുക്ക് ചെയ്യുമ്പോഴോ ഇപ്പം വരുന്ന കാര്യങ്ങൾ എക്സ്ട്രാ പുറത്തുള്ള PSC എക്സാമിന്റെ ഒക്കെ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇന്ന എക്സാമിന് ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, സൈഡിൽ നോട്ട് ചെയ്ത് വെക്കാലോ.
അത് നമ്മുടെ ബുക്ക് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ മെറ്റീരിയൽ. അല്ലാണ്ട് വേറെ ഒന്നും തന്നെ ഇല്ല. വേറെ ഇനി എത്ര ബുക്കാണെന്നുണ്ടെങ്കിലും ചില ആളുകളുണ്ട് എന്തെന്ന് അറിയാമോ, ഓരോ ബുക്ക് ഇറങ്ങുമ്പോഴും എന്തോ അവർക്ക് എന്തൊരു ആഗ്രഹം പോലെയാ, അയ്യോ ആ ബുക്കിനകത്ത് ഇനി ചോദിക്കോ എന്നൊരു പേടി മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് എല്ലാ പഠിക്കുന്ന ആൾക്കാരെല്ലാവരും മിക്കവാറും എല്ലാ ബുക്കും വാങ്ങിക്കും. എവിടെ നിന്നൊക്കെ എന്തൊക്കെ ബുക്കുണ്ട് അതെല്ലാം വാങ്ങിക്കും. അത് ഒന്നും ചെയ്യാനില്ല, എല്ലാവരും ഒരു സൈക്കോളജിയാണ്, വാങ്ങിച്ചോളൂ, നോ പ്രോബ്ലം. ഇപ്പം ബുക്ക് ഇങ്ങനെ നിരത്തി വെക്കുന്നതിലല്ല കാര്യം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമുള്ള ഏതെങ്കിലും ഒരു ബുക്കിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഇപ്പോൾ റിസോഴ്സസ് നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോൾ ഷെഡ്യൂൾ വേണം, ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് വേണം. ടൈം മാനേജ്മെന്റ് എന്തോ ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ എന്നെ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും കാണും, വീട്ടിൽ എന്താ പറയുന്നത്, കുറേ കാര്യങ്ങളുണ്ടാവും. എന്നോട് സംസാരിക്കാറുള്ള ആൾക്കാരൊക്കെ പറയുന്നത് എന്താ പറയുമ്പോൾ, സാറേ എനിക്കൊരു കുഞ്ഞു കൊച്ചുണ്ട്, ഞാൻ എങ്ങനെയാ പഠിക്കുന്നത്? എങ്ങനെ പഠിക്കും? പഠിക്കാണ് എനിക്ക് 100% ഉറപ്പാണ് പഠിക്കാണ്. കാരണം എന്താണെന്നറിയാമോ? PCBA 13ാമത്തെ റാങ്ക് വാങ്ങിച്ച ആൾ, PCBAക്ക് 13ാമത്തെ റാങ്ക് വാങ്ങിച്ച ആള് 6 മാസം പ്രായമായ കുഞ്ഞിനെ വെച്ചിട്ടാണ് പഠിച്ചത്. 13ാമത്തെ റാങ്കാണ് ഞാൻ പറയുന്നത്. PCBAക്ക് 13ാമത്തെ റാങ്ക് വാങ്ങിച്ച ആള് 6 മാസമായ കുഞ്ഞിനെ വെച്ചിട്ടാണ് പഠിച്ചത്. ആ കുട്ടി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ യൂട്യൂബ് ചാനൽ നോക്കിക്കോളൂ, PCBA 13ാമത്തെ റാങ്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ സിവിലിയൻസിന്റെ യൂട്യൂബ് ചാനലുണ്ട്. 13ാമത്തെ റാങ്ക് മേടിച്ച ആൾ പറഞ്ഞാണ്, സാറേ എനിക്ക് പറ്റുമെങ്കിൽ, എന്നെ പോലെ ഒരു അമ്മയ്ക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറ്റും എന്നാണ് പറഞ്ഞത്. അതിന് മേളിൽ എന്തെങ്കിലും മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടാനുണ്ടോ? അതിന് മേളിലേക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പൊ ഞാൻ ഈ പറയുമ്പോൾ സാറ് പോകടുന്നു, എൻ്റെ വീട്ടിലെ സാഹചര്യം സാറിന് പറഞ്ഞാൽ അറിയാത്തതുകൊണ്ട്. എടാ എവിടെയാണ് നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു ബോധം നമുക്ക് മതി. എനിക്ക് മനസ്സിലാവത്തില്ല, കാരണം എനിക്കറിയത്തില്ല നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം എന്നാന്നുള്ളത്. നിങ്ങൾ പറഞ്ഞാലേ എനിക്ക് അറിയത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആള് ഞാനല്ല, നിങ്ങൾ തന്നെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യണമല്ലോ. അതിനനുസരിച്ച് നിങ്ങൾ ഡെയിലി വർക്ക്സ് നിങ്ങൾ പ്ലാൻ ചെയ്യണം. നമുക്കൊരാഗ്രഹം ഉണ്ടോ? നമുക്കൊരാഗ്രഹമുണ്ട്, ഇപ്പൊ എക്സാമിന് ക്ലിയർ ചെയ്യണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രയോറിറ്റീസിനെല്ലാം ചേഞ്ച് വരും. അത് ഞാൻ ഇന്നലെ ടെലഗ്രാം ഗ്രൂപ്പിൽ കണ്ട ഒരു മെസ്സേജാണ്, സാറേ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് പഠിക്കാൻ വരണോ എന്നൊരാൾ ചോദിച്ചേക്കാണ്. അപ്പൊ അതിന് കൃത്യമായിട്ട് ജോലി റിസൈൻ ചെയ്ത് വന്നിട്ടുള്ള ഒരാൾ മറുപടി കൊടുത്തു. എന്നാന്നറിയോ, ഞാൻ ഇതുപോലെ 2 വർഷം മുന്നേ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, റിസൈൻ ചെയ്യണോ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങ് റിസൈൻ ചെയ്തിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഇന്നല്ല നാളെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് പഠിക്കുന്നത്. ഇപ്പൊ ചില ആളുകൾ അങ്ങനെ റിസൈൻ ചെയ്യട്ടോ, എടാ അത് ആരുടെ തീരുമാനമോ? ഞാനിപ്പോ എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്നാ പറയാൻ പറ്റും? കാരണം നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്കാണ് അറിയാവുന്നത്, അല്ലേ? എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, എടാ മോനെ നിനക്ക് ഇതാണ് കേസ് എന്ന് ഞാൻ നിനക്ക് സജഷൻസ് തരാനേ പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കണം ധൈര്യമായിട്ട്. അയാൾ പറഞ്ഞ ഇതാണ്, ആ സ്റ്റുഡന്റ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ആ റിസ്ക് ഒന്ന് എടുത്ത് നോക്കൂ, നിങ്ങൾക്ക് ജോലി കിട്ടും എന്ന് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെ പറയും. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് പറയുന്നത് കേട്ടപ്പോൾ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ഹോൾഡായിട്ട് നമ്മൾ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാം. അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, അല്ലേ? ഇപ്പോൾ ഈ കേൾക്കുന്ന ആൾക്കാർ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം അവരോടെല്ലാം ഞാൻ പറയാം, 21 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയാം, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടുന്ന സമയമാകുമ്പോൾ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ധൈര്യമായിട്ട് തുടങ്ങിക്കോ. ഇന്നല്ല നാളെ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടും. ഞാൻ നാളെ എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു 6 മാസമായിരിക്കാം, ചിലപ്പോൾ ഒരു 7 മാസമായിരിക്കാം, ചിലപ്പോൾ 1 വർഷമായിരിക്കാം. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് കൊടുക്കുന്നോ അത്രയും നാൾ നിങ്ങൾ കീപ് വർക്കിംഗ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഇനിയാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ കണ്ടിട്ടുള്ള കുറുക്ക് വഴിയായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോണം. ഈ കുറുക്ക് വഴികൾ ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങളെല്ലാവരും ആ കുറുക്ക് വഴി കേൾക്കാനായിരിക്കും വന്നേക്കുന്നത് എനിക്കറിയാം. അപ്പം ഈ കുറുക്ക് വഴികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ കുറേയൊക്കെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പുതിയതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളോട് പറയാൻ പാകത്തിന്. എന്നോട് ഇന്ന് എല്ലാവരും സിവിൽ എഞ്ചിനിയറിൽ പറയാണ്, ജിസിൻ്റെ കുറുക്ക് വഴികൾ കേൾക്കാൻ വേണ്ടി ഇന്ന് കുറച്ച് പേര് വരുന്നുണ്ട്, അവരോട് കുറുക്ക് വഴികളൊക്കെ പറഞ്ഞു കൊടുത്തേക്കണം ഓവർസിയർ ആവാനുള്ള. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തേ കണ്ടോളൂ. ഇവിടെ പ്രധാനമായിട്ടും ഞാൻ ഈ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ ഒരു എക്സാമിനെ, പ്രത്യേകിച്ച് ഓവർസിയർ എക്സാം കേട്ടോ, ഓവർസിയർ എക്സാം ഞാൻ നല്ല തീവ്രപരമായി പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ചെയ്യേണ്ടുന്ന ഈ തിയറി ബുദ്ധിമുട്ടുള്ള കുറച്ച് പേര് ഇതിനകത്തുണ്ടാവേ. തിയറി ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ കുഞ്ഞു കോഡുകളാക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡുകൾ ഞാൻ ഈ ക്ലാസ്സിലൊക്കെ പറയാറുള്ളതാണ്. ഇതിൻ്റെ പേരാണ് നിമോണിക്സ്. നമ്മൾ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നിമോണിക്സ് എന്നാണ് പറയാം. ഇപ്പം നിമോണിക്സ് എന്ന് പറയാറുണ്ട്. ഇപ്പം നിമോണിക്സ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു കോഡുകളാക്കാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ക്ലാസ്സിൽ പറയാറുള്ള ഒരു കോഡാണ് ഹലോ ഫഹദ് ഹബീബി
എന്ന് പറയുന്നൊരു കോഡാണ്. ഹലോ ഫഹദ് ഹബീബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, HFHBB PWD ബാർ റിഗേഷൻ 3rd ഗ്രേഡ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഹലോ ഫഹദ് ഹബീബി എന്നല്ല ചോദ്യം, HFHBB. ഇതിനകത്ത് ഏത് പെൻസിലാണ് ഏറ്റവും ഹാർഡായിട്ടുള്ള പെൻസിൽ എന്നാലും ചോദ്യം. പിന്നെ നമ്മൾ പഠിക്കുന്നത് പ്രൈം മിനിസ്റ്റർ ഹാസ് സം കേക്ക് ഇൻ ആൻ ഓവൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കും. മാക്രോ സ്ട്രക്ചർ ഓഫ് ടിംബർ. ഇതൊക്കെ ഒരു ടൈപ്പ് ഓഫ് കോഡുകളാണ്, നമ്മൾ ഓർത്തിരിക്കാനുള്ള കോഡുകളാണ്. ഇപ്പൊ കോഡുകൾ തന്നെ രണ്ട് തരത്തിലുണ്ടോ, സഭ്യമായിട്ടുള്ള കോഡുകളുണ്ട്, അസഭ്യമായിട്ടുള്ള കോഡുകളുണ്ട്. ഈ അസഭ്യമായിട്ടുള്ള കോഡുകൾ നിങ്ങൾ പുറത്ത് പറയണ്ടേ, നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചോ. നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്താൽ മതി. നമ്മുടെ ലക്ഷ്യം എന്നാ, എല്ലാവരെയും മുന്നിൽ ഞാൻ അടിപൊളിയാണെന്ന് കാണിക്കണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ല, നമ്മുടെ ലക്ഷ്യം എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എന്ത് ചെയ്യണം, നമുക്ക് ഒരു മാർക്ക് കിട്ടണം. ആ ഒരു ചോദ്യം നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് മാർക്ക് നമുക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഈ നിമോണിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി രണ്ടാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. ഒരു റൗണ്ട് പഠിച്ചു കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഒരു റൗണ്ട് പഠിച്ചു കഴിഞ്ഞവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ഇപ്പോഴേ തന്നെ ഒരു ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. എടാ, എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമ്മൾ പഠിക്കുമ്പോഴേ, ഇപ്പോൾ ഓവർസിയർ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് നോട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഈ ബുക്കും കൊണ്ട് നടക്കുമല്ല. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യണോടാ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എഴുതി വെക്കണം. എങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എഴുതി വെക്കും? എങ്ങനെയാണോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എഴുതി വെക്കുന്നത്? ഇപ്പോൾ എന്ത് ചെയ്യുക, ഫോർ എക്സാമ്പിൾ പറഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. നിങ്ങൾ കുറച്ച് പേര് ഇനിയിപ്പോൾ ഏതാണ് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളെ ഇഷ്ടമുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജില്ല, നിങ്ങളുടെ ജില്ല തന്നെ എടുത്തോ, ഏതെങ്കിലും ഒരു ജില്ല എടുക്കും. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. അപ്പൊ ഷോർട്ട് നോട്ട് എങ്ങനെ എഴുതാം? കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഏറ്റവും വലിയ ജില്ല, അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ ഇടുക്കി. ഇതാണ് ഷോർട്ട് നോട്ട്. മനസ്സിലായോ? ഇതാണ് ഷോർട്ട് നോട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. അത്രേ ഉള്ളൂ. ഇതുപോലെ ആയിരിക്കണം ഷോർട്ട് നോട്ട്. അല്ലെ എന്ത് നമ്മൾ എഴുതുമോ? എഴുതാം. ഓക്കെ, കേരളത്തിലെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി പോകുന്നതാണോടാ ഷോർട്ട് നോട്ട്? അല്ല. എന്ത് ചെയ്യണം, അത് വായിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്കും ഒന്നും മനസ്സിലാവരുത്, നമുക്ക് തന്നെ എല്ലാം മനസ്സിലാവും. KL കൂടുതൽ ജില്ല ഇടുക്കി. മനസ്സിലായോ? ഇതാണ് ഷോർട്ട് നോട്ട്. അല്ലാണ്ട് ഒരു ബുക്കിലുള്ളത് മൊത്തം എഴുതി അതുപോലെ പകർത്തി വെക്കാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഷോർട്ട് നോട്ട് എന്നല്ല. അപ്പൊ ഈ ഷോർട്ട് നോട്ട് എന്തിനാ ഉപയോഗിക്കുന്നത്? നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പെട്ടെന്ന് നാളെ എക്സാം ആണ്, ഓക്കെ, മറ്റന്നാൾ എക്സാം വരികയാണ്, നമുക്കൊന്ന് റിവൈസ് ചെയ്യണം. എടുക്കുന്നു, നമ്മൾ വായിക്കുന്നു. ഇതാണ് ഷോർട്ട് നോട്ട്. നമ്മൾ റിവൈസ് ചെയ്ത് എടുക്കുന്നതിനാണ് ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ സാധനം, നിങ്ങൾ ആരും ചെയ്തിട്ടുണ്ടാകത്തില്ല, നിങ്ങൾ ആരും ചെയ്യുന്നുണ്ടാവില്ല ഞാൻ ഈ പറയുന്ന കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കൂടാ. നമ്മളങ്ങ് പഠിക്കും, വീട്ടുകാരെയും നാട്ടുകാരെയും കേൾപ്പിച്ച് എല്ലാവരും നമ്മൾ പഠിക്കും, അല്ലേ? ഉറക്കെ പഠിക്കുന്നവരുണ്ട്, സ്വന്തമായിട്ട് അല്ലാണ്ട് പഠിക്കുന്നവരുണ്ട്. ഈ പഠിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചിലവർ ചെയ്യുന്നുണ്ടാവും. എന്താണെന്നറിയാമോ? പഠിക്കുന്നത് റെക്കോർഡ് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കാം. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ കൺസോളേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നു. കൺസോളേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുക. അപ്പോൾ ഈ കൺസോളേഷൻ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെക്കോർഡ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണോടാ, പോകുമ്പോഴും വീഴുമ്പോഴും കുറച്ച് നാളത്തേക്ക് പാട്ട് കേൾക്കുന്നതിന് വരെ ഇത് കേട്ടോണ്ട് കിടക്കാം. നല്ല രസമായിരിക്കും. എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്, പിന്നെ പാട്ട് കേൾക്കേണ്ട സമയത്ത് ഇതും കേട്ടോണ്ടിരുന്ന അങ്ങനെയല്ല. നമുക്ക് എന്ത് ചെയ്യണം, റിവിഷൻ കുറച്ചും കൂടെ ഈസി ആയിട്ട് നടക്കും. നമുക്ക് എന്ത് ചെയ്യണം, അവരുടെ സമയമാണല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പഠിച്ചത് തന്നെ വീണ്ടും ഒന്നും കൂടെ റിവൈസ് ചെയ്ത് കേട്ടോണ്ടിരിക്കാം. അപ്പം അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കേ. എന്താ, നമ്മൾ പഠിക്കുന്ന സാധനങ്ങൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്തിട്ട് ഒന്ന് കേട്ടു നോക്കുക. നിങ്ങൾ പഠിക്കുന്ന തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, റെക്കോർഡ് ചെയ്ത് കേൾക്കുക. നിങ്ങളുടെ തന്നെ ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് കേൾക്കുക. ഞാൻ ആദ്യമായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് എടുക്കുന്നതിന് മുന്നേ ഞാൻ ഒരു റൂമിൽ കയറിയിട്ടുണ്ടല്ലോ. റൂമിൽ കയറിയിട്ട് കഥ അടച്ചിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് ജിസനെ നിനക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങി, ക്ലാസ് എടുത്ത് അങ്ങോട്ട് തുടങ്ങി. അപ്പൊ കണ്ണാടിയുടെ മുന്നിൽ അങ്ങ് ക്ലാസ് എടുക്കുക. അപ്പം എൻ്റെ മമ്മിയൊക്കെ ചോദിച്ചു, എടാ എന്നാടാ ഇവന് പറ്റി, ഇപ്പം ഒരു പതിവില്ലാതെ എന്താ ഒരു ബഹളമൊക്കെ. അപ്പം ഞാൻ പറയാണ്, ഞാൻ ക്ലാസ് എടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഒന്നും അറിയാത്ത, സിവിൽ എഞ്ചിനീയറിംഗ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത എൻ്റെ അമ്മയെടുത്ത് ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യണം, അമ്മയ്ക്ക് ഇത് മനസ്സിലായോ, ഇതാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ. അമ്മ എന്നോട് പറഞ്ഞ്, എന്നിട്ട് ഒരു റിപ്ലൈ നമുക്ക് കിട്ടും. എപ്പോഴാണെന്ന് അറിയാമോ? അമ്മ പറയാണ്, ഇത് നീ ഇതല്ലേ പറഞ്ഞ്, ഇതിൻ്റെ ഉത്തരം ഇതല്ലേ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു സന്തോഷം വന്നു. എന്താണെന്നറിയാമോ സന്തോഷം വന്നേ? ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള നിങ്ങൾക്കും ഇത് മനസ്സിലാവും.
എന്നെനിക്ക് മനസ്സിലായി. അവിടെയാണ് നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യണോടാ, പഠിക്കണം, വീണ്ടും വീണ്ടും പഠിക്കണം. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ശില്പ ജീസ് പറഞ്ഞു മാനിഫെസ്റ്റ് ചെയ്യണം. ഞാൻ ഈ ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് വാക്കാണ് മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഡ്രീം ചെയ്യണം. ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നീ ഡ്രീം ചെയ്യണം, മാനിഫെസ്റ്റ് ചെയ്യണം. എന്തൊക്കെ ഡ്രീം ചെയ്യണം എന്നൊക്കെ ഓറിയന്റേഷൻ ക്ലാസ്സുകളിൽ ഞാൻ ഉറക്കെ പറയാറുണ്ട്. 100% ഉറക്കെ തന്നെ ഞാൻ പറയാറുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇത് മാനിഫെസ്റ്റ് ചെയ്യണം. എന്താ മാനിഫെസ്റ്റ് ചെയ്യണ്ടേ? അടുത്ത 2 വർഷത്തിനുള്ളിൽ ദേ വരുന്നു നിങ്ങളുടെ അഡ്വൈസ്, ദേ വരുന്നു നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ്, നിങ്ങളുടെ അച്ഛനും അമ്മയും ചിരിക്കുന്ന മുഖം, നിങ്ങൾ റീൽ എടുക്കുന്ന മൊമെന്റ്, നിങ്ങളുടെ മൊമെന്റ്സിനെ പറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, മാനിഫെസ്റ്റ് ചെയ്യണം. ശരിയാണ്, ശില്പ പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മാനിഫെസ്റ്റ് ചെയ്യണം. അതിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ. ഞാൻ ഇപ്പം കുറച്ച് വേറെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ കാര്യം മനസ്സിൽ വെച്ചേ കേട്ടോ, മാനിഫെസ്റ്റ് ചെയ്യണം. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു റൂള് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. റിവൈസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റൂളാണ് 131 റൂൾ. എന്താ 131 റൂൾ എന്നറിയാമോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണെന്നറിയാമോ 131 റൂള്? ഞാൻ ഒന്നാമത്തെ ദിവസം പഠിച്ചു. ഒന്നാമത്തെ ദിവസം പഠിച്ചത് ഞാൻ പിന്നെ പഠിക്കണം? മനസ്സിലാവുന്നില്ല അല്ലേ? 3-ാമത്തെ ദിവസം വീണ്ടും പഠിക്കണം. ഒന്നാമത്തെ ദിവസം പഠിക്കണം. ഞാൻ ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശക്തി എന്തുവാ? മറവി ശക്തി എന്ന് മാറ്റിയിട്ട് ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞാൻ പറയണേ. ഇതാണ് കുറുക്ക് വഴികൾ. ഇത് കാണാനാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് എൻ്റെ വിശ്വാസം. ശരി, ഒന്നാമത്തെ ദിവസം നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ദിവസം പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? വീണ്ടും 3-ാമത്തെ ദിവസം പഠിക്കണം. എത്രാമത്തെ ദിവസം പഠിക്കും? 3-ാമത്തെ ദിവസം പഠിക്കണം. വീണ്ടും നമ്മൾ 3-ാമത്തെ ദിവസം പഠിക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും പഠിക്കണം. ഒന്നാമത്തെ ദിവസം പഠിച്ചു, 3-ാമത്തെ ദിവസം പഠിച്ചു, വീണ്ടും എന്ത് ചെയ്യണോടോ? ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും നമ്മൾ പഠിക്കണം. പഠിക്കാമോ? ഇതൊന്ന് ചെയ്തുകൂടെ നിങ്ങൾക്ക്? ഒന്നാമത്തെ ദിവസം പഠിച്ചു, 3-ാമത്തെ ദിവസം പഠിച്ചു, ഒരാഴ്ച കഴിഞ്ഞ് പഠിച്ചു, പിന്നെ വീക്കിലി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം ആ സബ്ജക്റ്റ്. മനസ്സിലായോ? വീക്കിലി പഠിച്ചുകൊണ്ടിരിക്കണം. 131 റൂളിലാണ് നിങ്ങളിത് കൃത്യമായിട്ട് പഠിച്ച് പോകണം. ഒന്നാമത്തെ ദിവസം പഠിച്ചു, 3-ാമത്തെ ദിവസം പഠിച്ചു, വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പഠിക്കും. ഇതൊരു ടെക്നിക്കാണ്. ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം. ഇനി ഞാൻ വേറൊരു ടെക്നിക്കിലേക്ക് വരാം. ഇനി ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചതാണെന്ന് പറയാം. ഇനി സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കുറച്ച് മെത്തേഡ്സ് ഞാൻ പറയാണ് കേട്ടോ. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളതും ഇനി അത് സംഭവിക്കാൻ പോവാൻ സാധ്യത ഇത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇനി സംഭവിക്കരുത് കേട്ടോ. നിങ്ങളതൊക്കെ ഓർത്ത് വെച്ചോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സയന്റിഫിക് മെത്തേഡ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകണേ, ശ്രദ്ധിച്ചിരുന്നോണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സയന്റിഫിക് കുറുക്കുവഴിയാണേ, ശ്രദ്ധിച്ചോണം കേട്ടോ. സംഭവിച്ചിട്ടുണ്ടോ? ഇത് സംഭവിക്കാത്ത ഒരാൾ കാണും ഇതിനകത്ത്. ബാക്കി എല്ലാവർക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവും. എന്നാന്നറിയത്തില്ല, എന്നാ ഒരു പ്രശ്നമാണെന്നറിയാമില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഉണ്ടല്ലോ, പരീക്ഷ അതുവരെ കുഴപ്പമില്ലായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ പരീക്ഷ അങ്ങോട്ട് കയറുമ്പം ഉള്ള എല്ലാം അങ്ങ് മറന്നു. എന്ത് ചെയ്യും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് മറന്നു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ. കൃത്യമായിട്ട് റിവിഷൻ നടക്കാത്തത് കൊണ്ടാണ്. നമ്മൾ റിവിഷൻ ചെയ്യുന്ന ടെക്നിക്ക് തെറ്റാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി സയന്റിഫിക്കലി എങ്ങനെയാണ് ഇത് പ്രൂവ് ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞു തരട്ടെ. എങ്ങനെയാണ് പരീക്ഷ ആകുമ്പോഴത്തേനും മറന്നുപോയത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരുന്നോളാം കേട്ടോ. ഇത് കുറച്ച് തിയറട്ടിക്കൽ ക്ലാസ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തേഡിൻ്റെ ഒരു പേര് പറയും. മെത്തേഡല്ല, നമ്മളുടെ ഒരു കർവ് പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാം. നമ്മൾ സാധാരണ മനുഷ്യന്മാരുടെയൊക്കെ കർവ് പോകുന്നത് ഇങ്ങനെ തന്നെയാണ്. എന്താ പറയുക, ഇത് നമ്മുടെ ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം പഠിക്കുന്നു. ഫോർ എക്സാമ്പിൾ 100% കാര്യം നമുക്കറിയാം. ഓരോ ദിവസം കുറച്ച് നേരം കഴിയുന്നു കുറേ ദിവസം ആകുമ്പോഴത്തേനും എന്ത് ചെയ്യൂടാ, എല്ലാം നമ്മൾ മറന്നു പോകും. അതാണ് ഈ പോകുന്ന ഗ്രാഫ്. മറന്നു പൊക്കോണ്ടിരിക്കുക, ഇങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക, കുറഞ്ഞ് നമ്മൾ ഇന്നലെ പഠിച്ചത് എന്ത് ചെയ്യും, 1-ാമത്തെ ദിവസം കഴിഞ്ഞ് 2-ാമത്തെ ദിവസം കഴിഞ്ഞ് കുറേ ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴും നമ്മൾ ഫുള്ള് മറന്നുപോയി അല്ലേ. പിന്നെ ഫ്രഷ് നമ്മൾ ഇത് പറ്റുമോ? ഇതാണോ നമുക്ക് പ്രശ്നം? ഇതല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം. എങ്ങനെ മാറ്റാളായത്? ഇതിന് വേണ്ടിയിട്ട് ഒരു സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട് കേട്ടോ. അതിന്റെ പേരാണ് കോമ്പാക്ടിങ് ദ ഫോർഗറ്റിംഗ് കർവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ശരിക്കും പേര് സ്പേസ് കർവ് മെത്തേഡ് എന്നാണ് അതിന്റെ പേര്. നമ്മൾ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കും, പക്ഷെ അതല്ല ഇത്. സ്പേസ് കർവ് മെത്തേഡ്. എന്താ സ്പേസ് കർവ് മെത്തേഡ് എന്ന് പറയുന്നത്? സ്പേസ് കിറ്റിംഗ് മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. ഞാൻ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചിരുന്നോളാം കേട്ടോ, നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. എനിക്ക് 100% ഓർമ്മയുള്ള ഒരു സംഗതി കുറഞ്ഞ് ഇത് ഇവിടെ എത്തി. എന്ത് ചെയ്ത്
ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വായിച്ചു. ഓക്കെ ആണേ? ഒരു ദിവസം കഴിഞ്ഞപ്പം ഞാൻ ആ ടോപ്പിക്ക് വീണ്ടും വായിച്ചു. വീണ്ടും കുറഞ്ഞു അപ്പൊ ഒരു തവണ വായിച്ചപ്പോഴത്തേ ഞാൻ വീണ്ടും റീകളക്ട് ചെയ്തു. എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വീണ്ടും വന്നു. ഓക്കെയാണ്? പിന്നെ ഞാനൊരു കുറച്ചങ്ങോട്ട് പോയി ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും വായിച്ചു. 3 ദിവസം കഴിയും വീണ്ടും വായിച്ചു. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും വായിച്ചപ്പോൾ എന്ത് ചെയ്തു? ഞാൻ വീണ്ടും റീകളക്ട് ചെയ്തു. റീകളക്ട് ചെയ്തല്ലോ. അപ്പം ഞാൻ 1ാമത്തെ ദിവസം പഠിച്ചത് മറന്നു. വീണ്ടും ഞാനൊരു എന്ത് ചെയ്തു? 3 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്ത് ചെയ്തു? വായിച്ചു. എനിക്ക് റീകളക്ട് ആയി. ശരി, വീണ്ടും ഞാൻ പോകുന്നു. കുറേ ദിവസം കഴിഞ്ഞ് ഒരു 6 ദിവസമായപ്പോൾ ഞാൻ വീണ്ടും വായിച്ചു. 6 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും വായിച്ചു. മനസ്സിലായോ? 6 ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും വായിച്ചു. അപ്പൊ എന്ത് ചെയ്തു? വീണ്ടും എനിക്ക് പഴയത് വീണ്ടും ഓർമ്മ വന്ന്. ഇവിടെ പ്രശ്നം വരാൻ പോകുന്നതെന്ന് അറിയാം. എന്നാടാ പ്രശ്നം എന്നറിയാമോ? നമ്മൾ ഇവിടെ വായിക്കുമ്പം അപ്പം നമ്മുടെ മൈൻഡ് ഇങ്ങനെ പറയും, ഇതെനിക്കറിയാലോ, ഇതെന്തിനാ വീണ്ടും വായിക്കുന്നത്, എനിക്കിപ്പോൾ അറിയാലോ, ഇതിപ്പം എന്താ പ്രശ്നം, ഇത് സിമ്പിൾ അല്ലേ, എനിക്കറിയാം എന്ന് വിചാരിക്കും. അവിടെ നിങ്ങൾ വേണം, അവിടെയാണ് നിങ്ങൾ, ഞാനിപ്പോൾ ഇത് നിങ്ങളോട് പറയുന്നത് കോൺഷ്യസ് ആയിട്ട് നിങ്ങൾ അതിനെ എതിർക്കണം. എനിക്കത് അറിയത്തില്ല, എനിക്ക് വായിക്കണം എന്ന് തന്നെ നിങ്ങൾ മൈൻഡിനോട് പറഞ്ഞ് പഠിപ്പിക്കണം. ഇവിടെ വരെ എത്തുമ്പോഴത്തേന് നിങ്ങൾ പറയും ഇത് വായിക്കേണ്ട കാര്യമില്ല, 1ാമത്തെ പേജിലും മേളിൽ അത് കിടക്കുന്നു, 2ാമത്തെ പേജ്. പക്ഷേ അവിടെയും നിങ്ങൾ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കണം, എനിക്കത് അറിയത്തില്ല, വീണ്ടും ഞാനത് വായിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം. ഇത് എപ്പോൾ ചെയ്യണമെന്ന് അറിയാമോ? എക്സാമിനോട് അടുപ്പിച്ച് 1 മാസത്തേക്ക് നിങ്ങൾ ഇത് കൃത്യമായിട്ട് ചെയ്തു നോക്ക്. എക്സാമിന് ചെല്ലുമ്പോഴാണല്ലോ അവിടെ മറന്നു പോന്നേ, ആണോ? എക്സാമിന് ചെല്ലുമ്പോഴല്ലേ മറന്നു പോന്നേ. എക്സാമിനോട് അടുപ്പിച്ച് 1 മാസം മുന്നേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. എക്സാമിന് മറന്നു പോകുന്നു, ഏത് എക്സാം ആണെങ്കിലും നമ്മൾ എക്സാമിന് ചെന്നിരിക്കുമ്പോൾ മറന്നു പോകുന്നു. എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നമ്മൾ റിവൈസ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാൻ നിങ്ങൾക്ക് എക്സാമിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണോടാ? സെറ്റ് ചെയ്യണം. എക്സാമിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. 2ാമത്തെ കുറുക്ക് വഴി, ചുമ്മാതെ വായിച്ചു പോകൂടാ. ചുമ്മാതെ വായിച്ചു പോകും. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമോ? കാണുന്നില്ലേ? കാണാമോ? കുറെയൊക്കെ കാണാമല്ലോ, എന്തൊക്കെ സാധനങ്ങൾ എഴുതി വെച്ചേക്കുന്നവരെ കാണാമല്ലോ. ശരി, ഇത് സിവിൽ എഞ്ചിനീയറിംഗിലെ ഹൈഡ്രോളജിക്കകത്ത് ഒരു ചോദ്യമാണ്. ഹൈഡ്രോളജിക്കകത്ത് ചോദ്യം ഇതായിരുന്നു, നമുക്ക് ഫൈ ഇൻഡെക്സ് കണ്ടുപിടിക്കണം. നമുക്ക് ഫൈ ഇൻഡെക്സ് കണ്ടുപിടിക്കണം. നമ്മളിത് എങ്ങനെ വായിക്കുന്നതെന്ന് അറിയാമോ? നമ്മളിത് എങ്ങനെ പഠിക്കും? നമ്മൾ പഠിക്കുന്നത് ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് A=W <5. ഫൈ ഇൻഡെക്സ് എന്ന് പറയുന്നത് ആവറേജ് റെയിൻഫാൾ ഇന്റൻസിറ്റി എബോവ് വിച്ച് റെയിൻഫാൾ റൺ ഓഫ് ഫൈ ഇൻഡെക്സ് P-R/. ഇതെനിക്കറിയാം. എന്ത് ചെയ്യാം? നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വായിച്ച് ഇങ്ങനെ പോകും. ഇതെനിക്കറിയാം എന്നിങ്ങനെ പോകും. ആണോ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് അറിയാവുന്നതാണോ? അറിയാവുന്നതല്ല. ആ വാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫെമിലിയർ ആണ്. നമ്മളിത് എവിടെയോ കണ്ടിട്ടുണ്ട് അല്ലേ? മറ്റേ നമ്മുടെ ആരാ പറയുന്നത്, മോഹൻലാൽ ഒരു സിനിമയിൽ പറയുന്നത് മിന്നായം പോലെ എവിടെയോ നമ്മളിത് കണ്ടിട്ടുണ്ട്. നമ്മൾ എപ്പോഴോ നമ്മുടെ ബ്രെയിൻ നമ്മളെ പഠിപ്പിക്കും, എന്താ ഇത് എവിടെയോ നീ കണ്ടിട്ടുണ്ട് മോനെ, നോ പ്രോബ്ലം, കണ്ടിട്ടുണ്ട് എന്ന് പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതാണോടെ ചെയ്യേണ്ടത്? നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇക്വേഷൻ ആണ് പഠിക്കുന്നതെങ്കിൽ ഇതിപ്പം നമ്മളിങ്ങനെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈ ഇൻഡെക്സ്, ഓക്കെ, ഫൈ ഇൻഡെക്സ് എന്താണ്? ഒന്ന് പൊത്തി പിടിച്ച് നോക്ക്. ഫൈ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈ P-R/T എന്നാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? കാണാതെ ഒന്ന് പറഞ്ഞു നോക്കണം, പൊത്തി പിടിച്ചിട്ട് പറഞ്ഞു നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ബുക്ക് എടുക്കുന്നു, അടുത്ത ബുക്ക് എടുത്തിട്ട് നമ്മൾ പറയാം ഫൈയുടെ വാല്യൂ എന്താണ്? P-R/by കഴിഞ്ഞിട്ട് ഓർമ്മയില്ലെങ്കിൽ എന്ത് ചെയ്യണം? സാറ് പറഞ്ഞിട്ടുണ്ട്, ഓർത്ത് നോക്കണം. അങ്ങനെ ഇരിക്കണ്ട, പോയി നോക്കണോടാ. R/T ആണ്, എനിക്ക് ഓർമ്മയില്ലായിരുന്നു എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അല്ലേ? നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അവിടെയാണ് നമ്മുടെ വിജയം. നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതെ വീണ്ടും ചുമ്മാ ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന കാര്യമുണ്ടോ? അങ്ങനെ വേണം നിങ്ങൾ റിവിഷൻ ചെയ്യേണ്ടത്. ഇത് ചുമ്മാ വായിച്ചു പോകുന്ന പരിപാടിയാണോടാ? അല്ല, നമ്മൾ വായിച്ചു കൊണ്ടുന്ന പരിപാടി അല്ല. നമ്മൾ എന്ത് ചെയ്യണം? വായിച്ചു നോക്കിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യണം. അറിയത്തില്ലെങ്കിൽ ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും വായിക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ചെയ്യാമോ? ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും എക്സ്ക്ലൂസീവ് കുറുക്ക് വഴി കേട്ടോ. ഇതെന്തായാലും നിങ്ങൾ വഴിയില്ല. നിങ്ങൾ അതൊരു കിടുക്കാച്ചി സാധനമാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിച്ചിരുന്നുള്ളൂ. കുറച്ചു പേരൊക്കെ ചിരിക്കുന്ന ഈ സാറിന് എന്നാണ്. അപ്പം നോക്കിയേ, ഇതിന്റെ പേരാണ് എന്താണെന്നറിയാമോ? ഇന്റർലീവിങ് ടെക്നിക്ക് എന്നാണ് പേര്. ശരിക്കും ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്.
ഞാൻ പുതുതായിട്ട് കൊണ്ടുവന്നതൊന്നുമല്ല. നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയുന്നുണ്ടാവില്ല. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്, പഠിക്കുമല്ലേടാ നമ്മൾ. ശരി, ഇന്റർലീവിങ് ടെക്നിക്. എന്ത് ഇന്റർലീവിങ് ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർലീവിങ് ടെക്നിക്ക് ഞാൻ 7 മണി തൊട്ട് 9:30 വരെ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. എത്ര മണിക്കൂറാണ് പഠിക്കേണ്ടത്? എത്ര മണിക്കൂറാ? 2.5 മണിക്കൂർ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. ഈ 2.5 മണിക്കൂർ ഞാൻ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? അപ്പോൾ എനിക്ക് ഇന്റർലീവിങ് ടെക്നിക്ക് അറിയത്തില്ല. ഞാൻ 2.5 മണിക്കൂർ പഠിക്കാൻ പോകുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ ടിമ്പർ എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാനൊക്കെ പഠിക്കാൻ പോവാം. ടിമ്പർ എന്ന് പറയുന്ന ടോപ്പിക്ക് നെച്ചാറ പോറ പഠിക്കാൻ പോകുന്നു. അങ്ങനെ അങ്ങോട്ട് പോകുന്നു, അത് പഠിക്കുന്നു, ഇത് പഠിക്കുന്നു. കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഡ്രൈ ആവും, കുറച്ച് നേരം കഴിഞ്ഞ് നിർത്താം. ഇനി ഇന്റർലീവിങ് ടെക്നിക്ക് അറിയാവുന്ന ഒരാൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? എന്നാ രീതി ചെയ്യുന്നത്? അതെ, അയാളുടെ ടൈം ഷെഡ്യൂൾ ഇതേ ഇങ്ങനെ ആയിരിക്കും. നോക്കിക്കോ, 7 മണി തൊട്ട് 7:45 വരെ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യും? ടിമ്പർ പഠിക്കും. 7 മണി തൊട്ട് 7:45 വരെ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ടിമ്പർ പഠിക്കും. 7:45 തൊട്ട് 8:30 വരെ അവനൊരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് ചെയ്യും. എന്ത് ചെയ്യൂടാ? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. ഇനി 8:30 തൊട്ട് 9 വരെ എന്ത് ചെയ്യും? അവൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പോയി ചെയ്യും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇത് നടന്ന സംഭവമാണ് കേട്ടോ. 1000 സ്റ്റുഡൻസിൽ ചെയ്തപ്പോൾ 900 സ്റ്റുഡൻസും ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചത് എങ്ങനെയുള്ള സ്റ്റുഡൻസാ? പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയാം, എന്താ, മിക്സഡ് ആയിട്ട് നമ്മൾ പഠിച്ചാൽ മതി. നമ്മൾ എത്രയാണോ നമ്മൾ ഉപയോഗിക്കുന്ന സമയം, രാവിലെ തൊട്ട് വൈകിട്ട് വരെ പഠിക്കുന്നു, ഒരേ സബ്ജക്റ്റ് ഒരിക്കലും പഠിക്കരുത്. മിക്സഡ് ആയിട്ട് പഠിക്കണം. നിങ്ങൾ 1 മണിക്കൂർ പഠിക്കുന്നുള്ളൂ, അല്ലെ 2 മണിക്കൂർ പഠിക്കുന്നുള്ളൂ, അല്ലെ 3 മണിക്കൂർ, ഏറ്റവും മിനിമം നിങ്ങൾ ഒരു 3 മണിക്കൂറെങ്കിലും പഠിക്കണം. ഈ 3 മണിക്കൂറിൽ നമ്മൾ കൃത്യമായിട്ട് ഇടവേളകൾ കൊടുക്കണം. കൃത്യമായിട്ട് നമ്മൾ ഏത് സ്ലോട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത്, ഏത് സബ്ജക്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾ അന്നത്തെ ദിവസം ഒന്ന് ഡോക്യുമെന്റ് ചെയ്യണമല്ലോ. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത് ഡോക്യുമെന്റ് ചെയ്യണം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള 3 ടെക്നിക്സ് ആണ് നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിനകത്ത് 3 ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചെയ്താൽ പോലും ഞാൻ ഈ പറഞ്ഞ ദൈവം നമുക്ക് തന്നേക്കുന്ന എന്ത് ശക്തി, ആ ശക്തി കുറച്ച് കുറയ്ക്കാൻ പറ്റും. മറവി ശക്തി വേണം. മറവി ശക്തി ഇല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യന് ഒന്നും മറന്നു പോകുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇന്നലെ നമ്മളൊരു പച്ചത്തറി വിളിച്ച് ഒരുത്തൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവന്റെ കാര്യം നമ്മളങ്ങ് മറന്നു പോയോണ്ടാണ് നമ്മൾ ആ ജീവിതത്തിൽ അവനെ കാണുമ്പോൾ പിന്നെ ചിരിക്കുന്നത്, അല്ലേ? മറവി ശക്തി അങ്ങനെ കളയാൻ പറ്റില്ല. എന്നിരുന്നാലും ഈ ആവശ്യത്തിനുള്ള മറവി അല്ലാണ്ട് ആവശ്യത്തിൽ കൂടുതൽ മറവി നമുക്ക് വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. അതൊന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള ഈ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പഠനത്തിൽ കൊണ്ടുവരാം. ഓക്കെ ആണോ? അപ്പൊ ഇതൊക്കെയാണ് ജിസിൻ സാറിന് പറയാനുള്ള കുറുക്കു വഴികളാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഇതൊക്കെ കൊണ്ടുവരണം, നിങ്ങൾ ഇത് ചെയ്യണം. ഇനി ഉറപ്പായിട്ടും എല്ലാവരും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഉറപ്പായിട്ട് എന്തിലായിരിക്കണം? സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ ഇത് ഇന്ന് പറഞ്ഞിട്ടോ, ഇന്നിപ്പോ കുറച്ച് പേരും ഭയങ്കര മോട്ടിവേറ്റഡ് ആയി, സാർ പറഞ്ഞു യെസ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഇന്ന് നമ്മൾ ചെയ്യും. പക്ഷെ അങ്ങനല്ല, നമ്മൾ എപ്പോഴും സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് ചെയ്യണം തോന്നുന്നത്. അത് സെൽഫ് മോട്ടിവേറ്റഡ് ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടാവണം, നമുക്കൊരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കണം. അതല്ലേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി, അല്ലേ? ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നില്ല. ഇത് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞവരാണെന്ന് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ജോലി വേണം എന്നുള്ള തീരുമാനത്തിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. പ്രയോറിറ്റി സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണോടാ? നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതല്ലേ? ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയോറിറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കേട്ടോ? അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് അതിൻ്റെ എങ്ങനെയാണ് ടെക്നിക്ക് എന്ന് പറഞ്ഞതാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, എനിവേ, ഇപ്പം സിവിലിയൻസിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? എടാ, ഇതിപ്പോൾ എന്നെ കാണുന്ന ആൾക്കാരൊന്നും സിവിലിയൻസിൻ്റെ ഒരു കോഴ്സും എടുത്തിട്ടില്ല, ഒന്നും പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണേ. ഇപ്പോൾ സിവിൽ ആപ്പിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാം. ഫ്രീ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്, നിങ്ങൾക്ക് പോയിട്ട് നോക്കാം. ചുമ്മാ സെർച്ച് ചെയ്താൽ മതി, ഫ്രീ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നേരത്തെ ഉള്ള ക്വസ്റ്റ്യൻ. നിങ്ങൾ ഇവിടെ പഠിക്കുന്നവരാണെങ്കിലും ചെയ്യാം കേട്ടോ. ഫ്രീ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഇനി ഫ്രീ ആയിട്ട് ക്ലാസ്സുകളുണ്ട്. ഓവർസിയർ എക്സാമിൻ്റെ ക്ലാസ്സുകൾ അതിനകത്ത് അവൈലബിൾ ആണ്. ഓവർസിയർ ക്ലാസ്സസ് അവൈലബിൾ ആണ്, നിങ്ങൾക്ക് കയറി കാണാം. ഇനി സിവിലിയൻസിൻ്റെ ഫ്രീ ക്ലാസ്സും കോംബോ ആയിട്ടുള്ള ക്ലാസ്സസ് ഉണ്ട്, ക്യൂസസ് ഉണ്ട്, നിങ്ങൾക്ക് കയറിയിട്ട് അത് അറ്റൻഡ് ചെയ്യാം. ഇതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സിവിൽ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി, അതിനകത്തുണ്ട് ഇതൊക്കെ. ഇനി എല്ലാ മാസവും ഓവർസിയറിൻ്റെ പരീക്ഷകൾ നടക്കാറുണ്ട്. ഓൾ കേരള മോക്ക് ടെസ്റ്റുകൾ നടക്കാറുണ്ട്. ഓൾ കേരള മോക്ക് ടെസ്റ്റുകൾ എൻ്റെ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും അത് പോയി ചെയ്യണം. കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എവിടെയാണ്, കേരളത്തിൽ നിങ്ങൾ എവിടെയാണ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഉറപ്പായിട്ടും നിങ്ങളത് ചെയ്യണം. ഇനിയല്ല, ഈ കാണുന്ന ആർക്കെങ്കിലും ക്ലാസ്സുകൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ
നമ്മളുടെ ഓവർസിയർ ബാച്ചിൽ പഠിക്കുന്ന കുട്ടിയാണ് ആയിരിക്കുന്നത്. സുബിൻ അവിടെ കോഴിക്കോട് ബാച്ചിലാണ് പഠിക്കുന്നത്. ഇനി ഇവിടുത്തെ ബാച്ച് പഠിക്കുന്നവരുണ്ട്. ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുന്ന ആളാണ് പ്രജിത്ത്, അല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? പ്രജിത്ത് ഓൺലൈൻ ബാച്ചിലാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സുകളിലേക്ക് വരാം. തിരുവനന്തപുരത്ത് ക്ലാസ് ഉണ്ട്, കൊല്ലത്ത് ക്ലാസ് ഉണ്ട്, കാലിക്കറ്റ് ക്ലാസ് ഉണ്ട്, എല്ലായിടത്തും ക്ലാസ് ഉണ്ട്. ക്ലാസ്സിൽ വന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ വന്ന് പഠിക്കാം. നിങ്ങൾക്ക് സിവിലിയൻസിന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ദേ നോക്കിക്കോളൂ, 8281003366 എന്ന് പറയുന്ന നമ്പറിലേക്ക് വന്ന് നിങ്ങൾക്ക് പഠിക്കാം. എടാ, ഞാൻ നിങ്ങളെ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾക്ക് വന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കാം. എല്ലാ ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ശരി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിവിൽ ആപ്പിൽ നിങ്ങൾക്ക് ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾക്ക് കോഴ്സസ് ഉള്ളത്. തദ്ദേശ എന്ന് പറയുന്നത്, വജ്ര മിനി എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതായത് ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള കോഴ്സാണ്. ഇനി തദ്ദേശ എന്ന് പറയുന്ന കോഴ്സ് ഗ്രേഡ് 2 ഗ്രേഡ് 3 എന്ന് പറയുന്ന കോഴ്സാണ്. പിന്നെ ലൈവ് റെക്കോർഡഡ് ക്ലാസ് നടക്കുന്നുണ്ട്. ഇവിടെയാണ് പ്രജിത്ത് പഠിക്കുന്നത്, അല്ലേ പ്രജിത്തെ? ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സിലാണ് പ്രജിത്ത് പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ, ഇത് ലൈവ് ക്ലാസ് ആണ്, എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പ്രജിത്ത് ഇരിക്കുന്നത്. ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നോ പ്രജിത്തെ? ഓക്കെ, എനിവേ ഞാൻ ഇന്ന് ഇവിടെ വെബിനാർ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലാത്തത്. റിയലി സോറി. നിങ്ങളുടെ ക്ലാസ് മുടക്കി കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കാണുന്നത് ഞാൻ വിചാരിക്കും. ഓക്കെ, ശരി. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പിള്ളേരെ എന്നോട് ഇപ്പോൾ ചോദിക്കാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. PYQ ആപ്പിലുണ്ടോ? PYQ ആപ്പിലുണ്ട്. PYQ ആപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ബുക്കായിട്ടാണ് അവൈലബിൾ ആവുക. PYQ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ PYQൻ്റെ കാര്യമാണോ എന്ന് ചോദിച്ചാൽ, അത് നേരത്തെ ഉണ്ടല്ലോ, ആപ്പിലുണ്ടല്ലോ. ഫ്രീ ടെസ്റ്റ് ഇതൊന്ന് നോക്കിയാൽ മതി, ജസ്റ്റ് നോക്കിയാൽ മതി. അത് ഇവിടെ എടുത്തിട്ടുള്ള ക്ലാസിന്റെ റെക്കോർഡ് വെർഷനാണ് അതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. നിങ്ങളൊന്ന് കയറി നോക്കിക്കോളൂ. ഓക്കെ, ഞാൻ വജ്ര ക്ലാസ് എടുത്തവർ ഓവർസിയർ എക്സാമിന് വേണ്ടിയിട്ട് വേറെ ക്ലാസ് കാണേണ്ട ആവശ്യമുണ്ട്? ഇല്ലടാ, നോ പ്രോബ്ലം. നിങ്ങൾ AJJ എന്നാണെന്ന് പേരെന്ന് എനിക്ക് തോന്നുന്നു, എന്നാലും ഞാൻ പറയാണ്. AJJ വേറെ ഒന്നും ചെയ്യണ്ട. നീ അത് തന്നെ കൃത്യമായിട്ട് പഠിച്ചോളൂ. ഓൾ കേരള മോക്ക് ടെസ്റ്റ് ഓൺലൈൻ ആകുമോ? ഓൾ കേരള മോക്ക് ടെസ്റ്റ് ഓൺലൈൻ ആണ്. എല്ലാ മാസവും ലാസ്റ്റ് സൺഡേ ആണ് ഓൾ കേരള മോക്ക് ടെസ്റ്റ് ഉണ്ടാവുക. ഈ പറയുന്ന ഓൾ ബാച്ച് എക്സാം അത് വേറെ കണ്ട. അത് എന്താണെന്ന് വെച്ചാൽ സിവിലിയൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, പഠിച്ചു കഴിഞ്ഞ കുട്ടികൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എഴുതാം. പോമഡോറോ ടെക്നിക്ക് സൂപ്പർ ആണല്ലോ. അതാണ് നല്ലതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. സിജിനെ അങ്ങനെ ചെയ്യാം കേട്ടോ, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഏത് മെത്തേഡ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, നോ പ്രോബ്ലം. സാർ, ജൂൺ 30 നടക്കുന്ന ഗ്രേഡ് 1 എക്സാമിന് എത്ര വേക്കൻസി ഉണ്ടാവും? എടാ, ആൻറ്റിസിപ്പേറ്റഡ് ആണ് നിലവിൽ വേക്കൻസി. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് 2 years ആയി ഞാൻ PSC പ്രിപ്പയർ ചെയ്യുന്നു. അപ്കമിങ് എക്സാംസിൽ ഏതാണ് ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത്? താൻ നോക്കേണ്ടത് ഉറപ്പായിട്ടും ജനനി നോക്കേണ്ടത് LSTD ഗ്രേഡ് 3യും കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 2 എക്സാമുമാണ് നല്ലതുപോലെ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം അതിനകത്തുള്ള ഓപ്പർച്യൂണിറ്റി ഇനിയിപ്പോൾ ഇനി പരീക്ഷ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാളെടുക്കും. ഇത്രയും വേക്കൻസീസ് വന്നൊരു പരീക്ഷ, അല്ല ഇത്രയും അഡ്വൈസസ് പോയ ഒരു പരീക്ഷയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓൾ കേരള മോക്ക് ടെസ്റ്റ് റെഗുലർ ആയിട്ട് വെക്കാമോ? ഓൾ കേരള മോക്ക് ടെസ്റ്റ് റെഗുലർ ആയിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും മന്ത്ലി വൺസ് ആണല്ലോ ഉള്ളത്. ഇപ്പം നെക്സ്റ്റ് ഏതാണ് എക്സാം? ഇപ്പോൾ ഇനിയിപ്പം ഓവർസിയർ ഗ്രേഡ് 1 എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകളായിരിക്കും നടക്കുക. എല്ലാ മാസവും ഉണ്ട്. അത് ഓൾ കേരള മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. സാർ, വീഡിയോ ലെക്ചേഴ്സ് കാണുമ്പോഴും ഡിഫറെൻറ്റ് സബ്ജക്റ്റ് ആണോ ഓരോ ഡേ കാണേണ്ടത്? അല്ല, ഒരു സബ്ജക്റ്റ് തീർത്തിട്ടാണോ നെക്സ്റ്റ് സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? എൻ്റെ വിസ്മയ ചെയ്യേണ്ടത് ആദ്യമേ ഏതാണ് വിസ്മയക്ക് സൗകര്യം എന്ന് നോക്കുക. നമ്മളെ ഒരു ദിവസം തന്നെ മൊത്തം ക്ലാസ് കാണുവാണെന്നുണ്ടെങ്കിൽ, ഒരേ സബ്ജക്റ്റ് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര മടുപ്പുണ്ടാവും. അതേസമയം പാരലി നമുക്ക് 2 സബ്ജക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആണ് ആ ക്ലാസ്. അത് ഒരുമിച്ച് കാണുന്നതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുക 1 or 2 സബ്ജക്റ്റോ, അതിനകത്ത് നമ്മൾ വേറെ എന്തെങ്കിലും ഇപ്പം PYQ ചെയ്യുന്നതോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ നല്ലതാണ്. LSTD ഗ്രേഡ് 2 LSTD ഗ്രേഡ് 2ഉം KW ഗ്രേഡ് 2ഉം ഒന്നിച്ച് പഠിക്കാൻ പറ്റുമോ? നോക്കണം. LSTD ഗ്രേഡ് 2ഉം ഗ്രേഡ് 3യും LSTD ഗ്രേഡ് 3യും KW ഗ്രേഡ് 2 ഒരുമിച്ച് പഠിക്കാം. പക്ഷേ KW ഗ്രേഡ് 2ന് എന്ത് ചെയ്യണം? മെക്കാനിക്കൽ പഠിക്കാം. നിമിയിലുള്ളത് നോക്കണം, ഉറപ്പായിട്ട് നോക്കണം. യൂട്യൂബിൽ ഓവർസിയർ PYQ ലൈവ് ഡിസ്കഷൻ അപ്പോൾ ഓൺഗോയിങ് അല്ലേ? അതുപോലെ PYQ ഡിസ്കഷൻ വെക്കാമോ? ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. ഓക്കെ, അഞ്ജന, താങ്ക് യു.
നമുക്ക് എക്സാമിനോട് അടുപ്പിച്ച് നോക്കാം. ഞാൻ ഓവർസിയർ എക്സാം ശരിക്കും അങ്ങനെ അതിൻ്റെ സൂത്രധാരൻ ഞാൻ തന്നെയാണ്. ശരിക്കും PYQ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ കാര്യം. കാരണം ഒരുപാട് കുട്ടികൾ സങ്കടത്തോടു കൂടി ഒന്ന് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഓവർസിയർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് സിവിലിയൻസ് ഒന്നും തരുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നാണ് അങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നത്. നിങ്ങളത് കാണുന്നുണ്ടെന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷം. ലൈവ് യൂസ് ഒക്കെ അതിൽ കുറവാണ്. അപ്പം അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് അല്ലേ? വളരെ വളരെ നല്ലത്. അങ്ങനെ ആയിരിക്കട്ടെ. bharatskills.com സെർച്ച് ചെയ്യുമ്പോൾ കനോട്ട് ബി റീച്ച്ഡ് എന്ന് കാണിക്കുന്നു. നിമി ടെക്സ്റ്റ് ബുക്കിന് ലിങ്ക് ഷെയർ ചെയ്യാമോ? ഒന്ന് ആപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഭാരത് സ്കിൽസ് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാമോ? ഭാരത് സ്കിൽസ് ഇവിടെ ബാക്ക് ഒന്ന് നോക്കാമോ? ചെക്ക് ചെയ്യാമോ? പറ്റുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഷെയർ ചെയ്ത് തരാം, നോ പ്രോബ്ലം. സാർ ഒരു 70 മാർക്ക് വരെ കിട്ടുന്നുണ്ട്, അതിന് മുകളിൽ ആക്റ്റീവ് ചെയ്യാൻ പറ്റുന്നില്ല. സോ എവിടെയാണ് ഇന്ന് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്? 70 മാർക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താ പറയുന്നത്, ഒരു കാരണവശാലും വിട്ടു പോയേക്കരുത്. 70 മാർക്ക് കിട്ടുന്നുണ്ട് ആളാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം എവിടെയോ തങ്ങി നിൽക്കുവാണ്. അപ്പോൾ ആ പ്രശ്നം എന്താണെന്ന് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നോട് സംസാരിക്കേണ്ടതായിട്ട് വരും. കാരണം ഏത് സബ്ജക്റ്റാണ് താൻ കൂടുതൽ പഠിച്ചിട്ടുള്ളത്, ഏതെങ്കിലും താൻ വീക്കായിട്ട് നിൽക്കുവാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അല്ല, രണ്ടാമത്തത് ഈ പറയുന്ന കാര്യങ്ങൾ, ഈ സബ്ജക്റ്റുകളെല്ലാം തിയറി കംപ്ലീറ്റ് ചെയ്തിട്ടാണോ? ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു 70 മാർക്ക് വരെ എത്തുന്നുണ്ടെന്ന് പറഞ്ഞത്? PSC എക്സാമിനാണോ? ഏതാണെന്ന് പറയുമോ? KW ഗ്രേഡ് 2-ന് കെമിക്കൽ ഇല്ലല്ലോ, മെക്കാനിക്കൽ അല്ലേ ഉള്ളൂ. വജ്രയിലുള്ള കെമിക്കൽ മതിയാവും. സിലബസ് എന്തെങ്കിലും ചേഞ്ച് വരുവാണെന്നുണ്ടെങ്കിൽ പറയുമല്ലോ. സിലബസ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല, അപ്പം ഡേറ്റ് വരുമ്പോഴത്തേനും അനൗൺസ് ചെയ്യും. അപ്പം അതനുസരിച്ച് അതിനകത്ത് അപ്ഡേറ്റ് ആക്കും. LSTD ഗ്രേഡ് 3 എക്സാമിന് ഇനി പഠിച്ചു തുടങ്ങിയാൽ സിലബസ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ? എടാ, ഞാൻ ആദ്യമേ അത് തന്നെയാണ് പറയുന്നത്. അതായത് നമ്മൾ എന്തോ ആണോ പഠിക്കുന്നത്, നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LSTD ഗ്രേഡ് 3ക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, സിലബസ് ഒന്ന് എടുക്കുക. എനിക്ക് ഏതൊക്കെ സബ്ജക്റ്റ് നന്നായിട്ട് അറിയാം എന്നൊന്ന് മാർക്ക് ചെയ്യണം. അറിയാത്ത സബ്ജക്റ്റ്, ഒരു സബ്ജക്റ്റും അറിയത്തില്ല, കുഴപ്പമില്ല, നോ പ്രോബ്ലം. അപ്പോൾ എന്ത് ചെയ്യുക, ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് 60 ദിവസത്തേക്ക് 70 ദിവസത്തേക്ക് ഒരു പ്ലാൻ റെഡിയാക്കണം. നമ്മൾ ഒരു പ്ലാൻ റെഡിയാക്കിയിട്ട് അത് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോവാം. അതാണ് ചെയ്യേണ്ടത്. അതിനകത്ത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നമ്മൾ ഇവിടുത്തെ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യും, നമുക്ക് മെന്ററുമായിട്ടൊന്ന് സംസാരിക്കാം. എപ്പോൾ തൊട്ടാണ് PYQ ചെയ്യേണ്ടത്? ഞാൻ ശരിക്കും PYQ ചെയ്യാൻ അങ്ങനെ സമയമൊന്നും ഇല്ലടാ. ഞാൻ പറയുന്നത്, ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ ഡെയിലി ഒരാഴ്ച അല്ലെങ്കിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ PYQ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അതെന്താന്ന് പറയാം കേട്ടോ. ഞാൻ എടുത്ത ബുക്കിന്റെ പേരാണ് ഡാർക്ക് ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്ക് കീപ്പ് ചെയ്തിരുന്നു. ആ ബുക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് ഉണ്ടാവുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PYQ ചെയ്യുമ്പോൾ എനിക്ക് മൊത്തം അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നൊക്കെയുള്ള പരാതി വരും അല്ലേ, ഒരു വിഷമം വരും, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത ചോദ്യങ്ങളാണ് കൂടുതലുള്ളത്. നോ പ്രോബ്ലം. ഞാൻ ഈ കോഴിക്കോട് എന്നപ്പോൾ ഈ ഇടയ്ക്ക് എന്നോടൊരു കുട്ടി പറഞ്ഞാണ്, സാറേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, 20 ക്വസ്റ്റ്യനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നോ പ്രോബ്ലം, 20 ക്വസ്റ്റ്യനെ ചെയ്യാം, അത് ചെയ്താൽ മതി. 20 ക്വസ്റ്റ്യൻ ചെയ്യാം, ബാക്കി 80 ക്വസ്റ്റ്യനും മാർക്ക് ചെയ്ത് വെച്ചേക്കുക. എന്ത് ചെയ്യണം എന്നിട്ട് അത് നമ്മൾ പഠിക്കുന്ന സമയത്ത് മാർക്ക് ചെയ്ത് വിട്ട് പോകണം. എന്നാൽ നമ്മൾ ഇതൊരു ഹാബിറ്റാക്കി മാറ്റണം. എവിടെയാണ് നമ്മൾ തുടങ്ങാൻ പ്രശ്നം, അതാണ് ബുദ്ധിമുട്ട്. അതായത് എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ചെയ്ത് ശീലിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ പതിയെ അതിലേക്ക് വരും. ആ ക്വസ്റ്റ്യൻസ് കാണും. ക്വസ്റ്റ്യൻസ് കണ്ടതിന് ഇപ്പം എപ്പോഴാണ് തുടങ്ങണ്ടേന്നൊരു ചോദ്യം ഇല്ല. ഇപ്പോഴാണെങ്കിൽ ഇപ്പം തുടങ്ങിക്കോ, ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് ചെയ്ത് തുടങ്ങിക്കോ കേട്ടോ. സാർ എക്സാം ഹാളിൽ കയറിയാൽ ഒത്തിരി ഡൗട്ട് വരുന്നല്ലോ. ഒന്ന് സ്ക്രോൾ ചെയ്യോ, ഒന്ന് മേലോട്ട് സ്ക്രോൾ ചെയ്യോ. എനിക്കെല്ലാം വായിച്ചെടുക്കാൻ പറ്റുന്നില്ല, ഒത്തിരി വരും. സാർ എക്സാം ഹാളിൽ കയറിയാൽ ടെൻഷൻ ആകുവാണ്, അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും തെറ്റിക്കുന്നു. അത് എങ്ങനെയാ മാറ്റാൻ പറ്റും? എടാ, അതിൽ നമുക്ക് ഒരു എന്താ പറയുന്നത്, അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എക്സാം ഹാളിൽ കയറിയാലാണോ ടെൻഷൻ ആണോ? ഇതിനൊരു കാര്യമുള്ളൂ, എക്സാം ഹാളിൽ കയറണ്ട എന്നുള്ളതല്ലേ അടുത്ത നമുക്ക് ആലോചിക്കാം. എടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ എന്തിനാ അവിടെ ചെല്ലുന്നത്? നമ്മൾ പകുതിയും നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു സമയമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. നമുക്ക് അവിടെ ഒരു സീരിയസ്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു കാരണം നമ്മൾ എന്തുകൊണ്ടായി ടെൻഷൻ വരുന്നത് അറിയാമോ? എന്തൊരു പാർഷ്യൽ പഠനമാണ് അവിടെ ഹോൾഡ് ചെയ്യുന്നത്. ഞാൻ അത്രയും പഠിച്ചെത്തിയിട്ടില്ല, സിലബസ് മൊത്തം കവർ ചെയ്തിട്ടില്ല. ഇതൊരു ടെൻഷനോടുകൂടി ഇങ്ങനെ ഇരിക്കും. അതിങ്ങനെ ബിൽഡപ്പ് ചെയ്ത്
സ്ട്രെസ്സായിട്ട് മാറി പരീക്ഷ ഹാളിൽ ചെന്നിരിക്കും. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുകയാണ്, നിങ്ങൾ എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാലും ആ പരീക്ഷ ഹാളിൽ ഇരിക്കുന്ന 1.5 മണിക്കൂറാണ് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റാൻ പോകുന്നത്. ആ 1.5 മണിക്കൂർ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നോ, എങ്ങനെ നിങ്ങൾ ടാക്കിൾ ചെയ്യുന്നോ, അതുപോലെ ഇരിക്കും നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട്. ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, അത് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യണോടാ. ഈ PYQ ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കുറേ PYQ ചെയ്യണം. അതിൻ്റെ സ്ട്രെസ്സ് നിങ്ങൾ ഇപ്പോൾ ക്ലാസ് റൂമിലൊക്കെ ഞങ്ങൾ ക്ലാസ്സിൽ പറയാറുണ്ട്, എന്താ ക്ലാസ് റൂം പരീക്ഷ നിങ്ങൾ എഴുതി ശീലിക്കണം. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാം? ഈ സ്ട്രെസ്സ് നമുക്ക് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പരീക്ഷയുടെ ഒരു അന്തരീക്ഷം നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ക്ലാസ് റൂമിൽ ഇരുന്ന് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ക്ലാസ്സിൽ തന്നെ അത് ചെയ്തു പോകണം. അപ്പോൾ നമുക്ക് ആ സ്ട്രെസ് എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്ന് മനസ്സിലാവും. ഒരു കാരണവശാലും ഇതൊന്നും ഇങ്ങനെ കൊണ്ടുപോകരുത്. കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷ ചെയ്യുക. ആ കൃത്യമായിട്ട് അതിന് ചെയ്യേണ്ടത് ഈ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഒറ്റ കാര്യമുള്ളൂ, സമയം കുറച്ച് മോക്ക് ടെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ 1.5 മണിക്കൂറാണ് പരീക്ഷ എന്നുണ്ടെങ്കിൽ 45 മിനിറ്റിൽ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റ് അതിൻ്റെ സീരിയസ്നെസ്സിൽ തന്നെ ചെയ്യുക. സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുക. അത് നിങ്ങൾക്ക് ഒരു പരിധി വരെ ഈ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ പറ്റും. ടൈം മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. 100% ഉറപ്പാണ്. പിന്നെ നമുക്ക് ഉറപ്പായിട്ട് ഒരു കോൺഫിഡൻസ് വേണമല്ലോ. നമുക്ക് കിട്ടുമോ, നമുക്ക് കിട്ടും, എന്തായാലും നമ്മൾ പഠിച്ചിട്ടാണ്, നമുക്ക് കിട്ടും എന്നുള്ള കോൺഫിഡൻസിൽ തന്നെ നിങ്ങൾ പരീക്ഷ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഏജ് OBC ആണെന്നുണ്ടെങ്കിൽ 42 ആണ് എന്നാണ് എൻ്റെ വിശ്വാസം. 42 ഒന്ന് താഴോട്ടാക്കാമോ? LSTD ഗ്രേഡ് 3 നിമി ടെക്സ്റ്റ് ബുക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയോ? നിമി ടെക്സ്റ്റ് ബുക്ക് മാത്രം അല്ലടാ ഫോക്കസ് ചെയ്യേണ്ടത്. എടാ ഞാൻ ഇതൊക്കെ ആദ്യമേ പറഞ്ഞതാണ്, ഒന്നുകൂടെ പറയാണ്, നിമി ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല പിള്ളേരെ. നിമി ടെക്സ്റ്റ് ബുക്ക് ഫോക്കസ് ചെയ്യണം, വേണ്ടെന്നല്ല. എന്നിരുന്നാലും നമ്മുടെ കയ്യിലിരിക്കുന്ന സോഴ്സ് മെറ്റീരിയൽ, നമ്മുടെ ക്ലാസ് റൂം നോട്ട് കൃത്യമായിട്ട് പഠിക്കണം. ആസ് എ ബിഗിനർ IT ആയതുകൊണ്ട് BTech പോലെ അത്ര സബ്ജക്റ്റ് പഠിക്കാനില്ലല്ലോ. സോ അതൊക്കെ എങ്ങനെ കവർ ചെയ്യുക? എടാ വാടാ, ഇങ്ങോട്ട് വാ, സിവിലിയൻസിൽ വന്ന് പഠിക്ക്, ഒരു കോഴ്സ് എടുത്ത് പഠിക്ക്. സിവിലിയൻസ് എന്നോ എവിടെ ആണെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്ക്. അപ്പം ഞാൻ ഈ ITI പഠിച്ച കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്, എടാ പ്രത്യേകിച്ച് BTechകാരോട് മത്സരിക്കുകയാണെന്നൊന്നും ധാരണ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ. ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ആൾക്ക് ജോലി കിട്ടുന്നു, നല്ലതുപോലെ പഠിക്കുന്ന ആൾ മേളി വരുന്നു. ഇപ്പൊ BTechകാർ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിമി ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് അതിരുന്ന് പഠിക്കുക. മനസ്സിലായോ? നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് നമുക്കങ്ങ് മാറ്റിയരേ. IT ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ജോലി കിട്ടത്തില്ല. അതെന്താ അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരു ഡിഗ്രി ആണോ? നിങ്ങൾ ആദ്യമേ നിങ്ങളെ മനസ്സിൽ വെച്ചേക്കുന്ന ഇതാണ്, BTechകാരൊക്കെ ഉണ്ട്, MTechകാരുണ്ട്, ഞങ്ങൾ എങ്ങനെ എഴുതും പരീക്ഷ. നിങ്ങൾ ധൈര്യമായിട്ട് എഴുതാറാ. ഇപ്പൊ ഇവിടെ നടന്ന സർവേയറിന്റെ പരീക്ഷകളിൽ മൊത്തം കയറിയത് IT-യിലുള്ള കുട്ടികളാണ്. ഇപ്പൊ കാരണം PWD ബാർ റിയേഷൻ എക്സാമിന് കയറിയിട്ടുള്ള ഇവിടെ പഠിച്ചിട്ടുള്ള കുട്ടികളാണ് ഞാൻ പറയുന്നത്. ITI കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ്. നിങ്ങൾക്ക് പറ്റൂന്നേ, നിങ്ങൾ ധൈര്യമായിട്ട് പഠിക്കൂ. നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടുള്ള അപ്പം ഈ BTech ലെവലിലൊന്നും ഓവർസിയറിന് വേണ്ട. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം അത് നിങ്ങൾക്ക് പഠിച്ചൂടെ? നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായിട്ട് ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് അതൊരു ഓർഡറിൽ പഠിക്കാൻ ശ്രമിക്കുക. KWA ഗ്രേഡ് 2 സിലബസ് ആണ് നോക്കേണ്ടത് എന്ന് മനസ്സിലായില്ല. അത് ഏതാണ് നോക്കേണ്ടത്? സിലബസ് വന്നില്ലടാ, ഇപ്പം പുതിയ സിലബസ് വന്നിട്ടില്ല, പഴയ സിലബസ് ഉണ്ട്. ഇത് നമ്മളെന്താ പറയുന്നത്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് സിലബസിനകത്ത്. അടിയിൽ താഴെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, എന്നറിയോ? ഞാൻ PSC ഒരു സൈക്കോയാണ് എന്നാണ് അതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താണെന്നറിയാമോ? PSC താഴെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊന്നും അല്ലാണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതിലൊക്കെ ചോദിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ ഒരു സ്ഥലത്ത് ഞാനൊരു ബിഗിനറിന് എങ്ങനെയാണ് ഇത്ര ദിവസം എന്ന് പറയുന്നത്? നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഇപ്പം കൃത്യമായിട്ടുള്ള അനാലിസിസിലൂടെയാണ് ക്ലാസ്സസ് പോവുക. ഏതെങ്കിലും ഒരു ക്ലാസ് നിന്ന് എടുത്തിട്ട് ചെറിയ ഫീസിനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് യൂട്യൂബിൽ നോക്കിയോ എങ്ങനെയാണെങ്കിലും നിങ്ങളൊന്ന് ഒരു ഐഡിയ ആക്കും, ഒരു സ്ട്രക്ചേർഡ് ആക്കാൻ നിങ്ങൾക്ക് പറ്റും. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾ സ്വന്തമായിട്ട് ഇറങ്ങി തിരിച്ച് അത്രയും സമയം നിങ്ങൾ കളയരുത്. കഴിഞ്ഞ ഇയർ PSC എക്സാം എഴുതിയപ്പോൾ അറൗണ്ട് 70 കിട്ടി. ഇമ്പ്രൂവ് ആകാൻ എന്താണ് ചെയ്യുക? എവിടെയാണ് നിന്ന് പോയത്, എങ്ങനെയാണ് നിന്ന് പോയതെന്ന് എങ്ങനെ അറിയാം? ഇപ്പോൾ ശ്രീലക്ഷ്മി ഒരു കാര്യം ചെയ്യൂ, ഇപ്പോൾ കഴിഞ്ഞ പരീക്ഷയിൽ 70 മാർക്കാണ്, അത് ഏത് പരീക്ഷയായിരുന്നു എന്ന് പറയൂ. എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ടഫ്നെസ്? ഇപ്പോൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ, പഠിക്കുവാണോ? ഇപ്പോൾ പഴയ സിലബസ് എന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ ഗ്രേഡ് 2ൻ്റെ സിലബസ് ആണ്. അതെ, കഴിഞ്ഞ തവണത്തെ ഗ്രേഡ് 2ൻ്റെ സിലബസ് ആണ്. ഒരുപാട് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല, അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഒരു എക്സാമിൻ്റെ കൺഫർമേഷൻ വരുമ്പോഴാണ് സാധാരണഗതിയിൽ എപ്പോഴും ഇത് വരിക, സിലബസ് വരിക. ഹാർബർ എഞ്ചിനീയറിംഗ് KWAയിൽ. ഓക്കെ, നല്ല കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് 70 മാർക്കാണ് ഉണ്ടായിരുന്നത്. ഇപ്പം കഴിഞ്ഞ 2 പരീക്ഷകളെല്ലാം നന്നായിട്ട് എഴുതിയേ. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് നോക്കൂ. അത് നോക്കിയിട്ട് അതിനകത്ത് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്തിട്ട് പഠിക്കൂ. അത് മാത്രമല്ല, ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ തോത് കുറച്ചും കൂടെ കൂട്ടണം. ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കൂട്ടുക, മാക്സിമം നമ്പേഴ്സ് കൂട്ടുക.
പിന്നെ എവിടെയാണ് ഏത് സബ്ജക്റ്റിലാണ് വീക്കായി പോയതെന്ന് സെൽഫായിട്ട് അനലൈസ് ചെയ്യണം. ഇപ്പം ചില ആളുകളുണ്ട് നിമി ടെക്സ്റ്റ് ബുക്ക് വായിക്കാതൊക്കെ പോകും. അങ്ങനെയാണോ എന്ന് ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ടൊരു വിലയിരുത്തൽ നടത്തണം. നമ്മൾ കഴിഞ്ഞ പരീക്ഷകളെ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടിയത്, ആ 70 മാർക്ക് കിട്ടി ബാക്കി 30 മാർക്ക് എവിടെ നിന്നൊക്കെയാണ് പോയത് എന്ന് നോക്കണം. ഇപ്പോൾ സൈക്കോ PSC സിലബസിൽ പറഞ്ഞ പോലെ ആണല്ലോ എക്സാമിന് ഇടുന്നത്. ഈ ട്രെൻഡ് മാറില്ലായിരിക്കും അല്ലേ? എടാ മാറില്ലെന്ന് പ്രതീക്ഷിക്കുകയാണ്. സൈക്കോ PSC എന്ന് ഞാൻ അങ്ങനെ പറയാൻ കാര്യം, നിങ്ങൾ തൊട്ട് മുമ്പ് നടന്ന PWD എക്സാമിനെ പറ്റിയിട്ട് അറിഞ്ഞായിരുന്നോ എന്ന് എനിക്ക് അറിയാൻ മേല. PWD എക്സാമിൽ നല്ല സിലബസ് ഒക്കെ കൊടുത്തിട്ട് ഏത് സബ്ജക്റ്റ് വന്നില്ല? ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് വന്നില്ല. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിന് എന്ത് ചെയ്തു? ആവശ്യത്തിൽ കൂടുതൽ മാർക്ക് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗിന് കൊടുത്തു. അത് എന്താ പറയുന്നത്, അങ്ങനെ സംഭവിക്കാം. അത് എനിക്കറിയത്തില്ല അങ്ങനെ പറയാൻ. അങ്ങനെ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരു സബ്ജക്റ്റ് എത്ര മണിക്കൂർ പഠിക്കണം? എടാ നമുക്ക് എത്രത്തോളം മണിക്കൂർ പഠിക്കാമോ അത്രത്തോളം മണിക്കൂർ പഠിക്കണമെന്നാണ് എൻ്റെ ഒരു സജഷൻ. പിന്നെ ഹസീനെ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഹസീനെ സ്വന്തമായിട്ട് ആലോചിക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ മെക്കാനിക്സ് പഠിച്ചിട്ട് എനിക്ക് ഭയങ്കര വിരസത തോന്നുന്നു, അങ്ങനെയാണെന്നെങ്കിൽ സബ്ജക്റ്റ് സ്വിച്ച് ചെയ്യണം. സ്വിച്ച് ചെയ്ത് എന്ത് ചെയ്യണം? നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ടോപ്പിക്ക് ഇത് ചെയ്യണം സ്പെസിഫിക് ആയിട്ട്. ഫോർ എക്സാമ്പിൾ മെക്കാനിക്സിലെ സെൻട്രോയിഡാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. സെൻട്രോയിഡ് കംപ്ലീറ്റ് ആക്കുന്നവരെ ഞാൻ പഠിക്കുന്നു. അങ്ങനെ ആക്ക്. ഒരു മണിക്കൂർ ഇത്ര മണിക്കൂർ ആ സബ്ജക്റ്റ് പഠിക്കണം എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളുടെ എന്തുമാണ് നമ്മുടെ പ്രശ്നം, നമുക്കത് ഓക്കെ ആണോ നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മളത് മാറ്റുക. നമുക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് കുറച്ച് നേരം പഠിച്ചാൽ മതി. ഇനിയല്ല കുറച്ച് ടഫാണ്, അങ്ങനെയാണെങ്കിൽ കുറച്ചധികം നേരം പഠിക്കണം. ഒരു സമയം നമ്മൾ ഫിക്സ് ചെയ്യേണ്ട. നമുക്ക് പഠിക്കാൻ മനസ്സിലാവുന്നോ അവിടെ വരെ പഠിക്കണം. സർ ബിഗിനറാണ് ഓൺലൈൻ ക്ലാസ് എടുക്കണേ നല്ലതായിരിക്കുമോ? ഓൺലൈൻ ക്ലാസ് എടുക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് കൃത്യമായിട്ടൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരാവൂ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പരിപാടി എന്നാടാ? ആര് വിചാരിക്കണം പഠിക്കണമെന്നുണ്ടെങ്കിൽ? നമ്മൾ തന്നെ വിചാരിക്കണം. കൃത്യമായിട്ട് ഒരു ദിവസം കൃത്യമായിട്ട് ലൈവ് ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ലൈവിന് കൃത്യമായിട്ട് കയറണം. രാവിലെ ആണെങ്കിൽ ലൈവിന് കൃത്യമായിട്ട് കയറണം. റെക്കോർഡർ ആണെങ്കിൽ ക്ലാസ് തീരുമ്പോൾ തന്നെ നമ്മൾ തന്നെ അതിനകത്ത് ഇനിഷ്യേറ്റീവ് എടുക്കണം. ഇനിയല്ല സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്കൊരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി അത് വരാൻ പറ്റുന്നില്ല, സാഹചര്യം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ. പക്ഷേ ഓൺലൈൻ ക്ലാസ്സിലുള്ളവരോടല്ല എനിക്ക് ബഹുമാനമേ ഉള്ളൂ. കാരണം അവരുടെ സമയം അവർ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നു അതിൻ്റെ അർത്ഥം. ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരുന്നു ഉണ്ടെങ്കിൽ ഒരു പേജ് പഠിക്കാൻ 10-20 മിനിറ്റ് എടുക്കുന്നുണ്ട്. ഒരു പേജ് പഠിക്കാൻ 10-20 മിനിറ്റ് എടുക്കുന്നത്, എടാ ഒരു തവണ പഠിച്ചു കഴിഞ്ഞ ആളാണോ? അല്ലല്ലോ, പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ലേ. പഠിക്കൂ. നമുക്ക് ഒരു പേജ് പഠിക്കാൻ ആദ്യമേയൊക്കെ എത്രയായാലും ഒരു 10-20 മിനിറ്റ് എടുക്കൂടാ. അത് ഓരോരുത്തരെയും ദൈവം തന്നിരിക്കുന്ന നമ്മുടെ കഴിവ് പോലെയാ. ഇപ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കും, ചിലപ്പോൾ 2 മണിക്കൂർ എടുക്കും പഠിക്കുന്നതിന്. ഒരു തവണ ഒന്ന് പഠിച്ചു കഴിയും. അതിനാണ് നമുക്ക് റിവിഷൻ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യൂടാ, നമുക്കിത് ഈ 20 മിനിറ്റ് എന്നുള്ളത് കുറയ്ക്കാൻ പറ്റും. ഉറപ്പായിട്ടും കുറയ്ക്കാൻ പറ്റും. 10 മിനിറ്റ് ആവും, 15 മിനിറ്റ് ആവും, 5 മിനിറ്റ് ആവും, അതിലേക്കൊക്കെ മാറും. അങ്ങനെ മാറട്ടെ. കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ നടത്തണം, എങ്കിലേ അത് കുറയുള്ളൂ. ഗ്രേഡ് ജൂൺ 30 പരീക്ഷ എക്സാംസ് ഗ്രേഡ് 2 ലെവലായിരിക്കും, ഗ്രേഡ് 1 ലെവലായിരിക്കും. 2 കാറ്റഗറിക്കും കോമൺ ആയിട്ടല്ലേ നടക്കുന്നത്. PYQs ചെയ്യുമ്പോൾ ഏത് ഗ്രേഡ് ലെവലിൽ പഠിക്കാം? PYQ ചെയ്യണം. രണ്ടും ചെയ്തോ? PYQ ചെയ്യുമ്പോൾ അതിനു വേണ്ടി പരീക്ഷയൊന്നുമില്ല. ഫസ്റ്റ് ഗ്രേഡിന് സെക്കൻഡ് ഗ്രേഡിന് PYQ മൊത്തം ചെയ്തോ? അങ്ങനെ ഏത് ലെവൽ പഠിക്കണമെന്നൊന്നുമില്ല. രണ്ടും പഠിച്ചോ, 2 ലെവലും പഠിച്ചോ, നോ പ്രോബ്ലം. അത് രണ്ടിൻ്റെയും ക്വസ്റ്റ്യൻസ് ചെയ്തോ? ന്യൂ നോട്ടിഫിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ടോ? അതൊരു നല്ല ചോദ്യമാണ്. ന്യൂ നോട്ടിഫിക്കേഷൻ അടുത്ത വർഷം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് PWD വെരിഫിക്കേഷൻ 3rd ഗ്രേഡ് എക്സാം ആണ്. കാരണം അതിൻ്റെ ലിസ്റ്റ് വന്നിട്ട് കുറച്ച് നാളായിരുന്നു. അതിനകത്ത് അഡ്വൈസ് പോയി തുടങ്ങിയത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം അവസാനത്തോടെയൊക്കെയാണ് ലിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങിയത്. അത് ഇറക്കി വെച്ചൊരു കേസൊക്കെ ആയിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ലിസ്റ്റ് വന്നിട്ട് കുറച്ച് നാളായതുകൊണ്ടും ഹോൾഡ് ആയതുകൊണ്ടും അടുത്ത വർഷം പരീക്ഷ വീണ്ടും വിളിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് നല്ലൊരു വേക്കൻസി വരുന്ന പരീക്ഷയാണ് PWD വെരിഫിക്കേഷൻ 3rd ഗ്രേഡ് എക്സാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും PWDയിലോ വെരിഫിക്കേഷനിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഈ LSTDയിലൊക്കെ കുറേ പേര് റിലീവ് ആവും. ഇപ്പോൾ ഒരേ ലിസ്റ്റിൽ വരുവാണെന്നുണ്ടെങ്കിൽ കുറേ പേര് റിലീവ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. വജ്ര എടുത്തിട്ടുണ്ട്, വജ്ര 2.0 തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാണ്. വജ്രയും വജ്ര 2.0 തമ്മിലുള്ള വ്യത്യാസം, ഒരു വജ്രയിൽ എനിക്ക് തോന്നുന്നു 2023 റെക്കോർഡർ ക്ലാസ്സും വജ്ര 2.0 24 റെക്കോർഡർ, 25 റെക്കോർഡർ ക്ലാസ് ആണ്. വജ്രയിൽ 24 റെക്കോർഡർ ക്ലാസ് ആണ്. അതാണ് വ്യത്യാസം. ഒരുപാട് കണ്ടന്റിൽ വ്യത്യാസമൊന്നുമില്ല.
റെക്കോർഡഡ് ക്ലാസ്സസിലുള്ള വ്യത്യാസമാണ് വജ്ര 2.0യും വജ്രയും തമ്മിൽ. അത് തന്നെ മതിയായിരിക്കണം, നോ പ്രോബ്ലം. അതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ക്വസ്റ്റ്യൻസിനകത്തുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. റീസെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ വെച്ചിട്ട് 2025 ഓരോ ബാച്ച് കഴിയുമ്പോഴും തൊട്ട് മുമ്പ് നടന്ന പരീക്ഷയെ ബേസ് ചെയ്തിട്ട് ക്ലാസ്സസ് പോകും. അതാണ് കാര്യം. ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വായിക്കുന്നുണ്ട്, ബട്ട് അതൊന്നും മണ്ടയിലോട്ട് കയറുന്നില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങൾ അങ്ങോട്ട് സെറ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞ കുറുക്ക് വഴികളുണ്ടല്ലോ, അതുകൊണ്ട് സെറ്റ് ചെയ്യും. PWD ഗ്രേഡ് 3 എക്സാം ബിടെക്കാർക്ക് എഴുതാമോ? ഇവിടെ ഞാൻ പറഞ്ഞു എല്ലാ ഗ്രേഡ് 3 ഗ്രേഡ് 2 എക്സാംസും ബിടെക്കാർക്ക് എഴുതാം, നിലവിലെ സാഹചര്യത്തിൽ എഴുതാം. കുറേ മെസ്സേജസ് താഴോട്ട് പോകുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വന്നിട്ടുള്ള സിലബസിൽ ഫോളോ ചെയ്യുന്നതാണോ നല്ലത്, അതോ പ്രീവിയസ് ഗ്രേഡ് 1 സിലബസ്? എടാ ഇപ്പം വന്നേക്കുന്ന സിലബസ് ഫോളോ ചെയ്യടാ. എടാ PSC അല്ലേടാ അത് തന്നേക്കുന്നേ. മുമ്പുള്ള സിലബസ് എന്തിനാ ഫോളോ ചെയ്യുന്നേ? PSC തന്നേക്കുന്ന സിലബസ് അല്ലേ? കാറ്റഗറി നമ്പറൊക്കെ മേളിൽ കൊടുത്തിട്ടുണ്ട്. PSC തന്നേക്കുന്ന സിലബസ് ഫോളോ ചെയ്യും. സിലബസ് മാറിയില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയല്ലേ പരീക്ഷയ്ക്ക് വരിക. പിന്നെന്തിനാ പഴയത് ഇത് ചെയ്യുന്നത്? സർ വജ്ര ഒരുപാട് പേര് പോയില്ല കേട്ടോ. ഒരുപാട് പേര് ഡൗട്ടൊക്കെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോയേക്കാണ്. ഡൗട്ടുള്ളവരാണ് ഞാൻ തിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. റെക്കോർഡ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഏത് കോഴ്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യണം, ഏത് ക്ലാസ് ആണോ ഉദ്ദേശിച്ചത്, ബിഗിനർ ആണെങ്കിൽ സിലബസ് നോക്കിയിട്ട് BMO BC ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കോഴ്സിന് വിളിക്കുമ്പോൾ എന്ത് ചെയ്യുക, മെൻറ്ററിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് സംസാരിക്കും, കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും കേട്ടോ ആതിര. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് സീലിയൻസിൻ്റെ നമ്പർ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ എഴുതി വെച്ചേക്കാം, നിങ്ങൾക്ക് വിളിച്ചാൽ മതിയാവും. ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും കേട്ടോ. ബിടെക് കഴിഞ്ഞവർക്ക് സർവേയർ എക്സാം എഴുതാമോ? പറ്റില്ല. സർവേയർ എക്സാം ITA സർവേയർ മാത്രം കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇറിഗേഷൻ കൺഫർമേഷൻ വരുമ്പോൾ ഇതുപോലെ സൂമിൽ വരാമോ? എന്നത്തിനാണ്? വരാം. അങ്ങനെ നിങ്ങൾക്ക് ഞാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ വരും. ഇറിഗേഷൻ്റെ കൺഫർമേഷൻ വരുമ്പോഴത്തേന് വരാം. വജ്ര മിനി ഓവർസിയർ 2026 ലൈവ് ബാർ റെക്കോർഡഡ് ഇല്ല. കോഴ്സിലും സെയിം കണ്ടന്റ് അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്? വജ്ര മിനിയിലെ ഓവർസിയർ 2026 ലൈവ് ബാർ റെക്കോർഡഡ് അല്ല. ഓവർസിയർ ലൈവ് ബാർ റെക്കോർഡ് ഇപ്പോൾ നടക്കില്ലേ? വജ്ര മിനിയിൽ തൊട്ട് മുമ്പത്തെ ലൈവിൻ്റെ റെക്കോർഡാണ്, 2025 സാർ വജ്ര എടുത്തിട്ടുള്ളവർക്ക് ഡൗട്ട് ചോദിക്കാനുള്ള ഒരു വഴി കൂടെ സെറ്റാക്കി തരുമോ? എടാ വജ്ര എടുത്തവർക്ക് എല്ലാ ശനിയാഴ്ചയും അറിയുന്നുണ്ടോ? നിങ്ങൾ അറിഞ്ഞായിരുന്നോ? വജ്ര എടുത്തവർക്ക് എല്ലാ ശനിയാഴ്ചയും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. ഇപ്പം നാളെ GT ആണ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ആണ്. അതിൽ ജോയിൻ ചെയ്യൂ, ലൈവാണ് ക്ലാസ്. സാർ ഓവർസിയർ സ്റ്റാൻഡേർഡ് ബാച്ചിൽ എടുത്തവർക്ക് നിമി പ്രത്യേകം പഠിക്കണോ? എടാ വേണ്ട, നിങ്ങൾ ഇവിടെ പഠിക്കുന്നവരാണെങ്കിൽ ക്ലാസ്സുകളിൽ നിങ്ങൾ കൃത്യമായിട്ട് നിമി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ക്ലാസ്സുകളിൽ ടീച്ചർ കൃത്യമായിട്ട് പറയും. അപ്പം അതിൽ നിങ്ങൾ പറഞ്ഞ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ട് നിമി പറഞ്ഞിട്ടുണ്ട്, നിമി അപ്ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ടോ, അത് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, വജ്ര ടെലഗ്രാം ഗ്രൂപ്പിൽ അതിൽ അപ്ഡേറ്റ് ഇടുന്നുണ്ട്. ഓക്കെ, ശ്രീലക്ഷ്മി പറഞ്ഞത് ശരി. ശ്രീദേവി പറഞ്ഞതുപോലെ തന്നെയാണ്. സാർ ഇറിഗേഷൻ പ്രിപ്പയർ ചെയ്യുന്നവർ LSTD തേർഡ് ഓർ KWA സെക്കൻഡ് ഗ്രേഡ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ LSTD തേർഡ് ഗ്രേഡ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം സെക്കൻഡ് ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മെക്കാനിക്കൽ പഠിക്കേണ്ടതുണ്ടല്ലോ. ഇറിഗേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കോഴ്സിൻ്റെ കൂടെ തന്നെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെ, അത് തന്നെ ശ്രീദേവി തന്നെ അത് പറഞ്ഞത് ശരിയാണ്. ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് അല്ലേ ഉദ്ദേശിച്ചത്? ടെലഗ്രാം ഗ്രൂപ്പിലാണ് അപ്ഡേറ്റ്സ് വരുന്നത്. ഇത്രയും ഡൗട്ടൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേ, വളരെ സന്തോഷം നിങ്ങളെല്ലാവരെയും എൻ്റെ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇല്ലെങ്കിൽ ലോകത്തിന് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് എന്നെ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എൻ്റെ പ്രിയ കുട്ടികളോട് താങ്ക് യു സോ മച്ച്. സാർ, ഞാൻ ഓവർസിയർ 2027 ഓൺലൈൻ കോഴ്സാണ് എടുത്തിട്ടുള്ളത്. ഡൗട്ട് ക്ലിയറൻസ് എങ്ങനെയാണ് ചെയ്യും? രേഷ്മ, അതിനകത്ത് ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെഷൻ ഉണ്ട്. ഡിസ്കഷനിൽ പോയിട്ട് എന്ത് ചെയ്യുക, അവിടെ നമുക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുമ്പം അവർ പറഞ്ഞു തരും. അപ്പം റിപ്ലൈ തരും കേട്ടോ, കൃത്യമായിട്ട് റിപ്ലൈ തരും. അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക. എനിവേ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും കണ്ടതിൽ വളരെ സന്തോഷം. എപ്പോഴെങ്കിലും നമുക്ക് നേരിട്ട് കാണാം, നേരിട്ട് കണ്ട് സംസാരിക്കാം. ഞാൻ എവിടെയെങ്കിലുമൊക്കെ വെച്ച് എന്നെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഓടി വരണം.
ഇന്ന ആളാണെന്ന് പറയണം, എനിക്കറിയാൻ മേല, നിങ്ങൾ വീഡിയോ പോലും ആണെങ്കിൽ എന്നെ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വന്ന് സംസാരിക്കാം, എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് സിവിലിയൻസിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ ജിസിൻ സാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഞാൻ ഇവിടെ ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. ഇനി എന്തെങ്കിലും കാര്യത്തിന് കോഴിക്കോടോ കൊല്ലത്തൊക്കെ പോകുന്നെങ്കിലേ ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്തുണ്ടാവും എപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചിട്ട് പറഞ്ഞാൽ മതി, എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ അവൈലബിൾ ആയിരിക്കും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, എക്സാം റിലേറ്റഡ് ആയിട്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ ഉറപ്പായിട്ടും വരണോട്ടോ, ഉറപ്പായിട്ടും വരണം. വളരെ സന്തോഷം. ഒരു കാര്യം കൊണ്ട് ഒരു സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, കോഴിക്കോടൊക്കെ ക്ലാസ് റൂമിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഈ ഇടയ്ക്ക് ഇവിടെ പോയി, നമ്മുടെ ഞങ്ങൾ സിവിലിയൻസിനെ അങ്ങോട്ട് വിളിച്ചതാണ്. ഒരു കുട്ടിക്ക് റാങ്കിൽ കിട്ടിയപ്പോൾ അങ്ങോട്ട് വിളിച്ചു, ജോലി കിട്ടിയപ്പോൾ അങ്ങോട്ട് വിളിച്ച് വലിയൊരു ട്രീറ്റ് ഒക്കെ ചെയ്തു. അക്ഷിയെ പറ്റി പറയണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ നിങ്ങളെല്ലാവരും വിളിക്കുന്നത് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരെയും വെയിറ്റ് ചെയ്ത് സിവിലിയൻസിൻ്റെ ഫുൾ ടീം ഇവിടെ റെഡിയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിച്ച് നിങ്ങൾ റാങ്ക് ലിസ്റ്റുകളിലേക്ക് എത്തുക. ഭാവിയിലെ ഓവർസിയർമാരും എയ്മാരും ആണ് എനിക്ക് ഈ മെസ്സേജ് അയക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതെങ്കിലുമൊക്കെ ആ കുട്ടി ബാച്ചിലല്ലേ, കോച്ചിങ് എടുത്തുകൊണ്ട് ഓവർസിയറിനെ എങ്ങനെ പഠിക്കും? എടാ, ബാച്ചിൽ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും പഠിക്കാം എന്നുള്ളതാണ്. ഓവർസിയർ ബാച്ചിൽ പഠിച്ചു കഴിഞ്ഞാൽ ഓവർസിയർ എക്സാമിൽ പഠിക്കാം, അതും കുഴപ്പമില്ല. ബാച്ചിൽ പഠിച്ചെന്ന് പറഞ്ഞിട്ട് ഓവർസിയർ എക്സാം എഴുതി എന്നുള്ളതല്ല. നിങ്ങൾ എല്ലാവരും എല്ലാം പഠിപ്പിക്കും കേട്ടോ. ലക്ഷ്മി പ്രിയയുടെ ഡൗട്ടായിരുന്നു അത് അല്ലേ? എല്ലാം പഠിപ്പിക്കും, എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കോടാ. ബാച്ചിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കും. ഓവർസിയർ ബാച്ചിൽ ഓവർസിയറിന്റെ സബ്ജക്റ്റ് മാത്രമാണ് പഠിപ്പിക്കുക, അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ബാച്ചിൽ എല്ലാവർക്കും എല്ലാം പഠിപ്പിക്കും, എല്ലാ സബ്ജക്റ്റും അതിനകത്ത് പഠിപ്പിക്കും. ഇത് കുറേ ഡൗട്ട് വരുവാണല്ലോ, ഞാനൊന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ പഴയത് മറന്നു പോകുന്നു. അത് റിവിഷന്റെ കുറവ് കൊണ്ടാണോ? റിവിഷന്റെ കുറവ് കൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമുക്ക് തന്നേക്കുന്ന ശക്തി ഇച്ചിരി കുറവാടാ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതിനകത്തുള്ള കുറച്ച് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നോക്കി, അപ്പോൾ നമുക്കത് മാറും കേട്ടോ. മേ ബി നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡഡ് വെർഷൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലിൽ വരും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കയറിയിട്ട് കാണാം. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. എല്ലാവരോടും വളരെയധികം നന്ദി. പജ്ര, JEE, ഓവർസിയർ എല്ലാം ഇൻക്ലൂഡ് അല്ലേ? ആണാണ്. കാവ്യ ചോദിച്ചത് എല്ലാം അതിനകത്തുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.